ഗുഡ് മോർണിംഗ്. സുനിൽ കുമാർ സാർ ഏത് പോളിൽ നിന്നായിരുന്നു? സുനിൽ സാറ് കേൾക്കുന്നുണ്ടോ? ഹലോ പ്രദീപേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചറെ. എങ്ങനെയുണ്ട് പ്രദീപേ കോഴ്സ്? കോഴ്സ് കൊള്ളാം ടീച്ചറെ. നമ്മള് പ്രദീപ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഹലോ ടീച്ചറെ, കേൾക്കാവോ? 9:30 തുടങ്ങും. പ്രദീപ് സാറേ, യമുന ടീച്ചർ എങ്ങനെയുണ്ട് സാറേ? എങ്ങനെയുണ്ട് യമുന ടീച്ചർ? എല്ലാം കണ്ടിന്യൂസ് ആയി കേൾക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും കേട്ടതെല്ലാം കൊള്ളായിരുന്നു. ക്ലാസ്സിലേക്ക് കൊണ്ടി വന്നു. നമ്മുടെ എക്സ്പെരിമെന്റ് ബേസ് ആയിട്ടാണ് നമ്മള് കോഴ്സ് പ്ലാൻ ചെയ്തത്. പ്രസന്റേഷൻ അത് നമുക്ക് കോളേജിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിലാണ് സാർ പറയുന്നത്. അതുകൊണ്ട് അത് ഉപയോഗപ്പെട്ടു. സ്പീഡ് കൂടിപ്പോയെന്നൊക്കെ കുറെ അഭിപ്രായങ്ങൾ വന്നു. സ്പീഡ് കൂടിപ്പോയെന്നൊക്കെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ വന്നായിരുന്നു. അതെ, അത് സാറിന്റെ സ്വാഭാവിക സ്പീഡാണ്. നമ്മളെ കേട്ടിട്ടുള്ളതാണല്ലോ. സന്തോഷം. ശരി സാറേ. അജയകുമാർ സാർ ലൈനിലുണ്ടോ? സാർ കേൾക്കുന്നുണ്ടോ സാർ? പറയൂ സാർ. സാറ് ഏത് പോളിടെക്നിലാണ് സാറേ വർക്ക് ചെയ്യുന്നത്? സാറേ ഞാൻ വെണ്ണിക്കുളത്താണ് സാറേ. വെണ്ണിക്കുളം പോളിടെക്നിക്കിലാണ്. നമ്മുടെ വിപിൻ സാറിന്റെ കൂടെ. ഓ, അത് ശരി ശരി. എങ്ങനെയുണ്ട് സാറ് അറ്റൻഡ് ചെയ്തിട്ട്? സാറേ, ഞാൻ എന്റെ അഭിപ്രായം സാറിനെ വിളിക്കണം എന്ന് വിചാരിച്ചാണ്. രാവിലെ ഈ സമയം നമ്മുടെ അഭിപ്രായം പറയേണ്ട സമയത്ത് ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുവായിരിക്കും. ഞാൻ അതുകൊണ്ട് അല്ല, അത് പിന്നീട് സംസാരിക്കാം നമുക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സമയം അടുത്ത് വരുന്നു. ഹലോ, ദീപ ടീച്ചർ ലൈനിലില്ലേ? ദീപ ടീച്ചർ. ഉണ്ട് സാറേ. ടീച്ചറെ നമസ്കാരം. നമസ്കാരം സാർ. എങ്ങനെ തോന്നുന്നു കോഴ്സ് 2-3 ദിവസം കഴിഞ്ഞപ്പം? ഞാനിപ്പോ ചെറിയ സർക്യൂട്ടുകൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. സന്തോഷം. അതാണ് ആവശ്യം. ചെറിയ സർക്യൂട്ടുകളാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നീട് വലുതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. ചെയ്യുന്നത് ഒന്ന് കംപ്ലീറ്റ് ആയി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിച്ചോളേ ടീച്ചറെ. ഓ ശരി സാർ. ചെറിയ സർക്യൂട്ട് നമ്മൾ അസ്റ്റേബിൾ ഒന്നും എത്തിയില്ല. വരച്ചുകൊണ്ടുള്ളതേ ഉള്ളൂ. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോ എറർ കാണിക്കുന്നു. അപ്പൊ അതൊക്കെ ചെറിയ സർക്യൂട്ട് ചെയ്തിട്ട് ഇത് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, സന്തോഷം. ശരി ടീച്ചറെ. ശരി, ഓക്കെ സാർ. ഓക്കെ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. ഓക്കെ, ഇനി പിന്നീട് ഇന്ററാക്ട് ചെയ്യാം. A very good morning to all. It's my privilege and honor to welcome you all to the 4th day of our FTP, PCB Design Mastery for Educators. As educators, we play a crucial role in recognizing and nurturing the unique talents of our students. I'm reminded of the words of Albert Einstein. Once he said, "Everybody is a genius, but if you judge a fish by its ability to climb a tree, it will live its whole life believing that it's a failure." Without further ado, it's with great pleasure I welcome Suresh sir. ടീച്ചറെ, താങ്ക്സ്. ഞാൻ സുരേഷ്. എല്ലാവർക്കും അറിയാം, നമ്മളൊരു 2-3 ദിവസത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നമ്മുടെ 4ാമത്തെ ദിവസം സിംഗിൾ ലെയർ PCB ആണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷെ അതിൽ ചെറിയൊരു ചേഞ്ച് ഇന്ന് നമ്മൾ നടത്തുകയാണ്. നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റ് ഉണ്ട്. അതിനു മുന്നേ ഞാനൊരു 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സാറിലേക്ക് മാറാം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ? Am I audible? ഓക്കെ, താങ്ക് യു സാർ. ടീച്ചറെ താങ്ക് യു. പിന്നെ നമ്മുടെ സിലബസിൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. സോറി, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. സ്ക്രീൻ കാണാമല്ലോ. നമ്മുടെ സിലബസിൽ PCB ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് സിലബസ് തന്നിട്ടുണ്ട്. അതായത് ഒരു ഓപ്പൺ എൻഡഡ് പ്രോജക്ട്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ നാളത്തെ ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ ഒരു പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഷെഡ്യൂളിൽ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഓപ്പൺ എൻഡഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് ആദ്യത്തെ ക്ലാസ്സിൽ ഞങ്ങൾ സാധാരണ ലാബ് നടത്തുന്ന സമയത്ത് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഓപ്പൺ എൻഡഡ് പ്രോജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി
അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഗൈഡൻസ് നമ്മൾ കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ആദ്യമേ കുട്ടികൾ ഇങ്ങനെ ചെയ്തു വന്നാലേ അവസാനം നമുക്ക് നല്ലൊരു എന്തെങ്കിലും ഒരു മിനിമം പ്രോജക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് സിലബസിൽ പറയുന്നുണ്ട്. ഇൻറ്റേർണൽ ഇവാലുവേഷനിലൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ഈ ഒരു ട്രെയിനിങ്ങിൽ അങ്ങനെ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് പോകാനാണ് ഉദ്ദേശം. ഇതിൽ എനിക്കറിയാം, നമ്മൾ കൂടെയുള്ള എല്ലാ അധ്യാപകരും വളരെ തിരക്കിലാണ്. എല്ലാവരും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് ഈ ട്രെയിനിങ്ങിനും അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 2-3 പ്രോജക്റ്റിൻ്റെ ഒരു സജഷൻസ് തരിക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രോജക്റ്റിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സാമ്പിൾ ഒന്ന് അയച്ചു തരിക. അതിനൊന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളോട് ചെയ്ത് ഒന്ന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എല്ലാവരും സബ്മിറ്റ് ചെയ്യണം. കാരണം കുട്ടികൾക്ക് നമ്മൾ എന്തായാലും ഇൻസിസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മളും ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ ആദ്യത്തെ ഒരു സർക്യൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിൽ ഈ സർക്യൂട്ടിൻ്റെ പ്രോജക്റ്റ് ഫയല്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലേഔട്ടിൻ്റെ ഒരു ചെറിയൊരു ഭാഗമൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ട് തരും. ഇപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ വരയ്ക്കണമെന്നില്ല. കാരണം ഇത് വരച്ചുകൊണ്ടിരിക്കാൻ കൊച്ചിരി സമയമെടുക്കും. നമുക്ക് നാളെ തന്നെ എല്ലാവരും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇതിനകത്ത് വേറെ പ്രോഗ്രാമിങ്ങോ ഒന്നുമില്ല. ആകെ ഒരു 555 വെച്ചിട്ടുള്ള ഒരു ഓസിലേറ്റർ, അത് കഴിഞ്ഞൊരു ഡീകേഡ് കൗണ്ടർ 4017 എന്ന് പറയുന്ന IC ഉപയോഗിച്ചിട്ട് പിന്നെ അതിൻ്റെ 10 ഔട്ട്പുട്ട് എടുക്കുന്നു. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് ഒരു ബൈക്കളർ LED ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 20 ഔട്ട്പുട്ടായിട്ട് വേണമെങ്കിലും കൺവെർട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ടുള്ളത് ഒരു ഔട്ട്പുട്ട്, ഇതിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടിനെ എടുത്തിട്ട് ഒരു റിലേ വെച്ച് ഡ്രൈവ് ചെയ്ത് 230 വോൾട്ട് ബൾബിലോ അല്ലെങ്കിൽ 12 വോൾട്ട് ബൾബിലോ സെപ്പറേറ്റ് വളരെ ഹയർ വോൾട്ടേജിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിൽ വയർ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കണക്ടറും കാര്യങ്ങളും ഉണ്ട്. പവർ സപ്ലൈക്ക് ഒരു കണക്ടറുണ്ട്. ഇതിലെല്ലാം ഫുട് പ്രിന്റുകൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ വരച്ച പ്രോജക്റ്റ് ഫയൽ തന്നെ അയച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ PCB ഒന്ന് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. PCB അത്യാവശ്യം കുറച്ച് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. PCBയുടെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതിൻ്റെ ഔട്ട്പുട്ട് ഞാനിത് റൂട്ട് ചെയ്തിട്ടില്ല. ഔട്ട്പുട്ട് നോക്കുക. ഞാൻ ഇതിൽ ഫുട് പ്രിന്റ് വെച്ചേക്കുന്നത് ഡയോഡിൻ്റെ ഫുട് പ്രിന്റാണ്. LED എല്ലാം വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇത് LED ഫുട് പ്രിന്റാക്കി മാറ്റിയിട്ട് വേണം ചെയ്യാൻ. എന്നാലേ ഇതൊരു വ്യൂ ആകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൻ്റെ ടോപ്പ് വ്യൂ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഫോട്ടോയോ എടുത്തൊന്ന് വാട്സപ്പിൽ ഇട്ടേക്കുക. പിന്നെ ഇതിൻ്റെ PCB റൂട്ട് ചെയ്തിട്ട് അത് ഡബിൾ ലെയർ ആയാലും സിംഗിൾ ലെയർ ആയാലും വേണ്ടില്ല, PCB ഒന്ന് റൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന സൈസ് ഇത് തന്നെ വേണമെന്നില്ല, മാക്സിമം സൈസ് യൂസ് ചെയ്യാം. A4 സൈസ് ഫുള്ള് യൂസ് ചെയ്താലും മതി. എല്ലാ പ്രിന്റും റൂട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. കുറച്ചുകൂടി ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് രണ്ടും ഞാൻ അയച്ചു തരാം. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും അഡീഷൻസ് ഒന്നുമില്ല. നമ്മുടെ എല്ലാ കമ്പോണൻറ്റിൻ്റെയും ഫുട് പ്രിന്റുകളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ ഡിജിറ്റൽ ക്ലോക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നതാണ്. ഇതിൽ ഫുട് പ്രിന്റ് ആഡ് ചെയ്യേണ്ടി വരും. ഫുട് പ്രിന്റ് ആഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട, അത് നമ്മൾ നാളെ പറഞ്ഞതിന് ശേഷമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിലിപ്പോൾ ആകെ എത്ര പിൻസ് ഉണ്ടെന്ന് നോക്കുക. അത്രയും പിൻസുള്ള കണക്ടർ വെച്ചാൽ മതി 7 സെഗ്മെന്റിന്. ഫുട് പ്രിന്റ് ചെയ്യാമെങ്കിൽ അത് ചെയ്ത് അയച്ചു തന്നാൽ വളരെ ബെറ്റർ. അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി. ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം അതുപോലെ ഇതിൽ ഞാൻ PCB ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഫുട് പ്രിന്റുകളൊന്നും ഇതിനകത്ത് ഇല്ലാത്തതൊക്കെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഈ ഗേറ്റ് IC ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അതില്ലാത്തതൊന്ന് ആഡ് ചെയ്തോളണം. അതുപോലെ 7 സെഗ്മെന്റ് ഇത് സിമുലേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ പ്രോജക്റ്റ് ഫയൽ, ഹെക്സാഡെസിമൽ വാല്യൂ ഉള്ള പ്രോജക്റ്റ് ഫയലും അതുപോലെ തന്നെ പ്രോഗ്രാം ഫയലും കൂടെ അയക്കുന്നുണ്ട്. ഇതാണ് പ്രോഗ്രാം ഫയല്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് എന്ന് പറയുന്നത് Atmega 32 ആണ്.
അപ്പം നമ്മുടെ എംബഡഡിൻ്റെ AVR സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് സിമുലേറ്റ് ചെയ്യുമ്പോൾ ഹെക്സ് ഫയൽ കിട്ടും. ആ ഹെക്സ് ഫയലാണ് ഇതിൽ ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കോഡ് ഞാൻ ഇതുപോലെ തന്നെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ S6 പഠിക്കുന്ന കുട്ടികൾ അവർ കഴിഞ്ഞ പ്രാവശ്യം സബ്മിറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റാണ്. അത് തന്നെയാണ് ഞാൻ അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ അതൊന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് PCB കൂടെ ചെയ്യാം. ഈ ഇതിൽ AVR സ്റ്റുഡിയോയിൽ എങ്ങനെ ഇത് ഹെക്സ് ഫയൽ ജനറേറ്റ് ചെയ്യും എന്നുള്ളത് കാണിക്കണോ? ഇത് കഴിഞ്ഞ ദിവസം കാണിച്ചതാണ്. ഇപ്പോൾ ഡിജിറ്റൽ ക്ലോക്ക് എന്നുമ്പോൾ അതിൻ്റെ ഒരു ഹെക്സ് ഫയലും കൂടെ ഞാൻ അയക്കുന്നുണ്ട്. ഇതെടുത്ത് ലോഡ് ചെയ്താലും മതി. എങ്ങനെ ഇത് സിമുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കണം എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ നാളെ അത് വേണമെങ്കിൽ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അവരെ സിമുലേറ്റ് ചെയ്യിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു PCB ലേഔട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സർക്യൂട്ട് കൂടി, ഒരു ഫ്രീക്വൻസി മീറ്റർ. അതിനു മുമ്പ് ഒരു കാര്യം, ഈ റണ്ണിങ് ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം റണ്ണിങ് ലൈറ്റ് നമുക്ക് നോക്കുമ്പോൾ അറിയാം. കാരണം ഇതിൽ 10 ഔട്ട്പുട്ടുണ്ട്. ഈ 10 ഔട്ട്പുട്ടും നമുക്ക് ഈ ഔട്ട്പുട്ട് റിലേ വെച്ചിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അഡീഷണൽ ഷീറ്റ് ഉപയോഗിക്കേണ്ടി വരും. കഴിവതും കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പം ഒരു എക്സ്പെരിമെൻ്റ് ബേസ് ആയിട്ട് ലാബിൽ കൊടുക്കുമ്പം സിംഗിൾ ഷീറ്റിൽ തന്നെ വരപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യാനും അവർക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് അയക്കാനും എല്ലാത്തിനും എളുപ്പമായിരിക്കും. പിന്നെ പ്രോജക്റ്റ് ചെയ്യുമ്പം അവരെ കൊണ്ട് 2 ഷീറ്റിലോ 3 ഷീറ്റിലോ ഒക്കെ വരപ്പിക്കണം. എന്നാലേ ഇത് ഈ ടെർമിനൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ കുട്ടികൾ പഠിക്കത്തുള്ളൂ. അത് ഇതിലൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഇതിൽ 10 ഔട്ട്പുട്ടും വേണമെങ്കിൽ ഒന്ന് കുട്ടികളെ കൊണ്ട് വരപ്പിക്കുമ്പോൾ 10 ഔട്ട്പുട്ടും വരപ്പിക്കുന്നതാണ് ബെറ്റർ. ഫ്രീക്വൻസി മീറ്റർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് 8089C51 ആണ്. അതായത് മൈക്രോ കൺട്രോളറാണ്. ഈ സെമ്മിൽ കുട്ടികൾക്ക് S4 കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് 8051. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു സർക്യൂട്ട്. ഇതിലും കണക്ടറും എല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും ഫുട് പ്രിന്റുകളൊക്കെ ഇതിൽ മിക്കവാറൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാത്തത് ഏതെങ്കിലും ഇപ്പം സപ്പോസ് ഈ പൊട്ടൻഷ്യോ മീറ്ററിന് ഇല്ലെങ്കിൽ പൊട്ടൻഷ്യോ മീറ്ററിന് 3 ടെർമിനലിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് ആഡ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് പ്രോപ്പറായിട്ടുള്ളത് നമുക്ക് നാളത്തെ ലാബ് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് അസൈൻ ചെയ്യാം. അതുപോലെ LCDക്കും അതിനകത്ത് ഫുട് പ്രിന്റ് ഉണ്ട്, പക്ഷെ ഉള്ളത് കറക്റ്റ് അല്ല, നമുക്കത് വേറെ ചെയ്യേണ്ടി വരും. പിന്നെ ഇത് സിമുലേറ്റ് ചെയ്യാനും അതിൻ്റെയും കോഡ് ഞാൻ അയക്കുന്നുണ്ട്. ഈ കോഡ് എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളറാണ്. ഇത് എഴുതിയിരിക്കുന്നത് എംബഡഡ് സിയിലുള്ള C ലാംഗ്വേജിലാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ളത് മൈക്രോ കൺട്രോളറുള്ള അസംബ്ലി ലാംഗ്വേജാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിട്ട് നമ്മൾ ഇത് C ലാംഗ്വേജിലുള്ള കമ്പൈലിംഗ് ആണ് ചെയ്യേണ്ടത്. ഇത് കീൽ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് കമ്പൈൽ ചെയ്യേണ്ടത്. ഇതേർത്ത് കീൽ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ ഹെക്സ് ഫയൽ ജനറേറ്റ് ആകും. ആ ഹെക്സ് ഫയൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിമുലേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഞാനിത് ജസ്റ്റ് ഒന്ന് ഞാനൊരു ഹെക്സ് ഫയൽ കൂടെ അയക്കുന്നുണ്ട്. ഹെക്സ് ഫയൽ ലോഡ് ചെയ്ത് കാണിക്കാം. എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഹെക്സ് ഫയൽ ലോഡ് ചെയ്തു. അപ്പോൾ ഈ ഫ്രീക്വൻസി എഴുതി കാണിക്കുന്നത് നമ്മളിപ്പോൾ ഇത് നോക്കൂ 9.4 kHz ആണ്. ഇത് എഴുതി കാണിക്കുന്നത് നമ്മുടെ ഇവിടെ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഫ്രീക്വൻസിയാണ്. അതിനനുസരിച്ചാണ് കോഡ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. kHz ആണ് നമ്മളിപ്പോൾ ഇൻപുട്ട് കൊടുത്തത്. അപ്പോൾ ഇത് മാറ്റുമ്പം അതായത് ഇൻപുട്ടിൽ ഏത് ഫ്രീക്വൻസി കൊടുക്കുന്നോ അത് റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേയിൽ കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. റൺ ചെയ്യുന്നു. ഞാൻ 25 kHz കൊടുത്തു. ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അതിന് കഴിഞ്ഞ ദിവസം ഒരു ശരത് സാറ് ചോദിച്ചിരുന്നു, ഞാനിവിടെ കാണിച്ചതിൽ 5 വോൾട്ട് നേരിട്ട് LED കൊടുത്താൽ LED വേണാവൂലേ എന്ന്. അപ്പോൾ നമ്മൾ തിയറി നമ്മുടെ ഇതിനകത്ത് സിമുലേഷൻ ചെയ്യുന്നതും പ്രാക്ടിക്കലി ചെയ്യുന്നതും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും. അത് തന്നെയാണ് ഈ കണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി മീറ്റർ അങ്ങനെ നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് അയക്കുന്നത് ഡിജിറ്റൽ ക്ലോക്കിൻ്റെ ഹെക്സ് ഫയല്, സർക്യൂട്ട് ഡയഗ്രാം, കോഡ്. അതുപോലെ ഫ്രീക്വൻസി മീറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ഹെക്സ് ഫയല്, കോഡ്. റണ്ണിങ് ലൈറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, PCB ലേഔട്ട്. ഇത്രയും ഫയൽ ഞാൻ ഇപ്പോൾ തന്നെ അയക്കാം. അപ്പോൾ അത് പറ്റുന്നുള്ളവരല്ല എല്ലാവരും നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് എല്ലാത്തിൻ്റെയും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
സിമുലേഷനൊന്നും അല്ല, നമ്മുടെ ഔട്ട്പുട്ട് PCB ആണ്. അത് ഡബിൾ ലെയർ ചെയ്താലും മതി, അറിയാവുന്നവർക്ക് സിംഗിൾ ലെയർ ചെയ്യാം. അതുപോലെ ഫുട് പ്രിന്റ്, നല്ല ഫുട് പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ 3D വ്യൂ കൂടെ കാണിക്കണം, എന്നാലേ അതിൻ്റെ ലേ ഔട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 3 ഔട്ട്പുട്ടാണ് വേണ്ടത്. PCBയുടെ ഔട്ട്പുട്ട്, 3D വ്യൂ, ഇത് രണ്ടും വേണം. പിന്നെ എല്ലാം PDF ആക്കിയാൽ, സെപ്പറേറ്റ് ഷീറ്റിലാക്കി PDF ആക്കിയാൽ നല്ലത്. ഇത് ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ജെർബർ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഔട്ട്പുട്ട് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിന് ഇതിൽ ഏതെങ്കിലും ഒരു സർക്യൂട്ടെങ്കിലും നിങ്ങൾ സിമുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ടാക്കി PDF ആക്കി വെക്കണം. PCBയുടെ സൈസ് മാക്സിമം സ്പേസ് യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. നമ്മൾ ചെറിയ PCB ഉണ്ടാക്കാൻ ഇപ്പം നിൽക്കണ്ട, എങ്കിൽ എല്ലാ ട്രാക്ക് റൂട്ട് ചെയ്ത് കിട്ടാനൊക്കെ ചിലപ്പോൾ പ്രയാസം വരും. ട്രാക്ക് വിടുത്ത് നമ്മുടെ ഒരു മാക്സിമം ഒന്ന് കൊടുത്തോളണം. ഇതിൽ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾ എങ്ങനെ സിമുലേറ്റ് ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആരെങ്കിലും ഇന്ററാക്ട് ചെയ്താൽ നല്ലതായിരുന്നു. ക്ലിയർ ആണ് സർ. ഓക്കെ, താങ്ക് യു മിസ്. 7 സെഗ്മെന്റ് LED-യുടെ പ്രോഗ്രാമിലൂടെ അയച്ചു. അതിൽ അല്ല, അതാണ് 7 സെഗ്മെന്റ്, അതാണ് ഡിജിറ്റൽ ക്ലോക്ക് എന്ന് പറഞ്ഞ് അയക്കാന്ന് പറഞ്ഞത്. അതിൽ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയുടെ ഫുട് പ്രിന്റ് നമ്മുടെ ഇതിൽ പ്രോട്യൂസിനകത്ത് അവൈലബിൾ അല്ല. അപ്പം അതിൽ എത്ര പിന്നാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടത് അത്രയും പിന്നുള്ള ഒരു കണക്ടർ അങ്ങ് വെച്ചാൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ 4 കോഴ്സ് ഔട്ട്കമാണ് നമുക്കുള്ളത്. അതിൽ 4ാമത്തെ കോഴ്സ് ഔട്ട്കം നമ്മൾ ലാസ്റ്റ് ഡേ എടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇന്ന് ഗസ്റ്റിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ സാറിനെ കുറിച്ച് കൂടുതൽ കാര്യം പറയുന്നില്ല, കാരണം സാറ് 2 സെഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ സെഷനിൽ സാറിനെ കുറിച്ച് നല്ല അടുത്തറിയാമെന്നുള്ള ഒരു അധ്യാപകൻ നമ്മുടെ കൂടെ ഉള്ള സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ സാറിൻ്റെ പേര് ഉണ്ണി എന്നാണ് സാറിൻ്റെ പേര്. സാറ് നമ്മുടെ സർവീസിൽ തന്നെ ഉള്ള നമ്മുടെ കുടുംബാംഗമാണ്. നെയ്യാറ്റിൻകര പോളിടെക്നിക്കിലാണ് സാർ വർക്ക് ചെയ്യുന്നത്. സാറിന് കുറേ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും ടീച്ചിങ് എക്സ്പീരിയൻസും ഒക്കെ ഉള്ള അധ്യാപകനാണ്. അപ്പോൾ സാറ് ഈ തുടർന്നുള്ള തൊട്ടടുത്ത സെഷൻ സാറ് കൈകാര്യം ചെയ്യും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുകയോ അടുത്ത ലാസ്റ്റിൽ നമ്മളൊരു ഡൗട്ട് ക്ലിയറിങ്ങോ അല്ലെങ്കിൽ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് PCB ഡിസൈൻ റൂൾസ് ഫോർ അനലോഗ് സർക്യൂട്ട്സ് എന്ന ചെറിയൊരു കണ്ടന്റ് ആണ്. ഇതൊരു കോർപ്പറേറ്റ് പ്രസന്റേഷൻ അല്ല. ഇതൊരു നമ്മൾ സ്റ്റുഡൻസിന് എങ്ങനെയാണോ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് ആ രീതിയിൽ നമ്മുടെ ഒരു ലാബ് റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമ്മറി ക്ലാസ് ആണ്. ആക്ച്വലി PCB ഡിസൈൻ റൂൾസ് ഒരു സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഈ സെറ്റ് ഓഫ് റൂൾസ് എല്ലാ സമയവും നമുക്ക് 100% ഒബേ ചെയ്യണോ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതൊരു ഡിസൈനർ ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ് കൂട്ടുകാരെ? നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വിശദമായിട്ട് ഇതിന്റെ പുറകെയുള്ള ചർച്ചകളിലായിരുന്നു. ഒരു കമ്പോണന്റിന്റെ ഐഡന്റിഫിക്കേഷൻ, നമ്മുടെ കയ്യിൽ ഒരു ഡിസൈൻ നമുക്ക് ഉണ്ടാവണം. ആ ഡിസൈനിൽ കൃത്യമായിട്ടുള്ള കമ്പോണന്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണോ നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തണം. ശ്രദ്ധിക്കണം കൂട്ടുകാരെ, നമ്മുടെ പണി ചെറുതല്ല. ഒരു ഡിപ്ലോമ എഞ്ചിനീയർ ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ പണി ചെറുതല്ല. PCB ഡിസൈനിന്റെ പണി ചെറുതല്ല. കമ്പോണന്റ് അവൈലബിലിറ്റി അയാൾ എൻഷുർ ചെയ്യണം. ഡിസൈൻ വാലിഡേഷൻ കഴിഞ്ഞാൽ പോലും ചില സമയങ്ങളിൽ നമുക്ക് കമ്പോണൻസുകളെ മാറ്റേണ്ടിയൊക്കെ വരും. സോ ഒരു സീനിയർ എഞ്ചിനീയർ ഉണ്ടാവും, പുള്ളിക്കാരൻ ഒരു ഡിസൈൻ പ്രോട്ടോകോൾ ഉണ്ടാക്കി ടെക്നിക്കൽ ഡയറക്ടറിന് അയക്കും. ടെക്നിക്കൽ ഡയറക്ടർ അത് വാലിഡേറ്റ് ചെയ്യും. ടെക്നിക്കൽ ഡയറക്ടർ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള കറണ്ട് ഡിസൈൻ ട്രെൻഡുകളുമായിട്ട് വളരെ അവബോധമുള്ള ഒരാളായിരിക്കും. ആ സമയത്താണ് മനസ്സിലാവുന്നത്, ടെക്നിക്കൽ ഡയറക്ടർ പറയുന്നു നിങ്ങളുടെ സ്കീമാറ്റിക്കിൽ ഇന്ന കമ്പോണന്റിന്റെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ വളരെ കുറവാണ്, ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും ഇത് മാർക്കറ്റിൽ നിന്ന് ഒബ്സലേറ്റ് ആയി പോവും. പക്ഷേ സീനിയർ എഞ്ചിനീയർ സെലക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരന് ഒരു നോയ്സി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ പോലും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പെർഫോമൻസ് ഉള്ള നോയ്സ് ഫിഗർ ഉള്ള ഒരു കമ്പോണന്റ് ആണ് അദ്ദേഹം സെലക്ട് ചെയ്തത്.
ആ സെലക്ട് ചെയ്ത് പുള്ളിക്കാരൻ സ്കിമാറ്റിക്സ് വരച്ചു, സിമുലേറ്റ് ചെയ്തു, എന്നിട്ടൊരു പ്രോട്ടോടൈപ്പ് മോഡൽ ഒരു ബ്രെഡ് ബോർഡിൽ ചെറുതായിട്ട് അതൊന്ന് ജസ്റ്റ് വയർ ചെയ്തെടുത്തു, എന്നിട്ടൊരു ടെസ്റ്റ് സിഗ്നൽ കൊടുത്തു, അതിന്റെ ഔട്ട്പുട്ട് എടുത്ത് സ്കോപ്പിൽ നോക്കി, എന്നിട്ട് അതിന്റെ FFT എടുത്തു. FFT എടുത്തപ്പോൾ അയാൾക്ക് മനസ്സിലായി എനിക്ക് വേണ്ട ഫ്രീക്വൻസി കമ്പോണൻസിനോടൊപ്പം തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ ഫ്രീക്വൻസി കമ്പോണൻസ് വലതും ഇടതുമായിട്ട് നിപ്പുണ്ട്. അപ്പൊ അതിനെയൊക്കെ സപ്രസ് ചെയ്യണം. ഇത് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് മാറുമ്പോൾ ചിലപ്പോൾ മാറിയേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു അറ്റ്മോസ്ഫിയറിലാണോ വർക്ക് ചെയ്യുന്നത് ആ അറ്റ്മോസ്ഫിയറിന്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും അയാൾ ആ പ്രോഡക്റ്റ് ആ കമ്പോണന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഉള്ള കുഴപ്പം മാർക്കറ്റിൽ അത് ഒബ്സലേറ്റ് ആയി പോകും. ഇതൊക്കെ ചാലഞ്ചസ് ആണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ആണ്. ഇനി അതുപോലെ തന്നെ കൂട്ടുകാരെ, നിങ്ങൾ PCB ഡിസൈൻ ഒക്കെ സെറ്റ് ചെയ്തു, പക്ഷെ ഒരു ഗിവൺ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു കപ്പാസിറ്റർ സെലക്ട് ചെയ്തു, 4.7 PF-ന്റെ ഒരു കപ്പാസിറ്റർ സെലക്ട് ചെയ്തു. പക്ഷെ ഇപ്പൊ ഒരു സൈറ്റിലും ആ 4.7 PF അവൈലബിളും അല്ല. നിങ്ങളുടെ സ്റ്റോറിൽ, ഇലക്ട്രോണിക് സ്റ്റോറിൽ ഇരിക്കുന്ന അവിടെയും നിങ്ങൾക്ക് 4.7 PF അവൈലബിൾ അല്ല. എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ഇതൊക്കെയുള്ള ചാലഞ്ചസ് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എപ്പോഴും നമ്മളൊരു റെക്ടാങ്കുലർ ഡിസൈൻ തന്നെ വേണമെന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിക്കരുത്. ഒരു ഡിപ്ലോമക്കാരനോ ഒരു PCB ഡിസൈനിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാള് ഒരിക്കലും വാശി പിടിക്കരുത് എനിക്ക് ഇങ്ങനെ തന്നെ പറ്റത്തുള്ളൂ, റെക്ടാങ്കുലർ മാത്രമേ ഞാൻ ചെയ്തു കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല. എന്താണോ നമ്മുടെ ഡിസൈന് സ്യൂട്ട് ആവുന്നത് ആ രീതിയിലുള്ള ഒരു പ്രോട്ടോകോൾ അയാൾ സെലക്ട് ചെയ്യണം. അതുകൊണ്ട് കൂട്ടുകാരെ, ഒരു PCB ഡിസൈനർ എന്ത് പാടില്ല, സന്യാസവും പാടില്ല, തോന്നിയവാസവും പാടില്ല. സന്യാസം പാടില്ല എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ആയിട്ട് ആൾക്കാർ ചെയ്തു വെച്ച അതേ പ്രോട്ടോകോള് ഇഞ്ചോട് ഇഞ്ച് ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോളും പാടില്ല. അതുപോലെ തോന്നിയവാസവും പാടില്ല. കിട്ടുന്ന സാധനം വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഡിസൈൻ സെറ്റ് ചെയ്ത് ഒരു തട്ടിക്കൂട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കി നമ്മൾ കാണിക്കുന്ന പ്രോസസ്സും പാടില്ല. അതായത് സന്യാസവും പാടില്ല, തോന്നിയവാസവും പാടില്ല. കൃത്യമായിട്ടുള്ള ഡെഫിനിറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ഇതിന് കൃത്യമായിട്ടുള്ള IPC സ്റ്റാൻഡേർഡുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന അനലോഗ് സർക്യൂട്ട്സ് ആണ്. അപ്പൊ PCB ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട് കുറെ കാലമായിട്ട് നമ്മൾ കാശ് ശേഖരിച്ച് വെച്ച് ഒരു വീട് വെക്കും പോലെ തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാം എവിടെ നമുക്ക് കിച്ചൺ വേണം, കിച്ചണിൽ എന്തൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവണം, എവിടെയായിരിക്കണം ഒരു റെഫ്രിജറേറ്റർ വെക്കേണ്ടത്, എവിടെ വാഷിംഗ് മെഷീൻ വെക്കണം, അതുപോലെ തന്നെ നമുക്ക് തെർമലി ബേൺ ചെയ്യേണ്ട സ്ഥലങ്ങൾ എവിടെ വരണം, ഉടൻ ഫയർ എവിടെ നമുക്ക് ചെയ്യാൻ പറ്റും, ഗ്യാസ് എവിടെ പ്ലേസ് ചെയ്യണം, അതുപോലെ വാഷ്റൂം എവിടെ വരണം, എല്ലാം നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാറുണ്ട്. നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് 4 റൂം താണ്ടിയാണ് വാഷ് ബേസ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതൊരു മോശം ഡിസൈൻ ആണ്. നമുക്കെല്ലാം ഇമ്മീഡിയറ്റ് എഫക്റ്റില് കൃത്യമായിട്ടുള്ള മിനിമം സ്പീഡില്, മിനിമം പവർ കൺസപ്ഷനിൽ, മിനിമം സൈസിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത്, ഒരു വീട്ടിൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണോ അതിന്റെ വാസ്തു നോക്കി കൃത്യമായിട്ട് അതിന്റെ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, അതേ പ്രൊസീജിയർ തന്നെയാണ് ഒരു സീതാ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലാണ് പറയുന്നത്. വലിയ ഡിസൈൻ റൂൾസ് ഒക്കെ പറഞ്ഞ് എല്ലാവർക്കും ചിലപ്പോൾ പിടിയിട്ടണമെന്നില്ല. ഒരു സാധാ വീട് നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഒരു PCB ഡിസൈനറും ചെയ്യേണ്ടത്. അപ്പൊ കൂട്ടുകാരെ, ഒരു അനലോഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിലെ പഴയ ആൾക്കാരാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് മദർ ഉണ്ടെങ്കിൽ അവര്, ഗ്രാൻഡ് ഫാദർ, ഇവരൊക്കെയാണ് പഴയ ആൾക്കാർ. പുതിയ ആൾക്കാർ എന്ന് പറയുന്ന ആരൊക്കെയാണ്? നമ്മുടെ ഭാര്യ, അത് നമ്മുടെ അനിയന്റെ ഭാര്യ, ഇതെല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ ഒരു സ്പീഡ് കൂടിയ ആൾക്കാരാണ്. അപ്പൊ സ്പീഡ് കുറഞ്ഞതും കൂടിയ ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് കുഞ്ഞു മക്കളുണ്ട്, നോയ്സ് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ വീട്ടിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നോയ്സ് എന്ത് ചെയ്യാൻ പാടില്ല, എപ്പോഴും ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ഇപ്പൊ നോയ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ആയിട്ടൊരു ഏരിയ വേണം. അതായത് നമ്മുടെ കുഞ്ഞു മക്കളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടാവണം. നമ്മുടെ അമ്മയുണ്ട്, നമ്മുടെ കൂടെ താമസിക്കാൻ നമ്മുടെ അമ്മയുണ്ട്, നമ്മുടെ ഭാര്യയുടെ അമ്മയുണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള പൊരുത്തക്കേടുകളുണ്ട്, എല്ലാ വീടുകളിലും ഉണ്ട്, എന്റെ വീട്ടിലും ഉണ്ട്. അപ്പൊ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാവണം. അതുപോലെ തന്നെ ഞാനും എന്റെ അനിയനും തമ്മിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ എന്റെ വൈഫും അനിയന്റെ വൈഫ് ഇടപെടാറുണ്ട്. ഇത് നോയ്സ് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ കൂട്ടുകാർ, ഈ അനലോഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് നിർവഹിക്കണം. അത് ആരുടെ കഴിവാണ്? അവിടെ ഇരിക്കുന്ന ഡിസൈൻ എഞ്ചിനീയറിന്റെ കഴിവാണ്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചോളൂ, കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇതിന് പറയുന്നുണ്ട്. ഈ പ്രൊസീജിയർ എപ്പോഴും നിങ്ങൾ 100% ഇങ്ങനെ കടുംപിടുത്തം പിടിക്കണമെന്ന് പറയില്ല. ചില സമയങ്ങളിലൊക്കെ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ സമയവും നമ്മൾ ഈ വെള്ളത്തിന് മുകളിലുള്ള കളികളല്ല കളിക്കുന്നത്. നമ്മുടെ കളികൾ എവിടെയാണ്? ഇലക്ട്രോണിക്സുകാരുടെ കളികൾ വെള്ളത്തിന് അടിയിലുണ്ട്, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്,
അങ്ങ് സ്പേസിലുണ്ട്, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങ് കാശ്മീരിൽ ഉപയോഗിക്കാൻ പറ്റണം, അങ്ങ് രാജസ്ഥാനിൽ ഉപയോഗിക്കാൻ പറ്റും. 2 എക്സ്ട്രീം ടെമ്പറേച്ചർ, ആശാന്റെ നെഞ്ചത്തും കവടിക്ക് പുറത്തും എന്ന് പറയും പോലെ 2 എക്സ്ട്രീം ടെമ്പറേച്ചറുകളിലും കോമ്പാക്റ്റബിൾ ആവണം. അപ്പോൾ ഓരോ സമയവും എപ്പോഴും നമുക്ക് ഒരേ സെറ്റ് ഓഫ് റൂൾസ് പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ PCB ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. നിങ്ങൾ വിചാരിക്കും പോലെ ഒരു ഡിസൈനർ ഒരു കൃത്യമായിട്ട് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ഗർബർ ഫയലും ഡ്രിൽ ചാർട്ടും നിങ്ങളുടെ കയ്യിൽ നൽകുന്നു. നിങ്ങളൊരു പ്രൈവറ്റ് പാർട്ടിയെ ബാംഗ്ലൂരോ ചെന്നൈയെന്നോ കണ്ടുപിടിക്കുന്നു, അവർ PCB സെറ്റ് ചെയ്ത് തരുന്നു, നിങ്ങൾ പറഞ്ഞ അതേ സ്റ്റാൻഡേർഡിൽ അതേ തിക്നെസ്സിൽ അവർ ചെയ്തു തരുന്നു. ഇത് നേരെ കിട്ടുന്നത് എങ്ങോട്ടാണ് കൂട്ടുകാരെ? ഒരു QA/QC റൂമിലോട്ടാണ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റിലോട്ടാണ് ആദ്യം പോകുന്നത്. കണ്ണുകൊണ്ട് നോക്കി കൃത്യമായി ഇത്രയും കാലമായിട്ട് PCB കണ്ട് പരിചയപ്പെട്ട കുറെ ആൾക്കാരുടെ കയ്യിലോട്ടാണ് കിട്ടുന്നത്. അവർ നോക്കുന്നു, വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ് നോക്കുന്നു, കൃത്യമായിട്ടുള്ള കോൺടാക്റ്റുകൾ ഉണ്ടോ, ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ടെസ്റ്റ് അവരങ്ങ് ചെയ്തു നോക്കും. കണ്ടിന്യൂറ്റി ടെസ്റ്റ് നോക്കും, എവിടെയൊക്കെയാണ് പാത്തുകൾ മിസ്സിംഗ് ആയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് ട്രാക്കുകൾ മുറിഞ്ഞു പോയിട്ടുള്ളത്, ഏതൊക്കെ ഐസികളാണ് മിസ്അലൈൻ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നോച്ചുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അപ്പൊ എന്ത് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് കൂട്ടുകാരെ ആദ്യത്തെ സ്ഥലം, വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഒരു ഹോട്ട് ചേംബറിലോട്ടാണ്, തെർമൽ സൈക്ലിംഗ് ടെസ്റ്റിലോട്ടാണ് നേരെ പോകുന്നത്. PCBകളൊക്കെ അടുക്കി വെച്ച് കൃത്യമായിട്ട് തന്നെ ഒരു കേസിൽ വെച്ചിട്ട് ഏത് ടെമ്പറേച്ചറിലാണോ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എയറോസ്പേസ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ആ രീതിയിലുള്ള തെർമൽ സൈക്ലിംഗ് ടെസ്റ്റ്, അതിനൊരു കൃത്യമായിട്ടൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ഒരു BAD കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്യാം. അതിൽ നമ്മുടെ ബോർഡിനെ അവർ അനലൈസ് ചെയ്ത് നോക്കും. അനലൈസ് ചെയ്ത ശേഷം നേരെ പോകുന്നത് എൻവയോൺമെന്റൽ സ്ട്രെസ് സ്ക്രീനിങ്, അതായത് വൈബ്രേഷൻസും സ്ട്രെസ്സും ഏത് സ്റ്റാൻഡേർഡിലാണോ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എത്ര വൈബ്രേഷൻ ലെവലിൽ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ്, ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോകുന്നത് ESSലോട്ടാണ്. നമ്മൾ ആക്കുള്ളത് ERTL ഉണ്ട്. സോ ഇവിടെ നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ തിരിച്ചവിടെ എത്തും, പിന്നെയും QA/QCക്കാരുടെ കയ്യിലെത്തും. അപ്പോഴും നമ്മൾ ഇൻപുട്ട് കൊടുത്തു നോക്കുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അത് മാത്രമല്ല, ചില കമ്പണന്റുകളൊക്കെ ഇളകി പറഞ്ഞു പോയിട്ടുണ്ട്. ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല അവർ. അപ്പൊ JSS Penta 5 എന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതാണ് മിലിറ്ററിക്കാരുടെ സ്റ്റാൻഡേർഡ്. അവർ ഈ സ്റ്റാൻഡേർഡ് ചെയ്താൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇൻഡസ്ട്രി പോകുമ്പോൾ അവിടെ QA/QCക്ക് ഒരു എഞ്ചിനീയർ ഉണ്ട്. ഇനി നേവൽ ആർമെന്റ്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു QA/QC എഞ്ചിനീയർ വരും. പുള്ളിക്കാരനും എന്ത് ചെയ്യും, ഇത് വാലിഡേറ്റ് ചെയ്ത് നോക്കും. എല്ലാവരും ചെയ്യണ ഒരേ ഒരു കാര്യമുള്ളൂ, ബോർഡ് എടുക്കുന്നു, നമുക്ക് വേണ്ട റേറ്റിംഗ് ആൻഡ് സ്പെസിഫിക്കേഷൻ നോക്കുന്നു, എത്ര നോയ്സ് ഫ്ലോറിലാണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ നിൽക്കേണ്ടത്, അതറിയാൻ വേണ്ടിയിട്ട് ഒരു സിഗ്നൽ എടുത്ത് കൊടുക്കുന്നു, ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നു. ചുമ്മാ ഒരു FFT എടുത്ത് നോക്കും. നമ്മുടെ DSOയിൽ നമ്മുടെ ടെക്ട്രോണിക്സിന്റെയോ ഫ്ലൂക്കിന്റെ ഒക്കെ ഒരു സ്കോപ്പിനകത്ത് നമ്മൾ FFT എടുത്ത് നോക്കുന്നു. FFT എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഫ്രീക്വൻസി മാത്രമല്ല ഔട്ട്പുട്ടിൽ വേറെ വരുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു എഞ്ചിനീയർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബോർഡിനകത്ത് എന്തൊരു ഇൻപുട്ട് ഫ്രീക്വൻസി ആണോ കൊടുക്കുന്നത് അത് മാത്രമേ ഔട്ട്പുട്ടിൽ വരാൻ പാടുള്ളൂ. അതിന്റെ കൂട്ടുകാര്, അതിന് പരിചയമുള്ള ആൾക്കാർ, ഇവരൊന്നും വരാൻ പാടില്ല. കൂടെ നിൽക്കുന്ന ആൾക്കാരൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്ക് എന്ത് ചെയ്യണം, ഫ്രീക്വൻസി ഒരു PCBയുടെ സർട്ടിഫിക്കേഷന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ആധാർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻപുട്ട് ഫ്രീക്വൻസി എന്ത് കൊടുത്തോ അതേ ഫ്രീക്വൻസിയിൽ തന്നെ റെസ്പോൺസ് നമുക്ക് എവിടെ കിട്ടണം, ഔട്ട്പുട്ടിൽ കിട്ടണം. ഇതാണ് എന്റെ ഡിസൈൻ QA/QCയുടെ ഫൈനൽ വാലിഡേഷൻ. ഇതിന്റെ കൂടെ ഒരു ടോളറൻസ് റേഞ്ച്, ഇപ്പൊ നമ്മൾ ഒരു മെഗാഹെർട്സ് റേഞ്ചിലുള്ള ബാൻഡ് വിഡ്ത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കാൻ പറ്റുന്ന 10 kHz തൊട്ട് ഒരു 1 MHz വരെയുള്ള ഇൻപുട്ടുകൾ കൊടുക്കുന്നു. ഔട്ട്പുട്ട് നോക്കുമ്പോൾ 1 MHz ഒരു ശകലം കൂടി നിൽക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ ടോളറൻസ് ബാൻഡ് എന്നൊക്കെ പറയും. അതൊക്കെ കുറച്ച് അക്സെപ്റ്റബിൾ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് റെഡിയാണ് അവർ എല്ലാത്തിനും. കാര്യം ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കും, അതിനൊരു നോൺ ലീനിയർ ബിഹേവിയർ പെട്ടെന്ന് തന്നെ കാണിക്കും. സോ ലീനിയർ ബിഹേവിയർ ഓഫ് PCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊരു ഫ്രീക്വൻസി ആണോ ഇൻപുട്ടിൽ കൊടുത്തത് അതേ ഫ്രീക്വൻസി തന്നെ റെസ്പോൺസ് അത് തരണം. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഈ PCBക്ക് അതിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ PCB ഡിസൈനിൽ നിങ്ങൾ എളുപ്പം പരിപാടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വലിയൊരു കപ്പാസിറ്റർ ആണ് നിങ്ങളോട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എത്രത്തോളം IC വെച്ചോളൂ, റെസിസ്റ്റേഴ്സ് വെച്ചോളൂ, കപ്പാസിറ്റേഴ്സ് വെച്ചോളൂ, കൃത്യമായിട്ടുള്ള ഡിസൈൻ റൂൾസ് എല്ലാം ഫോളോ ചെയ്തോളൂ, ഇൻഎഫക്റ്റീവ് ആയിട്ട് ആ PCB ഒരു കപ്പാസിറ്റീവ് ആക്ഷൻ ആണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് എഫക്ട് കപ്പാസിറ്റി എഫക്ട് ഉണ്ടാവും. അപ്പൊ ഒരു കപ്പാസിറ്റി എഫക്ട് എന്ന ഒരു ഡൈലക്ട്രിക് എഫക്ട് ആണ് അവിടെ ആദ്യം കിട്ടുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് കൂട്ടുകാരെ, ചാർജുകൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോറേജിന്റെ ഒരു സംഭവമുണ്ട്. ഇതെന്ത് സംഭവിക്കും, നോയ്സും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ കൂടെ പോകുമ്പോഴേക്കും പലതരത്തിലുള്ള സെക്കൻഡ് ഓർഡർ എഫക്റ്റുകൾ, നോൺ ലീനിയർ എഫക്റ്റുകളിലേക്കൊക്കെ പോകും. ഇതൊക്കെ തലവേദന പിടിച്ച പരിപാടികളാണ്.
ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറെ ഡിസൈൻ റൂൾസ് ഉണ്ട്. ഇത് നിങ്ങൾ ആദ്യം പിള്ളേർക്ക് പഠിപ്പിക്കണം. ഇതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കേട്ട് പോയ കാര്യങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇങ്ങനെ ആവണം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം വരുമ്പോൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഏറ്റവും പ്രൈമ ഫേസി ആയിട്ട് നമുക്ക് എന്തുണ്ടാവണം, നമ്മുടെ PCBക്ക് ഒരു തലയും കാലും ഉണ്ടാവണം. തലയും കാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ മാനേജ്മെന്റിന്റെ ഒരു പവർ സപ്ലൈയിങ് യൂണിറ്റ് വേണം. അതുപോലെ തന്നെ ഈ പവർ കൃത്യമായിട്ടുള്ള പാത്തുകളിലൂടെ സഞ്ചരിച്ച് അതെന്ത് ചെയ്യണം, ഗ്രൗണ്ടിലെത്തണം. നമ്മുടെ വീട്ടിൽ എന്തുണ്ടാവണം കൂട്ടുകാരെ, ഒരു ടാപ്പ് തുറന്നാൽ വെള്ളം വരണം. എന്തുണ്ടാവണം, ടാങ്കിൽ വെള്ളം ഉണ്ടാവണം. അത് ഉപയോഗത്തിന് ശേഷം എന്ത് ചെയ്യണം, അവിടെ കെട്ടിക്കിടക്കാൻ പാടില്ല. കെട്ടിക്കിടന്നാലും നിങ്ങൾക്കറിയാം എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവും. അത് കൃത്യമായിട്ട് ഒഴുകി ഗ്രൗണ്ടിലേക്ക് പോകും. ഈ പാത്ത് സ്മൂത്ത് ആയിരിക്കണം. ഈ പാത്ത് തടസ്സങ്ങൾ വരാൻ പാടില്ല. ഈ പാത്തിൽ എന്ത് വരാൻ പാടില്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇന്റർഫറൻസുകൾ വരാൻ പാടില്ല, ഇന്റേണൽ ആയിട്ടുള്ള ഒപ്പോസിഷൻസും വരാൻ പാടില്ല. നമുക്ക് ശത്രുക്കൾ അകത്തുമുണ്ട് പുറത്തുമുണ്ട്. നമുക്ക് അകത്തുള്ള ശത്രുക്കൾ മാത്രമല്ല ഉള്ളത്, ഇലക്ട്രോണിക് ബോർഡിനകത്ത് പുറത്തുള്ള ശത്രുക്കളും ഉണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു EMI EMC ടെസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടെ ചെയ്താൽ മാത്രമേ ഇത് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ഇൻഡസ്ട്രി വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പൊ ഇതിനുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് നമുക്ക് ബാലപാഠങ്ങളിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഗ്രൗണ്ടിങ്ങിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം കൂട്ടുകാരെ മനസ്സിലാക്കാം, നമ്മൾ എടുത്തിട്ടുള്ള ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ കാര്യമല്ല പറയണത്. നമ്മുടെ സിലബസിൽ പറയുന്ന കാര്യം അനലോഗ് സർക്യൂട്ട്സ് ആണ്. കാരണം ഞാൻ സംസാരിക്കുന്നത് അനലോഗ് സിഗ്നലാണ്. എന്റെ കമ്പ്യൂട്ടറിൽ ആദ്യം പ്രോസസ് ചെയ്യുന്ന ബോർഡ്, എന്റെ ഫസ്റ്റ് പ്രോസസ് ചെയ്യുന്ന സിഗ്നൽ കണ്ടീഷൻ ചെയ്യുന്ന ബോർഡ് അനലോഗ് ബോർഡാണ്. അതിനുശേഷം എനിക്ക് എന്ത് വരുന്നുണ്ട്, ഡിജിറ്റൽ ബോർഡ് വരുന്നുണ്ട്. സോ ഇൻഎഫക്റ്റീവ്ലി നമ്മളെല്ലാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ആവട്ടെ, റെഫ്രിജറേറ്റർ, എന്ത് ഇലക്ട്രോണിക് ആകുമ്പോൾ അതൊരു മിക്സഡ് സർക്യൂട്ട് ബോർഡാണ്. അനലോഗിന്റെയും ഡിജിറ്റലിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് കൂട്ടുകാരെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അനലോഗിന്റെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ റൂളുകൾ ഫോളോ ചെയ്യാം. ഈ ഡിസൈൻ റൂൾ ഫോളോ ചെയ്താലും 100% ഐ കാൺ ഗ്യാരണ്ടി, 100% പറയാൻ പറ്റൂല ഇത് കൃത്യമായിട്ട് നോയിസ് ഫ്രീ ആയിട്ട് നിങ്ങൾ പറയുന്ന റേറ്റിംഗ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഔട്ട്പുട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. യു ക്യാൻ ഗെറ്റ് എ മാക്സിമം. അപ്പൊ ഉള്ളതിൽ മാക്സിമം ഡിസൈൻ റൂൾസുകൾ എന്ത് ചെയ്യും, ചിലയിടത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് സോഫ്റ്റ്വെയറിൽ. ഇനി അതുപോലെ തന്നെ ഈ ഫൈനൽ ആയിട്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിലൂടെ നമ്മുടെ ഡിസൈൻ വാലിഡേഷൻ ചെയ്യേണ്ട വകുപ്പുകളുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ഡിസൈനർ ആ പോകുന്ന പാത്തിലും അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആളിലും നമുക്ക് എന്തുണ്ടാവണം കൂട്ടുകാരെ, ഒരു വാലിഡേഷൻ ഉണ്ടാവണം. കാണുന്ന ആളിനെ പിടിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, തോന്നിയവാസം പാടില്ല. ഇന്ന വെൻഡറെ കിട്ടിയില്ല അതുകൊണ്ട് അയാൾ ബിസിയാണ്, മറ്റേ ആളെ കൊടുത്തു. അയാളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമുക്ക് അറിയില്ല, അയാൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി നമുക്ക് അറിയില്ല. ഇത് അറിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കാതിരിക്കുക. സോ എപ്പോഴും നമുക്ക് ഇത് നിങ്ങൾ ചെയ്തു വെക്കുന്ന സാധനം കൂട്ടുകാരെ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഈ സമയങ്ങൾ കളഞ്ഞു കൂട്ടി ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സാധനം ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്, ഒരു ഹസാർഡാണ് ഈ സാധനം. അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടെ നേരെ മണ്ണിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അത്രയും പ്രിസിഷനോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ, ഒരു ഡിസൈനിനെ കൃത്യമായിട്ട് അതിന്റെ ഫ്ലോയിൽ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോബിലിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫീസിബിൾ റേഞ്ചിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി വന്ന ഫൗണ്ടേഷൻ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കൂട്ടുകാരെ, നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ആദ്യം ലാബ് റെക്കോർഡിൽ എഴുതി കൊടുക്കുന്നു PCB ഡിസൈൻ റൂൾസ് ഫോർ അനലോഗ് സർക്യൂട്ട്സ്. എന്നിട്ട് അടുത്ത് നമുക്ക് എയിം പറഞ്ഞു കൊടുക്കാം, എന്തൊക്കെയാണ് നമ്മുടെ എയിമുകൾ എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ PCBയുടെ ബേസിക് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ മാനുഫാക്ചർ പറയുന്ന ടോളറൻസ് റേഞ്ച് വേണം. അത് ഡയമെൻഷനിലും വേണം. അതുപോലെ തന്നെ അതിൽ ഉൾക്കൊള്ളുന്ന സ്ക്രൂ, നട്ട്, ബോൾട്ട്, എല്ലാം ആ ഒരു M4 സ്റ്റാൻഡേർഡ് ആണ്. M4 M3 M2 ഏത് സ്റ്റാൻഡേർഡ് പറയുന്നത് അത് വേണം. ആ സ്ക്രൂവിന് ശേഷം ചെറിയൊരു ടോളറൻസ് ബോർഡും നമുക്ക് വേണം. ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നിലധികം ബോർഡുകളെ കപ്പിൾ ചെയ്ത് ഒരു കുട പോലെ ആക്കേണ്ടി വരും. ചില സമയങ്ങളിൽ നമുക്കൊരു മിസൈലിനകത്ത് ഡൈഫാർ കാർഡുകൾ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഡൈഫാർ കാർഡ് എപ്പോഴും നമ്മൾ സ്പെറിക്കലും ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ, ഒരു കോൺസെൻട്രിക് ഷേപ്പിലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഒരു സെൻട്രൽ റോഡ് ഉണ്ടാവും. ഈ റോഡിലോട്ട് CD നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആയിരിക്കും വെക്കേണ്ടത്. അപ്പം സെൻട്രലിൽ നമ്മൾ വയ്ക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടാവും. ഇതിനകത്തൂടെ ഒരു ഇലക്ട്രോണിക് ബോർഡ് പോയിട്ടുണ്ടാവും. ആ ഇലക്ട്രോണിക് ബോർഡിലായിരിക്കും നമ്മുടെ ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്യുന്നത്. അത് സിഗ്നൽ എന്ത് ചെയ്യും, ഏതൊരു നോൺ ഇലക്ട്രിക് ക്വാണ്ടിറ്റി ആണോ പിക്കപ്പ് ചെയ്യേണ്ടത് അതിനെടുത്തുകൊണ്ട് ഈ സെൻട്രൽ കണ്ടക്ടറിലൂടെ വരും. ഈ സെൻട്രൽ കണ്ടക്ടർ ചുറ്റുമായിരിക്കും നമ്മൾ ഡൈഫാർ ബോർഡുകളാണ് കണക്ട് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, സിഗ്നലിനെ പ്രോസസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പേസിലായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹൗസിങ്ങിനകത്തോട്ട് ഈ സിഗ്നൽ എന്ത് ചെയ്യും കൂട്ടുകാരെ, ഒരു സർഫസ് ഇലക്ട്രോണിക് ബോർഡിലൂടെ
ഇതെന്ത് ചെയ്യും, നമ്മുടെ റിസീവറിലെത്തും. റിസീവറിൽ ക്രോസ് ചെയ്ത് സോണാർ വഴിയോ റഡാർ വഴിയോ ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ്. ഇതൊക്കെ ഒരു മിലിറ്ററി ലെവലിലുള്ള കാര്യങ്ങൾ കണ്ടുവരുന്നതാണ്. ഇപ്പം വെള്ളത്തിനടിയിലാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ ഈ സബ്മറൈൻ്റെ ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ ടോർപിഡോയുടെ ലൊക്കേഷൻ, അതായത് നമ്മുടെ ഫയർ ചെയ്യുന്ന ടോർപിഡോ ലൊക്കേഷൻ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സോണോബോയ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ സോണോബോയുടെ എന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ ഉണ്ടാവും. ഈ ബലൂൺ എന്ത് ചെയ്യും കൂട്ടുകാരെ, വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. ആ പൊങ്ങിക്കിടക്കുന്ന ബലൂണിനകത്തായിരിക്കും നമ്മുടെ ഇലക്ട്രോണിക് ബോർഡ് ഇരിക്കുന്നത്. ഇതിന്റെ അറ്റത്ത് എന്തുണ്ടാവും, ഒരു ലോങ് കേബിൾ ഉണ്ടാവും. ആ കേബിളിലായിരിക്കും നമ്മുടെ ട്രാൻസ്ഡ്യൂസർ ഒരു ഹൾ അറേഞ്ച്മെന്റിൽ കിടക്കുന്നത്. അത് വെള്ളത്തിൽ കിടക്കുമ്പോൾ സ്മൂത്ത് ആയിട്ടൊരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഒരിക്കലും സിങ്ക് ആയി പോവാത്ത രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും. ഈ സർഫസ് ഇലക്ട്രോണിക്സ് യൂണിറ്റ് സിഗ്നലിനെ സ്മൂത്ത് ആക്കിയിട്ട് നേരെ എന്ത് ചെയ്യും, സോണാറിലേക്ക് അയച്ചു കൊടുക്കും. അവിടെയും ഒരു PCB ഇരിപ്പുണ്ട്. അവിടെയും PCB വർക്ക് ചെയ്താലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പൊ എല്ലായിടവും ഈ സാധനം വേണം. നിങ്ങൾ എന്താണോ നമ്മൾ ഡിസൈനിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരു ഡിസൈൻ പ്രോട്ടോകോൾ നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പം എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ആ മാനുഫാക്ചറിങ് പ്രൊസീജിയറിനകത്ത് നമ്മളിതൊക്കെ വയ്ക്കുമ്പോൾ അത് ഒരു ഈ കടകടാണെന്ന് അടിക്കാൻ പാടില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹാൻഡ് ഷേക്ക് പോലെ ഇരിക്കണം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കൃത്യമായിട്ട് കൈ കൊടുക്കുന്ന രീതിയിൽ ഫിറ്റ് ആൻഡ് പ്ലേസ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അകത്തും പ്രശ്നങ്ങൾ ഉണ്ടാവും, പുറത്തും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാഡുകളുടെ സൈസ്, വയാസിന്റെ സൈസ്, കമ്പോണൻസിന്റെ സോൾഡറിങ് പോയിന്റുകൾ, ഇവരുടെയൊക്കെ ഡയമെൻഷൻസ്, അടുത്തടുത്തിരിക്കുന്ന അവരുടെയുള്ള മിനിമം ഡയമെൻഷൻസ് എത്രയായിരിക്കണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്യാനുള്ള ബേസിക് മെത്തേഡുകൾ. കംപ്ലീറ്റ് ആയിട്ടൊന്നും കളയാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കുറച്ച് നേരത്തേക്ക് നമുക്ക് മതിലടിച്ച് നിർത്താം. കുറെ കഴിയുമ്പോൾ ഇത് മതിൽ ചാടി വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബോർഡിനെ റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ കമ്പോണൻസിനെ റീപ്ലേസ് ചെയ്തൊക്കെ നമുക്ക് ചില സമയങ്ങളിലൊക്കെ മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരെ, ഈ സിഗ്നൽ എന്ത് ചെയ്യണം, സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് തന്നെ പോകണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നു അല്ലെ, അത് വൺ ഡയറക്ഷനിലായിട്ട് അങ്ങോട്ട് എത്തുന്നു. ഞാൻ അതുപോലെ തിരിച്ച് ഇങ്ങോട്ടും വരുന്നുണ്ട്. തിരിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ കേൾക്കാൻ പാടില്ല. അതായത് ഒരു റിഫ്ലക്ഷൻ എഫക്ട് അവിടെ ഉണ്ടാവാൻ പാടില്ല. സിഗ്നൽസിന് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഒരു റിഫ്ലക്റ്റീവ് എഫക്ട് ഉണ്ടാവാൻ പാടില്ല. അത് ഒഴിവാക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇമ്പിഡൻസുകൾ കൃത്യമായിട്ട് സ്മൂത്ത് ആയിട്ട് പോകണം. നമ്മൾ ഈ ഇമ്പിഡൻസുകളൊക്കെ കമ്പോണൻസിന് മാത്രം പറഞ്ഞാൽ പോരാ, ബോർഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്തുള്ള ട്രാക്കിലും അതുപോലെ തന്നെ വയാസിലും എല്ലാം ഈ ചെറിയ ചെറിയ ഇമ്പിഡൻസുകളും കപ്പാസിറ്റൻസുകളും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ട്രാൻസ്മിഷൻ ലൈനാണ് ശരിക്കും നമ്മൾ ഒരു PCBയുടെ ഒരു മോഡലിംഗിൽ നമുക്കൊരു ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് PCBs അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ ട്രാൻസ്മിഷൻ ലൈൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ലോഡ്. അപ്പൊ ഇമ്പിഡൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യണം. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ തലവേദന, നമ്മൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ, ഒരു സെമി കണ്ടക്ടർ ഡിവൈസുകൾ എപ്പോഴും ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. തെർമൽ കൺസിഡറേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അത് കൺസിഡർ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ IIT ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവിടുത്തെ ടെമ്പറേച്ചർ ചിലപ്പോൾ സമ്മറിലൊക്കെ ഒരു 10-60 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 25-26 ആയിരിക്കും വെച്ചിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ പുറത്തുള്ള ടെമ്പറേച്ചർ 12 ഡിഗ്രിയും 13 ഒക്കെ ആയാലും അകത്തുള്ള ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ആൾക്കാരുടെ ജീവനല്ല അവിടെ പ്രാധാന്യം. അവിടെ വെച്ചിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഇത്രയും വില കൊടുത്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ലോങ് ലൈഫിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സെമി കണ്ടക്ടർ ഡിവൈസുകൾ എപ്പോൾ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ, ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഇനി കമ്പോണൻസുകൾ വാങ്ങിച്ച് നിങ്ങളെ ലാബിൽ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഈ തകരപ്പറമ്പിൽ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ വഴിയോര കടകളിൽ കൊണ്ട് ഇങ്ങനെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ടിരിക്കും പോലെ ഇങ്ങനെ ഇട്ടിരിക്കാതെ കൃത്യമായിട്ടുള്ള ക്യാബിനറ്റുകളുണ്ട്, ഡീഹ്യൂമിഡിഫയിങ് യൂണിറ്റുകളുണ്ട്. ഇതിനകത്തൊക്കെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ തെർമൽ കൺസിഡറേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബോർഡിനകത്തുള്ള വയാസും അതിന്റെ പാഡ് സൈസ്, പിന്നെ അതുപോലെ ട്രേസ് വിഡ്ത്ത്, സ്പേസിങ്, പിന്നെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പേരും അഡ്രസ്സും ഒക്കെ എഴുതി വെക്കേണ്ടി വരും, സ്റ്റെൻസിലിങ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബേസിക് പ്രൊസീജിയർ എങ്ങനെയാണോ നമ്മൾ ലാബിൽ പിള്ളേർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു സമ്മറിയാണ്, ഒരു അലുവ മുറിച്ച പോലെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഒന്നായിട്ട് നോക്കാം. സോ ആദ്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ. നമ്മൾ ആദ്യം തന്നെ ഒരു PCB ബോർഡ് ഡിസൈൻ ചെയ്യും, വലിയ അത്ഭുതമൊന്നും സംഭവിക്കില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ഡിസൈൻ റൂളുകളൊക്കെ ഒരുപാട് വയലേഷൻസ് ഉണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് പതുക്കെ പഠിക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിലെ പഴയ ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ, അമ്മ, എന്റെ വൈഫിന്റെ അച്ഛൻ, അമ്മ, ഇവരെല്ലാം എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവരെല്ലാം ഒരുമിച്ച് ഒരു സൈഡിലോട്ട് മാറ്റാം. ഇനി അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ആൾക്കാരെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റാം. അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എപ്പോഴും മിനിമൽ ആക്കണം. അവർ തമ്മിൽ ബാലൻസ് ആക്കണം. അതിന് ജോലി നമുക്ക് ആ വീട്ടിലുള്ള നമുക്കാണ്. സോ വലത് സൈഡും ഇടത് സൈഡും തൂക്കി നോക്കുമ്പോൾ ബാലൻസ് ആയി നിൽക്കണം. ഇവിടെയും കൂടാൻ പാടില്ല, അവിടെയും കുറയാനും പാടില്ല. സോ രണ്ട് സൈഡും ഒരുപോലെ ബാലൻസ് ചെയ്ത് നിർത്തണം. അപ്പൊ അനലോഗിന്റെ ഗ്രൗണ്ട് വന്ന് ഡിജിറ്റലിൽ ബാലൻസ് ആവാനും പാടില്ല, ഡിജിറ്റലിന്റെ ഗ്രൗണ്ട് വന്ന് അനലോഗിലും ബാലൻസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു കോമൺ ഗ്രൗണ്ട് പ്ലെയിൻ കൊടുത്തു കഴിഞ്ഞാൽ അനലോഗ് സർക്യൂട്ടുകൾക്കും ഡിജിറ്റൽ സർക്യൂട്ടുകൾക്കും ഒരു ഐസൊലേഷൻ കിട്ടുകയും അവർ തമ്മിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ്
അതുപോലെ തന്നെ അപ്പുറത്തും നിന്നുള്ള എഫക്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തെന്ന് പറയും, ഒരു ലോങ് ലൈഫ് ആകുമ്പോഴേക്കും ഇതൊരു ആന്റിന പോലെയൊക്കെ റേഡിയേറ്റ് ചെയ്ത് കളയും. നമുക്ക് എന്ത് ഒരു സ്പെക്ട്രം അനലൈസർ ഒക്കെ വെച്ച് ഒരു ചെറിയൊരു വയറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോർഡിനകത്ത് എടുക്കുന്ന ഫ്രീക്വൻസി റേഡിയേഷൻ പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്പെക്ട്രം അനലൈസറിലൊക്കെ നമുക്കത് കിട്ടുകയും ചെയ്യും. അപ്പൊ അത് ഇതൊക്കെ ലീക്കേജ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഡേറ്റ സെക്യൂരിറ്റി സർവൈലൻസ് സിസ്റ്റത്തിലാണ് ഈ ബോർഡ് ഉണ്ടാക്കി അങ്ങ് കാശ്മീരിന്റെ ബോർഡറിൽ പോയി നിൽക്കുന്നത്. ഈ ഡേറ്റയുടെ ലീക്കേജ് അപ്പുറത്ത് പാകിസ്ഥാനും കിട്ടുന്നു, എനിക്കും കിട്ടുന്നു. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവത്തിന്റെ ആവശ്യമില്ല. ഞാനും എന്റെ ആളുമായിട്ട് സംസാരിക്കുന്ന കാര്യം വേറൊരാൾ കേൾക്കുകയാണെങ്കിൽ പിന്നെ അതിന് എഫക്റ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് കൂട്ടുകാരെ, ഇതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ പാളിച്ചകൾ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മളെ തലയും വാലും ഒക്കെ ശരിയാക്കുക. അതായത് ഗ്രൗണ്ടും ബി സി സിയും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈലക്ട്രിക് ആണ്. അതിന് മുകളിൽ നമുക്ക് പവർ സപ്ലൈ വരുന്നുണ്ട്, ഒരു ഗ്രൗണ്ട് പ്ലെയിൻ വരുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അവിടെ കപ്പാസിറ്റൻസ് ഉണ്ട്, പിന്നെ നമ്മളെ ബോർഡിന് ഒരു തിക്നെസ് ഉണ്ട്. അപ്പൊ ഇത് കാരണം എന്തുണ്ടാവും, ഉറപ്പായിട്ടും അവിടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടുകൾ എന്താണ്, നമ്മുടെ സർക്യൂട്ടിനെ ലീനിയാരിറ്റി അഫക്ട് ചെയ്യും. നമ്മുടെ ഇൻപുട്ടിൽ കൊടുത്ത ഫ്രീക്വൻസിക്ക് ഔട്ട്പുട്ടിൽ വരുന്ന ഫ്രീക്വൻസിക്കും തമ്മിൽ ഡീവിയേഷൻസ് ഉണ്ടാക്കും. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഒരു ആണിന്റെ ശബ്ദമായിട്ടാണ് കേൾക്കുന്നത് അല്ലെ. എന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഈ ക്വാസി പീരിയോഡിക് സിഗ്നൽ നിങ്ങൾ കേൾക്കുന്നത് എന്തായിട്ടാണ്, ഒരു ആൺകുട്ടിയുടെ ശബ്ദമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻ മാറി. ശരിക്കും സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ, അതിനകത്തൊരു ഇൻഫർമേഷൻ കണ്ടന്റ് ഉണ്ട്. ആ ഇൻഫർമേഷൻ കണ്ടന്റ് ഒളിഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസിയിലാണ്. ഫ്രീക്വൻസി മാറി എല്ലാം മാറി. നിങ്ങൾക്ക് അറിയാലോ, കപ്പാസിറ്റർ എന്ന സാധനം ഫ്രീക്വൻസിയെ മാറ്റാൻ പറ്റുന്ന സംഭവമാണ്. അതിനകത്തുള്ള ചാർജുകളുടെ ആക്സലറേഷൻ ഡിസലറേഷൻ അനുസരിച്ച് ഫ്രീക്വൻസി സൈക്ലിക് നേച്ചറിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെ ഇൻഫർമേഷനും കൊണ്ട് മാറും. അപ്പൊ പലപ്പോഴും ഉള്ള പ്രശ്നം എന്താ, ഈ മിലിറ്ററി സ്റ്റാൻഡേർഡ് കമ്പൗണ്ട്സിന്റെ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും, അതിനെ വൺ ടൈം ഒരു സിഗ്നൽ അങ്ങോട്ട് പാസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ വലിയ ചാലഞ്ചസ് ഇത് ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ ജനറൽ പർപ്പസ് ബോർഡുകൾ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ഇത് ഫോളോ ചെയ്യും. പക്ഷെ മസ്റ്റ് ആയിട്ട് മിലിറ്ററി സ്റ്റാൻഡേർഡിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഗ്രൗണ്ട് പൊട്ടൻഷ്യലിന്റെ ക്ലിയറൻസ്. അത് കൃത്യമായിട്ടും ഒരു സ്റ്റാർ ടോപ്പോളജി അനുസരിച്ച് ബാലൻസ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു എസ് പാരാമീറ്റർ എന്ന സാധനമുണ്ട്. ഈ എസ് പാരാമീറ്റർ കൂടിക്കോളും. ഒരു ബോർഡിന്റെ ഇവാലുവേഷൻ നമ്മൾ ഒരു നെറ്റ്വർക്ക് ലെവലിൽ നോക്കുമ്പോൾ ഒരു എസ് പാരാമീറ്റർ ഉണ്ട്. ഈ എസ് പാരാമീറ്റർ കൊണ്ട് മാറും. എസ് പാരാമീറ്റർ മാറുമ്പോൾ അതിനുള്ള ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് മാറും. ട്രാൻസ്മിഷൻ പാരാമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഇംപിഡൻസ് മാച്ചിങ് ലോസ് ആവും. അങ്ങനെ സിഗ്നലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. ചിലപ്പോൾ നമ്മൾ പോയ സിഗ്നൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതവിടെ എത്തിയിട്ടുണ്ടാവില്ല. അവിടെ നിന്നൊരു സിഗ്നല് ഇപ്പൊ വെള്ളത്തിനടിയിലാണ് നമ്മൾ കിടക്കുന്നത് വെച്ചാൽ രണ്ട് സബ്മറൈൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ എല്ലാം ഒരു PCB ബോർഡാണ് ഈ ട്രാൻസ്ഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സിഗ്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കിട്ടാത്ത അവസ്ഥ വരും. ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഒരു ബേസിക് കാരണം നമ്മുടെ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാത്തതുകൊണ്ടാണ്. ഈ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ മിസ്മാച്ച് ആണ്. അപ്പൊ അനലോഗ് ഗ്രൗണ്ട് എന്താണെന്നും ഡിജിറ്റൽ ഗ്രൗണ്ട് എന്താണെന്നും പിള്ളേർക്ക് കണ്ടാൽ മനസ്സിലാവണം. അല്ലെങ്കിൽ ഒരു ബോർഡ് എടുത്ത് രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ അനലോഗ് ഗ്രൗണ്ടും ഡിജിറ്റൽ രണ്ടും സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ പോലും അനലോഗ് ഗ്രൗണ്ടും ഡിജിറ്റൽ ഗ്രൗണ്ടും അനലോഗ് റീജിയൻ ഒരു സൈഡിൽ വരണം, ഡിജിറ്റൽ റീജിയൻ ഒരു സൈഡിൽ വരണം. രണ്ടും പ്രത്യേകിച്ചായിരിക്കണം. അപ്പൊ ഒരു ബോർഡ് എടുത്ത് നോക്കുമ്പോൾ സാധാരണ പറയുന്ന ഒരു തമ്പ് റൂളാണ്, നിങ്ങൾ ബോർഡിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾ അനലോഗ് വെച്ചോളൂ, ബോട്ടം റൈറ്റ് കോർണറിൽ നിങ്ങൾ ഡിജിറ്റൽ വെച്ചോളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ കമ്പോണൻസിന്റെ സൈസും ഡയമെൻഷനും അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് ചില സമയം നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ വെക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും കഴിവിന്റെ പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യണം. അനലോഗിന്റെ സർക്യൂട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പിംഗ് കറക്റ്റ് ആയിരിക്കണം. അനലോഗിന്റെ ഓവർലാപ്പിംഗ് ഡിജിറ്റലിലും വരാൻ പാടില്ല, ഡിജിറ്റലിലെ ഓവർലാപ്പിംഗ് അനലോഗിലും വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ അവോയ്ഡ് ക്യാവിറ്റി എമിഷൻ അറ്റ് റേഡിയോ ഫ്രീക്വൻസി. നമുക്ക് നമ്മുടെ ഈ ബോർഡുകൾ PCB ബോർഡ് നിങ്ങൾ പല രീതിയിലുണ്ട്. പവർ റിക്വയർമെന്റ് അനുസരിച്ച് ബോർഡുണ്ട്, ഫ്രീക്വൻസിയുടെ ഓപ്പറേഷൻ അനുസരിച്ച് ബോർഡുണ്ട്, സ്പീഡ് റിക്വയർമെന്റ്സ് ബോർഡുകളുണ്ട്, പിന്നെ പല പല ഐറ്റം ബോർഡുകളുണ്ട്. അപ്പൊ ഈ RF വരുമ്പം നമ്മൾ സാധാരണ നമ്മൾ ബുക്കും പേനയിലും പഠിച്ച നെറ്റ്വർക്ക് തിയറി അല്ല. അവിടെ RF ഫ്രീക്വൻസീസ് വരുമ്പോൾ റേഡിയേഷൻ പാറ്റേൺസ് ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ഒരിക്കലും അത് മിസ്സാവാൻ പാടില്ല. ഈ ക്യാവിറ്റികളിലൂടെയൊക്കെ ഈ റേഡിയേഷൻസ് എസ്കേപ്പ് ചെയ്ത് പോകും. ഇത് ലോസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ലോസ് ഓഫ് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ട്രസ്റ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം കൂട്ടുകാരെ, ഇതാണ് മെയിൻറ്റെയിൻ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ. രണ്ടാമത്തെ കാര്യം, അണ്ടർസ്റ്റാൻഡ് പ്ലേസ്മെന്റ് ആൻഡ് റിട്ടേൺ പാത്ത്. നമ്മൾ എല്ലാം ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്തിലൂടെയാണ്. നമ്മൾ കൊടുത്ത പവർ ഒരു കൃത്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രൊസീജിയറിലൂടെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് പവർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
നമ്മൾ കൊടുത്ത പവറിൽ നിന്ന് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് പവർ എടുക്കാൻ പറ്റൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ക്ലോസ്ഡ് പാത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ തന്നിട്ടുള്ള പവറും ഡിസിപ്പേറ്റ് ചെയ്ത പവറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പവർ എന്തായിട്ടുണ്ട് അത് കൺസേർവ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോർഡിനകത്തും പവർ ലൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ റിട്ടേൺ പാത്തുകളുടെ റെസിസ്റ്റൻസ്, അതിന്റെ തിക്നെസ്, അതിന്റെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും. ബോർഡിനകത്തുള്ള അടുത്തടുത്തിരിക്കുന്ന എലമെന്റ്സ് തമ്മിലുള്ള ഇന്റർഫറൻസ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. സോ അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പോ നമ്മൾ വീട്ടിൽ വയറിംഗ് ഒക്കെ ചെയ്തു, ഫ്രഷ് ആയിട്ട് വയറിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരു ബൾബിന് ഒരു സ്വിച്ച് ഉള്ള കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ സ്വിച്ച് ഇടുമ്പോൾ അടുത്തിരിക്കുന്ന ബൾബും കൂടി ചെറുതായിട്ടൊന്ന് മിനിങ്ങുന്ന കാണാൻ പറ്റും. ഒരു ഇൻഡക്ഷൻ എഫക്ട് അവിടെ കാണാൻ പറ്റും ചില സമയത്ത്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും, വയറുകൾ തമ്മിലുള്ള ഇൻസുലേഷൻസിനൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൂട്ടുകാരെ, അനലോഗ് സർക്യൂട്ടിൽ ഇലക്ട്രോൺ ഓടിക്കളിക്കുമ്പോൾ ഡിജിറ്റൽ കമ്പോണൻസിലും അതിന്റെ ഒരു എഫക്ട് ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ ഒരു ഐസൊലേഷൻ അത്യാവശ്യമാണ്. അത് കൃത്യമായിട്ട് ആ ഡിസൈനർ എന്ത് ചെയ്യണം, അത് സെലക്ട് ചെയ്യണം. അത് അയാളുടെ കയ്യിലുള്ള കാര്യമാണ്. ചിലപ്പോൾ കൊടുക്കുമ്പോൾ അനലോഗ് കമ്പോണൻസും ഡിജിറ്റൽ കമ്പോണൻസ് ഇങ്ങനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. പക്ഷെ പോർട്ട് വെക്കാനോ ടെസ്റ്റ് പോയിന്റുകൾ വെക്കാനോ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ടെസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. TP ചിലപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. ടെസ്റ്റ് പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബോർഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ബ്രെഡ് ബോർഡിലല്ല, ഒരു PC ബോർഡിലാണ്. ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ മാക്സ് SMD ബോർഡ് ആണെങ്കിൽ ഒരു 2 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ പാഡൊക്കെ കേടായി പോകും. പിന്നെ നമ്മുടെ ഹോൾ ത്രൂ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ റീപ്ലേസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷെ SMD ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ടെസ്റ്റ് പോയിന്റുകൾ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഇട്ടില്ല എങ്കിൽ നമുക്ക് ആ ട്രബിൾ ഷൂട്ട് ചെയ്യാനും, പിന്നെ അതുപോലെ എപ്പോഴെങ്കിലും നമുക്ക് ഈ ഡിസൈനിനെ വെരിഫൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഡിസൈനിൽ മോഡിഫിക്കേഷൻ വരുന്ന സമയത്തോ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാനുള്ള പോയിന്റുകളാണ് ടെസ്റ്റ് പോയിന്റുകൾ. ആ ടെസ്റ്റ് പോയിന്റ് ഇടേണ്ട സ്പേസ് വരത്തില്ല. ഇനി അതുപോലെ തന്നെ പോർട്ടുകൾ നമുക്ക് കണക്ട് ചെയ്യണം, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ കണക്ട് ചെയ്യണം. ഇനി പവർ സപ്ലൈയിൽ നിന്ന് ഇറങ്ങി വരുന്ന കുറച്ച് ലൈൻസുകൾ ഉണ്ടാവും, അത് വന്ന് ചേരുന്ന പോയിന്റുകൾ, ചിലപ്പോൾ അത് ബോർഡിന്റെ സെന്ററിലൊക്കെ ആയിപ്പോവും. ഇങ്ങനെയുള്ള കുറച്ച് തലവേദനകളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ബുക്കും പാനലിലും ഒക്കെ പറയാമെങ്കിൽ പോലും ഒരു ആക്ച്വൽ ഡിസൈനറിന്റെ പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ ആ ICയുടെ സൈസും ഡയമെൻഷനും, ആ വീട്ടിനകത്തുള്ള പവർ ഹൗസ് എന്താണോ, ആ വീട്ടിലെ പവർ ഹൗസ് മെയിൻ പവർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് ഫങ്ഷൻസ് ആണ് മോർ ഇമ്പോർട്ടന്റ്. ആ ഫങ്ഷൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് തരത്തിലുള്ള കോംപ്രമൈസ് ഇതിനകത്ത് നടത്താം, അതിൽ ഒരു മാറ്റമില്ല. എന്ത് തരം കോംപ്രമൈസിനും റെഡിയാണ്. ഫങ്ഷൻസ് ആണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പണി അവസാനിക്കുന്നില്ല. ഇപ്രാവശ്യം നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതിന്റെ ഫങ്ഷൻസ് ഇത്രേ കിട്ടുന്നുള്ളൂ. അടുത്ത 2 വർഷം കഴിയുമ്പോൾ നമ്മൾ പുതിയ മോഡ് വെച്ചിട്ട് പുതിയ ഇറക്കുക. അതാണ് നമ്മൾ ഈ ഫോണുകളൊക്കെ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സോ ബോർഡുകൾക്കുള്ള ലൈഫിനെക്കാളും നമുക്ക് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ആണ്. അപ്പൊ ഫങ്ഷൻസിൽ നോക്കിയിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള അറേഞ്ച്മെന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ എനിവേ, ഒരു സീതാ ബേസിക് ഡിസൈനിൽ അനലോഗ് കമ്പോണൻസിന് ഒരു കൃത്യമായിട്ടൊരു സ്പേസ് കൊടുക്കുന്നതും ഡിജിറ്റൽ കമ്പോണൻസിന് ഒരു സ്പേസ് കൊടുക്കുന്നതും, ഇതിനിടയ്ക്ക് ADC എന്നൊരു ആൾ വരും, അനലോഗ് ടു ഡിജിറ്റൽ കൺവെർഷൻ, അതുപോലെ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർഷൻ. അത് പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് വരും. അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അനലോഗിൽ വെക്കാൻ പറ്റൂല, സ്ഥലം കാണില്ല. ഡിജിറ്റലിൽ വെക്കാനും പറ്റൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബോർഡറിൽ വെക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ ബോർഡുകളെല്ലാം ഡിജിറ്റലിന്റെ കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ADCകളൊക്കെ നമ്മൾ വെക്കുന്നത്. അപ്പൊ ആ ADCയുടെ സ്പീഡിനനുസരിച്ചും അതിനകത്തുള്ള പ്രൊപ്പഗേഷൻ ഡിലേ അനുസരിച്ചും ഒക്കെ ആയിരിക്കും അതിന്റെ കൺവെർഷൻ സ്പീഡ് അഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പൊസിഷൻ ആയിരിക്കും നമ്മൾ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡൈനിങ് റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചാൽ എന്തായാലും നമ്മളെ കേരള സിസ്റ്റം അനുസരിച്ച് നമുക്ക് കൈ കഴുകിയേ പറ്റത്തുള്ളൂ. വാഷ് ബേസ് എവിടെ വേണം, വിത്തിൻ ഇമ്മീഡിയറ്റ് പ്ലേസിൽ വേണം. അതുപോലെ തന്നെ അനലോഗ് കമ്പോണൻസ് എന്തായാലും പണിയെടുത്ത് സിഗ്നൽ കണ്ടീഷൻ ചെയ്ത് പ്രോപ്പറാക്കി തന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ ലെവലിലോട്ട് മാറ്റണമെങ്കിൽ എന്തായാലും ADC വേണം. ADC തപ്പി നമുക്ക് 5 കിലോമീറ്റർ ദൂരെ പോകാൻ പറ്റൂല, അല്ലെങ്കിൽ ബോർഡിന്റെ ബോട്ടത്ത് പോകാൻ പറ്റൂല. നമുക്ക് എവിടെയാണോ നിയറസ്റ്റ് പ്ലേസ്മെന്റ്, അപ്പൊ ആ ഒരു സർക്യൂട്ടിന്റെ ബ്യൂട്ടി, ആ മ്യൂസിക് കറക്റ്റ് ആയിട്ട് വരണം. ആ മ്യൂസിക് കറക്റ്റ് ആയിട്ട് വരുന്നതിലാണ് നമ്മുടെ വിജയം. അത് ഓരോ ആൾക്കാരും മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 5-6 വർഷം നമ്മളൊരു ഡിസൈൻ എഞ്ചിനീയറിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു പ്രോട്ടോകോൾ ആയിരിക്കില്ല വേറൊരു ഡിസൈൻ എഞ്ചിനീയറിന്റെ കയ്യിൽ പോകുമ്പോൾ. അത് നമ്മൾ ഈ സിവിൽ ഡ്രോയിങ്ങിലും അതുപോലെയാണ്. ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് നമ്മൾ കൊടുക്കുന്നു, പല രീതിയിലാണ് വരയ്ക്കും. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അനലോഗ് കമ്പോണന്റും ഡിജിറ്റൽ കമ്പോണന്റുകളും തമ്മിലുള്ള സ്പേസിങ്ങും ഓറിയന്റേഷനും ഒക്കെ ശരിയായിരിക്കണം. പിന്നെ നിങ്ങൾ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനലോഗ് ഡിസൈൻ ഒക്കെ സെറ്റായി പ്രൂവ് ചെയ്തു, കുറച്ചു കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ സൈറ്റിൽ പോകുമ്പോൾ അവർ പറയുന്നത്, സാറേ ഫ്രീക്വൻസി ആണെങ്കിൽ 1 മെഗാഹെർട്സ് വരെ കിട്ടുന്നതാണ് നിങ്ങൾ ബാൻഡ് വിഡ്ത്ത് നമ്മൾ പറഞ്ഞത്, പക്ഷേ ഇപ്പൊ കിട്ടുന്നത് 1.5 മെഗാഹെർട്സ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലോ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇത്ര വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാൻഡ് വിഡ്ത്ത് ഓവർ റൈഡ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെയും നമുക്ക് കോൾ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ, ഒരു ഡോട്ടർ ബോർഡ്, അതല്ലെങ്കിൽ ചെറിയൊരു അഡീഷണൽ ബോർഡ്, ആഡ് ഓൺ ബോർഡ് നമുക്ക് ഇതിനകത്ത് വെക്കാനും പറ്റണം. ഇതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവണം. അപ്പം
നമ്മുടെ കസ്റ്റമറിനെ നമുക്കറിയാം, കസ്റ്റമറിന് എന്താണ് ഫ്യൂച്ചറിൽ മാറ്റേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ആഡ് ഓൺ സ്പേസുകൾ കൂടെ നമ്മളത് കൺസിഡർ ചെയ്യണം. പിന്നെ ചില ഡിസൈനേഴ്സ് പറയും എപ്പോഴും നമ്മൾ ആ ബോർഡിനകത്ത് പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൽ ആഡ് ചെയ്യണമെന്ന്. പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ആഡ് ചെയ്യുന്ന വന്നു കഴിഞ്ഞാൽ ആ ബോർഡിനകത്ത് അത് മാത്രമേ സ്ഥലം കാണത്തുള്ളൂ. അതുകൊണ്ട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തു വെക്കണം, അല്ലാതെ ബോർഡിനകത്ത് വലിയ പ്രൊട്ടക്ഷൻ സാധനങ്ങളെ കൊണ്ട് കയറ്റുന്നത് നല്ലതല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്പേസ് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു INS വിക്രാന്തിലൊക്കെ കയറേണ്ട ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. INS വിക്രാന്തിലൊക്കെ ഉള്ള സ്പേസ് റിക്വയർമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് നിങ്ങൾ കൊണ്ടുകൊടുത്തു, അതിന്റെ വെയിറ്റും സൈസും ഒക്കെ കൊണ്ടുകൊടുത്തു, അവർ പറയും അടുത്ത വർഷം ഒരു 5 വർഷം കഴിയുമ്പോൾ പറയും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് തരാൻ പറ്റുമോ, സൈസ് എങ്ങനെയെങ്കിലും കുറച്ച് തരാൻ പറ്റുമോ. അതിനകത്ത് ഇഷ്ടംപോലെ വയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പിൾ ആവുന്നുണ്ട്. ഈ വയേഴ്സിൽ നിന്നുള്ള ഇന്റർഫറൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് അഫക്ട് ചെയ്യും. അതുകൊണ്ട് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷീൽഡിങ്ങും ഗ്രൗണ്ടിങ്. അതിലൂടെ നമുക്ക് വരാം. സോ എനിവേ നമ്മൾ സ്പേസ് റിക്വയർമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എഞ്ചിനീയേഴ്സിന്റെ ചാലഞ്ച് പവർ കൺസപ്ഷൻ കുറയും. എന്ത് സംഭവിക്കും കൂട്ടുകാരെ? എനർജി റിക്വയർമെന്റ് കുറയും, മാസാമാസമുള്ള പവർ റിക്വയർമെന്റ് കുറയും, കറണ്ട് ബില്ല് കുറയ്ക്കാം. പിന്നെ അതുപോലെ സൈസ് റിക്വയർമെന്റ്, പോർട്ടബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അത് മാത്രമല്ല സ്പീഡും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ കമ്പോണൻസുകളെ ഞാൻ ഒരു 1000 കമ്പോണൻസ് ഉള്ള ബോർഡെന്ന് വിചാരിച്ചോ. 1000 കമ്പോണൻസ് നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു, അതിലൂടെ സിഗ്നൽ പാസ് ചെയ്ത് വിടുന്നു. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതാണ് എല്ലായിടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബേസിക് റൂൾ. അപ്പോൾ ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നു, ആ ടൈമിനനുസരിച്ച് ഒരു ഫ്രീക്വൻസി ഉണ്ട്, അതിലൂടെ ഒരു സിഗ്നൽ പാസ് ചെയ്ത് പോകുന്നു, ലോങ് ഡിസ്റ്റൻസിലൂടെയാണ് പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും കൂട്ടുകാരെ? അവിടെ ഒരു ഡിലേ ഉണ്ടാവും. x(t) എന്നൊരു സിഗ്നൽ കൊടുക്കുമ്പോൾ x(t - TDA വരത്തുള്ളൂ. അതെന്ത് ചെയ്യും കൂട്ടുകാരെ? നമ്മുടെ സിഗ്നലിന്റെ ഓവറോൾ ഫേസ് മാർജിനൊക്കെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം ഒറ്റ ചിപ്പിനകത്ത് മാക്സിമം എത്ര കമ്പോണൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും നോക്കണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈ ഡെൻസിറ്റി ഇന്റഗ്രേറ്റഡ് ബോർഡുകൾ. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? സിംഗിൾ ചിപ്പിലോട്ട് SOIC മാറാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് സ്പീഡ് കൂട്ടണം, പവർ കൺസപ്ഷൻ കുറയ്ക്കണം, മാസാമാസമുള്ള കറണ്ട് ബില്ല് കുറയ്ക്കണം. ഇത് മാർക്കറ്റിൽ കൊണ്ടുവച്ച് ആൾക്കാർ എന്ത് ചെയ്യണം? വിറ്റ് പോകണം. അതായത് പെട്ടെന്ന് ഡിമാൻഡ് ഉണ്ടാവണം. ഡിമാൻഡ് ഇല്ല, നമ്മൾ വലിയ മാൻ പവറും വലിയ മെഷീനറിയൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ അടിച്ചിറക്കി ഇപ്പോഴും റെക്ടാങ്കുലർ ബോർഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ആവശ്യം സർക്കുലർ ബോർഡാണ്, അല്ലെങ്കിൽ ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ബോർഡാണ്, അല്ലെങ്കിൽ ഒരു ക്യൂബിക്കൽ ഷേപ്പിലുള്ള ബോർഡാണ്. മാറുന്നില്ല, മൂവബിലിറ്റി ഇല്ല, ഫ്ലെക്സിബിലിറ്റി ഇല്ല, എങ്കിൽ പിന്നെ അത് മൂവ് ചെയ്ത് പോകത്തില്ല. അപ്പൊ മാർക്കറ്റിന്റെ ഡിമാൻഡിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ കൃത്യമായിട്ട് കമ്പോണൻസിന്റെ പ്ലേസ്മെന്റും ഡിജിറ്റൽ കമ്പോണൻസിന്റെ പ്ലേസ്മെന്റും ഒക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമെങ്കിലും, ഇങ്ങനെ വലതും ഇടതും ഒക്കെ ഇരിക്കണം എന്ന് പറയാൻ പറ്റുമെങ്കിലും, എനിവേ അത് ഡിസൈനറിന്റെ ഫ്രണ്ട്ലി ആണ്. അയാൾക്ക് എത്രത്തോളം അതിന് മാറ്റാൻ പറ്റുമോ ആ രീതിയിൽ മാറ്റാം. അപ്പൊ റിട്ടേൺ പാത്തുകളെല്ലാം കൃത്യമായിട്ട് ബാലൻസ്ഡ് ആയിരിക്കണം. പോയ സിഗ്നലുകളെല്ലാം തിരിച്ചു വരേണ്ട വഴി കൃത്യമായിട്ടുണ്ടാവണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റിംഗ് റൂൾസ് ഉണ്ട്. എന്താണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് വരെ വരുന്നുണ്ട്. അവിടെ ഞാൻ എന്റെ സമ്മറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി പിള്ളേർ അടുത്ത ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനലോഗ് ബോർഡിനകത്ത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇല്ലാതെ ഒരു കാര്യവും നടക്കൂല. അപ്പം നമുക്കിപ്പോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് 3 ചാനൽ വേണ്ടി വരും. കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു 4 ചാനൽ വരും. അപ്പൊ ഈ 4 ചാനലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒപ്പാമ്പുകൾ ഒരു 8 ഒപ്പാമ്പ് മതിയായിരിക്കും. പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ 1-2 ഒപ്പാമ്പുകൾ കൂടുതൽ കാണും. ഇപ്പൊ 12 ഒപ്പാമ്പുള്ള IC ആണെങ്കിൽ ചിലപ്പോൾ 4 എണ്ണം കൂടുതൽ കാണും. അത് സെലക്ട് ചെയ്യാൻ കാരണം ഈ ഒപ്പാമ്പ് സെലക്ട് ഈ നാനോ വോൾട്ട് പെർ റൂട്ട് ഹെഡ്സിലുള്ള ഒരു നോയ്സ് ഫിഗറാണ് നമ്മൾ നോക്കുന്നത്. ആ നാനോ വോൾട്ട് പെർ റൂട്ട് ഹെഡ്സ് എവിടെയാണോ കുറവ് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. സാധാരണ ചെയ്യുന്ന രീതി അതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അൺയൂസ്ഡ് ആയിട്ടുള്ള ഒപ്പാമ്പുകളെ എങ്ങനെ ഡീൽ ചെയ്യണം? അത് മിക്കയിടത്തുള്ള തലവേദനയാണ്. അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഡിബേറ്റ് ടോപ്പിക്കാണ്. പല ആൾക്കാരും പല രീതിയിൽ പറയാറുണ്ട്. പക്ഷെ ISRO സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാറില്ല? സിഗ്നലുകളെ ഫ്ലോട്ട് ചെയ്തിടാറില്ല. നോൺ ഇൻവേർട്ടിങ്ങും ഇൻവേർട്ടിംഗ് ടെർമിനലും കൊടുത്ത് ഫ്ലോട്ട് ചെയ്തിടാറില്ല. ഏതെങ്കിലും ഒരു കോൺഫിഗറേഷനിൽ കൊണ്ടുവയ്ക്കണം. അത് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം കോൺഫിഗറേഷൻ വോൾട്ടേജ് ഫോളോവർ ആണ്. അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്ലോട്ട് ചെയ്തിടാൻ പാടില്ല. ഫ്ലോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാലും ആ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും? ഒരു ലോ ലെവൽ സിഗ്നൽ എപ്പോഴും വന്ന് നിന്നിട്ടുണ്ടാവും. അത് നമുക്ക് എന്താക്കി ഏതെങ്കിലും ഒരു ലോജിക് ലെവലിലോട്ട് തന്നെ ഫിക്സ് ചെയ്ത് നിർത്തുക. ഒരു ഹൈ ലെവൽ ലോജിക്കിലോട്ട് ഫിക്സ് ചെയ്ത് നിർത്തുക. ആ രീതിയിലുള്ള ഒരു നോൺ വോൾട്ടേജിൽ നോക്കുക. അതായത് ആ ഒപ്പാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൊണ്ട് നമുക്കറിയാം. ഇപ്പൊ 12 ഒപ്പാമ്പുള്ള IC ആണ് നമുക്ക് ഇട്ടിട്ടുള്ളത്. കുറച്ചു കാലം കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി ആദ്യത്തെ 2 ചാനൽ വർക്ക് ചെയ്യണല്ലേ. അപ്പൊ ഇനി എന്താ വഴി? IC മാറ്റാൻ പൈസ ഇല്ല, IC ഒബ്സലേറ്റ് ആയിപ്പോയി. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ പറയണത് എന്ത് ചെയ്യണത്? ഈ ഇന്ന ചാനൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കുള്ള ഗുണം എന്താണ് കൂട്ടുകാരെ? മറ്റേ ഒപ്പാമ്പ് വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൂട്ടുകാരെ? ഈ ചാനലിന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ അൺയൂസ്ഡ് ഒപ്പാമ്പുകൾ ഒരു നഷ്ടമല്ല, അത് ഫ്യൂച്ചറിലുള്ള ഒരു നേട്ടം കൂടിയാണ്. അപ്പൊ ഡീലിംഗ് വിത്ത് അൺയൂസ്ഡ് ഒപ്പാമ്പിൽ ഒരു ഫൈനൽ ഡിബേറ്റിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു IEEE കോൺഫറൻസ് പേപ്പറിലെ ഫൈനൽ റിസൾട്ട് ആണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺഫിഗറേഷനിൽ പിടിച്ച് ഫിക്സ് ചെയ്യുക. വോൾട്ടേജ് ഫോളോവറിൽ ഒരു കോമൺ VCCയെ ഡിവൈഡ് ചെയ്ത് ഒരു പ്രീസെറ്റ് ലെവലിൽ പിടിച്ചു നിർത്തുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അൺയൂസ്ഡ് ഒപ്പാമ്പുകളെ
വെറുതെ വിടുന്ന പരിപാടി നമ്മൾ ചെയ്യില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത അവസ്ഥയും വരത്തില്ല. കാരണം നമുക്കറിയാം എന്തെങ്കിലും ചെറിയൊരു ഇലക്ട്രിക്കൽ വേരിയേഷൻസ് വന്നാൽ മതി, ഒപ്പാമ്പിനകത്ത് കോമ്പൻസേഷൻ ഇല്ലാത്ത ഒപ്പാമ്പാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചാടും, ഔട്ട്പുട്ട് വോൾട്ടേജ് കൊണ്ട് ചാടും. ഇതൊക്കെ നമ്മുടെ അടുത്തടുത്തുള്ള സ്റ്റേജുകളെയൊക്കെ അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ട്രാപ്പുകൾ ഇതിനകത്തുണ്ടാവും. അതിനൊക്കെ കാരണം ഈ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒപ്പാമ്പുകളായിരിക്കും. ചില പ്രശ്നങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ട്രാക്ക് ചെയ്ത് ട്രേസ് ചെയ്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ കണ്ടിന്യൂ നോക്കി സിഗ്നൽ കൊടുക്കുന്നു, എന്നിട്ട് ചാനലിനെ കട്ട് ചെയ്യുന്നു, ഒരു പോർഷനെ മാത്രം ഐസൊലേറ്റ് ചെയ്യുന്നു, അവിടുത്തെ FFT എടുത്ത് നോക്കുന്നു. തലവേദന പിടിച്ച പരിപാടിയാണ്. ഇങ്ങനെ നോക്കി വരുമ്പോൾ എല്ലാ ചാനലും പറയാൻ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആക്ച്വൽ സൈറ്റിൽ നമ്മുടെ പ്രാക്ടിക്കൽ സിഗ്നൽ കൊടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഇതിനകത്തിരിക്കുന്ന അൺയൂസ്ഡ് കമ്പോണൻസ് കാരണം ആയേക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കൂട്ടുകാർ, അവരെ ഒരിക്കലും നമ്മൾ പ്രവർത്തനരഹിതമായിട്ട് നിർത്തേണ്ട, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പിടിച്ച് ഫിക്സ് ചെയ്ത് നിർത്തുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് അൺയൂസ്ഡ് ഒപ്പാമ്പാണ്, ഇതിന്റെ ഔട്ട്പുട്ട് 2.5 വോൾട്ട് അല്ലെങ്കിൽ 5.5 വോൾട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ഒപ്പാമ്പ് വർക്കിംഗ് ആണോ എന്നുകൂടെ അറിയാൻ പറ്റും. എപ്പോഴെങ്കിലും ചാനൽ വല്ലതും പാളിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അൺയൂസ്ഡ് ഒപ്പാമ്പുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനും പറ്റും. കൂട്ടുകാരെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ബ്രേക്ക് എടുക്കാം, അതിനുശേഷം നമുക്ക് പിന്നെയും ഏറ്റുമുട്ടാം. Dear participants, it is a time for a short break. We will be back at 10:45 a.m. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അനലോഗ് സർക്യൂട്ട്സിന്റെ ഡിസൈൻ റൂൾസിന്റെ പുറകെയുള്ള യാത്രയാണ്. അപ്പൊ നമുക്ക് ഈ യാത്ര വലിയ യാത്രയാണ്, പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ട ചില മൈൽ സ്റ്റോണുകളിൽ നമ്മൾ പിടിച്ചു കെട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ യാത്ര ഒരിക്കലും അവസാനിക്കാതായി പോകും. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഈ സദ്യക്ക് അച്ചാർ വെക്കും പോലെ, കൂട്ടുകറികൾ വെക്കും പോലെ ഇങ്ങനെ പറഞ്ഞു പോവാം. സോ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ADC DAC. ADC DAC എന്ന് പറഞ്ഞാൽ ഈ അനലോഗ് പോർഷന്റെയും ഡിജിറ്റൽ പോർഷന്റെയും ഇടയിൽ വരുന്ന ആളാണ്. അപ്പൊ ഈ ഇടയിൽ വരുന്ന ആള് കൃത്യമായിട്ട് റൂട്ട് ചെയ്തിട്ടായെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഒരു നോയിസ് ജനറേറ്റ് ചെയ്യുന്ന ആളായിട്ട് ADC മാറും. ആ നോയിസിനെ അതേ ഇമ്പിഡൻസിൽ ക്യാപ്ചർ ചെയ്യുന്ന ആളായിട്ട് DAC മാറും. സോ അതുകൊണ്ട് കൂട്ടുകാർ രണ്ട് തരത്തിലുള്ള ഗ്രൗണ്ട് പ്ലെയിൻ അറേഞ്ച്മെന്റുകളുണ്ട്. ഒന്ന് സ്പ്ലിറ്റ് ഗ്രൗണ്ട് പ്ലെയിനും ഒന്ന് യൂണിഫോം ഗ്രൗണ്ട് പ്ലെയിനും. നിങ്ങൾക്ക് അറിയാലോ, ഇലക്ട്രോണിക്സിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനായിരിക്കും രണ്ടാമത്തെ വരുന്നത്, അല്ലേ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഇലക്ട്രോണിക്സിൽ നമ്മൾ എന്ത് പഠിച്ചാലും എല്ലാത്തിനുണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ആ ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്തുകൊണ്ടായിരിക്കും അടുത്ത പ്രോഡക്റ്റ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ കൂട്ടുകാരെ, സ്പ്ലിറ്റ് ഗ്രൗണ്ട് പ്ലെയിൻ എന്നൊരു സാധനമുണ്ട്. അത് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് അനലോഗ് ലൈനും ഡിജിറ്റൽ ലൈനും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ഇൻകമിംഗ് ലൈൻസ് ഏതൊക്കെയാണ്, ഔട്ട് ഗോയിങ് ലൈൻസ് എന്താണെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഡിസൈനറിന് വരച്ച് എടുക്കുന്ന സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പത്തിനാണ് ഈ സ്പ്ലിറ്റ് ഗ്രൗണ്ട് പ്ലെയിൻ ഇട്ടിട്ടുള്ളത്. ഈ സ്പ്ലിറ്റ് ഗ്രൗണ്ട് പ്ലെയിൻ ആണെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിട്ടേൺ പാത്തുകൾ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്കുള്ള വീതി കൂടും. അതായത് നമ്മുടെ അനലോഗും ഡിജിറ്റലും. അപ്പൊ നമ്മുടെ അനലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് ഈ കാര്യങ്ങൾ പറയണത്. നമ്മുടെ പേരൻസിന്റെ ഗ്രാൻഡ് പാരൻസ് എല്ലാം ചേർന്നാണ് അനലോഗ്. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളും അടുത്ത ജനറേഷനും എല്ലാം ചേർന്നാണ് ഡിജിറ്റല്. പിന്നെ നമുക്ക് കുറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവർ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഒരു കുറച്ച് നോയ്സ് ജനറേറ്റിംഗ് ആണെങ്കിൽ പോലും നമുക്ക് അവരില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അവർ വേണമല്ലോ. അപ്പൊ അവരെ നമുക്ക് കൊന്നുകളയാൻ പറ്റൂല. അവരെ എന്ത് വേണം, നമുക്ക് നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യണം. ഒന്നേ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞ് അല്ലെങ്കിൽ മൂന്നിലോട്ട് പോകണ്ട, 1 or 2 ലിമിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നോയ്സ് ഒരുപാട് കൂട്ടണം നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരെ നമുക്ക് ഇതെല്ലാം ഒരു ലിമിറ്റേഷൻസിൽ കൊണ്ടുവയ്ക്കണം. ഓക്കെ, എല്ലാം ഒരു കൺസ്ട്രെയിൻസിൽ കൊണ്ടുവയ്ക്കണം. അപ്പൊ സ്പ്ലിറ്റ് ഗ്രൗണ്ട് പ്ലെയിനിൽ നമുക്കിത് ഈസിയാണ്. ഇൻകമിങ് ഔട്ട് ഗോയിങ് ലൈൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ സിഗ്നലിനെ ട്രാക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ് ഐഡന്റിഫൈ ഉള്ളത്. പക്ഷെ ഇത് കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ടാവാറുണ്ട്. കാരണം അനലോഗ് ലൈന് ഡിജിറ്റൽ ലൈന് രണ്ട് ഡൈഇലക്ട്രിക് വെൽ ആക്ട് ചെയ്യും. അതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിഗ്നൽ വന്നാൽ പോലും പെട്ടെന്ന് തന്നെ അതിലേക്ക് ക്യാപ്ചർ ആവുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ ഈ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂണിഫോം ഗ്രൗണ്ട് പ്ലെയിനിൽ പോകും. യൂണിഫോം ഗ്രൗണ്ട് പ്ലെയിനിൽ പോയി കഴിഞ്ഞാൽ ഇൻകമിങ് ഔട്ട് ഗോയിങ് ലൈൻസ് ഒക്കെ അറിയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിൽ മാർക്ക് ചെയ്ത് പോവാം. അപ്പൊ സ്റ്റെൻസിലിംഗ് എന്ന പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോവാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതങ്ങ് ഒഴിവാക്കാം. നമുക്ക് അങ്ങനെ അറിയേണ്ട ആവശ്യമില്ല, ട്രാക്ക് ചെയ്ത് പോകേണ്ട ആവശ്യമില്ലെങ്കിൽ അങ്ങ് ഒഴിവാക്കാം. സോ യൂണിഫോം ഗ്രൗണ്ട് പ്ലെയിനിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷീൽഡ് ചെയ്യാനൊക്കെ മോർ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് രണ്ട് പണിയാണുള്ളത്. നമുക്ക് ഉള്ളിലും ശത്രുക്കളുണ്ട്, പുറത്തും ശത്രുക്കളുണ്ട്. അപ്പൊ നമുക്ക് പുറത്തു നിന്ന് ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഷീൽഡ് ചെയ്യേണ്ടി വരും. ഉള്ളിൽ വന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഗ്രൗണ്ട് ചെയ്യേണ്ടി വരും. ഈ ഗ്രൗണ്ടിങ്ങിന്റെ എഫക്ട് ഒക്കെ മോർ ഡോമിനന്റ് ആവുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഇന്റർഫേസ് വരുമ്പോഴാണ്. നമുക്ക് ചെറിയ കളികളെല്ലാം ഉള്ളത്, സെൻസർ ഉണ്ട്,
നമ്മുടെ എംബഡഡ് സിസ്റ്റം പ്രോജക്റ്റുകളുണ്ട്, വേറെ വേറെ ആഡ് ഓൺ ബോർഡുകളുണ്ട്. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ബോർഡിന്റെ കൂടെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ച ബോർഡുകൾ കണക്ട് ചെയ്യേണ്ടി വരും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഒത്തൊരുമ ഇല്ല എങ്കിൽ പിന്നെ എന്തായിട്ട് മാറും? ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് മാറും. സോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫംഗ്ഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്? ഒരിടത്തൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി വെരിഫൈ ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് അടുത്ത ആളോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ അങ്ങോട്ട് ആ ഒരു മാലയിലൂടെ അങ്ങനെ ഒരു ചെയിൻ ബൈ ചെയിൻ പ്രോസസ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻസ് എന്തായിട്ട് ഐസൊലേറ്റ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും അവിടെ ആയിട്ട് പോർട്ട് കൊടുക്കേണ്ടി വരും. ഇന്ന സ്ഥലത്ത് ഇന്ന പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട പോർട്ട് ഇതാണ്. രണ്ടുപേരും തമ്മിൽ ഇന്റർഫേസ് വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ആഡ് ഓൺ സ്പേസ് അവിടെ വരും. അപ്പൊ ബോർഡിന്റെ സൈസ് വലുതാവും. അതെന്ത് ചെയ്യും? അപ്പൊ തന്നെ അത് റിജക്ട് ആവും. സോ ഫ്രണ്ട്സ്, എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അലോബിൾ സ്പേസിൽ ഉള്ളിൽ നിന്ന് തന്നെ കളിക്കുക. നമ്മുടെ ആളുകൾക്ക് ഒരു കാര്യം തരുമ്പോൾ 20 സ്ക്വയർ 20 നമുക്ക് മാക്സിമം ഒരു തന്നിട്ടുള്ള ആ സ്ക്വയർ സെന്റിമീറ്ററിനുള്ളിൽ എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതാണ് ഡിസൈനറിന്റെ മിടുക്ക്. അപ്പൊ സ്പ്ലിറ്റ് ഗ്രൗണ്ട് പ്ലെയിനിലെ ഐഡന്റിഫിക്കേഷൻ എളുപ്പം, പക്ഷെ എന്താണ് നമുക്ക് നോയ്സിനെയൊക്കെ ഷീൽഡ് ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും. യൂണിഫോം ഗ്രൗണ്ട് പ്ലെയിനിലാണെങ്കിൽ മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഷീൽഡ് ചെയ്യും. അപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ നോയ്സിന്റെ എഫക്ട് കുറവുള്ള സിറ്റുവേഷൻ ആണ്, നമ്മുടെ കമ്പോണൻസിന്റെ എണ്ണം കുറവാണ്, സ്പ്ലിറ്റ് ഗ്രൗണ്ട് പ്ലെയിനിൽ പോവാം. ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, ഉറപ്പായിട്ടും നോയ്സിന്റെ എഫക്ട് വരും, ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഡോമിനേറ്റ് ചെയ്യും എങ്കിൽ നിങ്ങൾ യൂണിഫോം ഗ്രൗണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഇനി അടുത്ത് പറയേണ്ട കാര്യം ട്രേസ് ലെങ്ത്. ട്രേസ് ലെങ്ത് എപ്പോഴും ക്രിട്ടിക്കലാണ്. അത് എപ്പോഴും അടുത്തുള്ള കമ്പോണൻസ് തമ്മിൽ ഡയറക്റ്റ് ആയിരിക്കണം. വളച്ച് ഒടിച്ച് തിരിച്ച് അങ്ങനെ വെക്കാൻ പാടില്ല. എപ്പോഴും നിങ്ങളുടെ വീട്ടിലുള്ള പൈപ്പുകൾ നിങ്ങൾ നോക്കിയേ, നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് നിങ്ങളുടെ വാഷ് ബേസിലോട്ടും നിങ്ങളുടെ കിച്ചണിലോട്ടും വരുന്ന പൈപ്പുകൾ എത്രത്തോളം നാരോ ആക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളത്തിന്റെ സ്പീഡ് കൂടും. ശരിയല്ലേ? നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഏരിയ കുറയ്ക്കുന്നു, വെലോസിറ്റി കൂട്ടുന്നു. അതേ പരിപാടി തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ അതിന്റെ മാക്സിമം അതിന്റെ ഏരിയ മിനിമൈസ് ചെയ്യുക. R=ρL/A. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഏരിയ കുറയ്ക്കുന്നു അല്ലെ? നമുക്ക് അതനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഈ ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ അതിന്റെ ലെങ്ത്, അതിന്റെ ഏരിയ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മിനിമം ലെവലിലോട്ട് കൊണ്ടുവരണം. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാം ഡയറക്റ്റ് ആയിരിക്കണം. വളഞ്ഞു തിരിഞ്ഞുള്ള പിടുത്തമൊന്നും വേണ്ട, അല്ലെങ്കിൽ അങ്ങോട്ട് മൂക്ക് പിടിച്ചുള്ള ചുറ്റലൊന്നും വേണ്ട. എല്ലാം എന്തായിരിക്കണം? എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. പിന്നെ അടുത്തുള്ള കാര്യം, അടുത്തുള്ള കമ്പോണൻസ് തമ്മിൽ ഒരു ഇമ്പിഡൻസ് മാച്ചിങ് ഉണ്ടാവണം. ഇതെല്ലാം ആ കോസ്റ്റിംഗ് ഷീറ്റ് എന്നൊരു സാധനം നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും കൂട്ടുകാരെ. അവിടെയാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച് ഇരിക്കുന്നത്. നമ്മൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ കമ്പോണൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, മൗസർ എന്നൊരു സൈറ്റ് ഉണ്ട്, RS കമ്പോണൻസ് നിങ്ങൾക്ക് അറിയാം, അതുപോലെ തന്നെ എലമെന്റ്സ് 14 എന്നൊരു സൈറ്റ് ഉണ്ട്, ഡിജിക്കി ഉണ്ട്. ഇങ്ങനെ 900 സൈറ്റുകൾ കമ്പോണൻസ് വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഓരോ സൈറ്റുകളിലും പോകുമ്പോൾ അവിടെ സ്പെസിഫിക്കേഷൻസിൽ ഇന്ന കാര്യങ്ങൾ പറയും. നോയ്സ് റേഞ്ചിന്റെ കാര്യം, ഓഫ്സെറ്റിന്റെ കാര്യം, അതുപോലെ ബാൻഡ് വിഡ്ത്ത് ലിമിറ്റേഷൻ, ഗെയിൻ ബാൻഡ് വിഡ്ത്ത്, പ്രോഡക്റ്റ്, സ്ലൂ റേറ്റ്, അതുപോലെ ടോളറൻസ് റേഞ്ച് ഇത്ര വരും, പവർ ലോസ് ഇത്ര ഉണ്ടാവും, ഡൈഇലക്ട്രിക്കിന്റെ കപ്ലിംഗ് റേഞ്ച് ഇത്ര ഉണ്ടാവും. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഈ ഫീച്ചറിൽ ഓപ്റ്റിമം കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ അടുത്തടുത്തുള്ള കമ്പോണൻസിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ആ കമ്പോണൻസ് എന്താ ലോങ് ലീഡ് ടൈം ഉള്ളതായിരിക്കും. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിള് കൂടുതലുള്ളതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ROHS, റെസ്ട്രിക്ഷൻ ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസ്, മിനിമം ഉള്ള സാധനമായിരിക്കണം. അതായത് നമുക്ക് ഇന്ന് കുറെ കാലം കഴിഞ്ഞ് നേരെ എന്താണ് നമ്മൾ ഈ ഒരു മണ്ണിലോട്ട് എടുത്തെറിയണത് അല്ലേ? ഇനിയൊരു തലമുറയ്ക്ക് സാധ്യമാണോ എന്നുള്ള കാര്യം നമ്മളാണ് തീരുമാനിക്കുക. ഇലക്ട്രോണിക്സുകാരുടെ ജീവിതമാണ് തീരുമാനിക്കുന്നത് ഇനിയൊരു തലമുറയ്ക്ക് കൃഷി ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് ROHS സ്റ്റാൻഡേർഡ് ഉറപ്പായിട്ടും ഉണ്ടാവണം. കിട്ടുന്ന കമ്പോണൻസുകളെല്ലാം അതിന്റെ ഫീച്ചർ നോക്കി നമ്മൾ ചാടിക്കയറി ചെയ്യാൻ പാടില്ല. ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറെ പ്രോഡക്റ്റുകൾക്ക് ROHS സ്റ്റാൻഡേർഡ് നിർബന്ധം. കൊമേഴ്സ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ROHS ഒക്കെ കണ്ണടയ്ക്കും. പക്ഷെ മിലിറ്ററി ഗ്രേഡ് വരുമ്പോഴും എയറോസ്പേസ് നമ്മളെ കളിയിലൂടെയാണ്. സാറ്റലൈറ്റിലും ഉണ്ട്, വെള്ളത്തിനടിയിലുണ്ട് അല്ലേ, അത് കയ്യിലിരിക്കുന്ന ഫോണിലുണ്ട്. സോ അപ്പം ഈ പലയിടത്തുനിന്നും പുറത്തുനിന്നൊക്കെ വരുന്ന കമ്പോണൻസുകളിലൊക്കെ ROHS സർട്ടിഫിക്കേഷൻ, ROHS, R ക്യാപിറ്റൽ, O ചെറുത്, H വലുത്, S വലുത്, ഇങ്ങനെയുള്ള ROHS കോമ്പാക്റ്റബിൾ എന്ന് കേട്ടിട്ടുണ്ടോ? സോ അതിൽ എന്തൊക്കെ ഹസാർഡസ് സബ്സ്റ്റൻസ് ഉണ്ട്, എത്രത്തോളം പെർമിസിബിൾ ആണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കൂട്ടുകാരെ കോസ്റ്റിംഗ് എന്ന ടോപ്പിക് വരുമ്പോൾ പറഞ്ഞുതരാം. ഇനി അടുത്ത് ഇംപിഡൻസ് മാച്ചിങ്. സിഗ്നൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റിഫ്ലക്ഷൻ മാക്സിമം ഒഴിവാക്കുക. ഇത് ഡോമിനേറ്റ് ചെയ്യുമ്പോഴാണ് RF നമ്മൾ ഡീൽ ചെയ്യുമ്പോഴാണ് വരുന്നത്. ഇനി നമ്മൾ പവർ അടുത്തടുത്തിരിക്കുന്ന 3 കമ്പോണൻസ്, ഒരു തമ്പ് റൂളാണ് നമ്മുടെ ISRലെ ഒരു ശിവബാലൻ സാർ പറഞ്ഞാണ്. അടുത്തടുത്തിരിക്കുന്ന 3 കമ്പോണൻസ് സെലക്ട് ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ആ പവർ ഇലക്ട്രോണിക് ബോർഡ് ആണെങ്കിൽ അടുത്തടുത്തിരിക്കുന്ന 3 കമ്പോണൻസിന്റെ പവർ റേറ്റിംഗ് 3 വാട്ടിനുള്ളിൽ ഒതുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നൽ ബോർഡുകളാണെങ്കിൽ, സിഗ്നൽ ഹാൻഡ്ലിംഗ് ബോർഡ് ആണെങ്കിൽ അത് മാക്സിമം ഒരു 1 വാട്ടിനുള്ളിൽ നിങ്ങൾ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതായത് മാച്ച് ചെയ്യുന്ന കമ്പോണൻസുകൾ തമ്മിൽ
പവറുകളും മാച്ച്ഡ് ആയിരിക്കണം എന്നാണ്. സോ ഒരു കോപ്ലാനർ റൂട്ടിംഗ് ആണ് അവർ പറയുന്നത്. അപ്പം സിഗ്നൽ പോകുന്ന ലൈന് അപ്പുറവും ഇപ്പുറവും ഗ്രൗണ്ട്, ഇങ്ങനെയുള്ള ഒരു കോപ്ലാനർ റൂട്ടിങ്ങിൽ നമുക്ക് 3 കമ്പൗണ്ട്സ് വെക്കുമ്പോൾ അതിന്റെ ഗ്രൗണ്ടിന് നമുക്ക് സ്റ്റാർ ടോപ്പോളജിയിൽ കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഡിസൈനേഴ്സ് പറയുന്നത്. സോ ഹൈ ഐസൊലേഷനും കിട്ടി, അതുപോലെ തന്നെ നമുക്ക് ഇമ്പിഡൻസ് കോംപ്രമൈസ് ചെയ്യേണ്ടിയും വരത്തില്ല. എപ്പോഴും നമുക്ക് ഒരേ ഇമ്പിഡൻസിലുള്ള കിട്ടണമെന്ന് നിർബന്ധം പിടിക്കരുത്. സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പവർ നോക്കുക, പവർ റേറ്റിംഗ് സെയിം ആയിട്ടുള്ളതിലോട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഒരു തമ്പ് റൂൾസ് ആണ്. ചില ഡിസൈനേഴ്സ് ഒരിക്കലും അത് സമ്മതിക്കില്ല, നിങ്ങൾക്ക് അത് വേണ്ട, ഇന്ന കമ്പനിയുടെ സാധനമാണ് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ്, ലോങ് ലൈഫ് കിട്ടുന്നത്, അതുപോലെ തന്നെ അതിനായിരിക്കും ലോങ് ലീഡ് ടൈം ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ അത് എല്ലാത്തിനും ഒരു ഹ്യൂമാനിറ്റേറിയൻ സൈഡ് കൊണ്ട് വേറൊരു സൈഡ് ഉണ്ട്, ഏതാണ് കൊമേഴ്സ്യൽ സൈഡ് ഉണ്ട്. അപ്പൊ കൊമേഴ്സ്യൽ സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും വേണ്ട, എന്താണോ അവൈലബിൾ മിനിമം പ്രൈസിൽ ഏത് കിട്ടും അത് വെച്ച് അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, അടുത്തെന്താണ് ലോങ് ലാസ്റ്റിംഗ്. അതുപോലെ നമ്മുടെ കമ്പനിയുടെ പേര് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അടുത്ത 5 വർഷത്തിനുള്ളിൽ വേറെ പ്രോഡക്റ്റ് ഇറക്കുന്നില്ല, ഇതേ പ്രോഡക്റ്റ് തന്നെയാണ് ലോങ് ലൈഫ് നമ്മൾ ഓടിക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ, ഈ കോപ്ലാനർ റൂട്ടിംഗ് പോലുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാം. പിന്നെ വയാസ്, അതുപോലെ ട്രേസസ്. വയാസ് എന്ന് പറയുന്നതാണ് കുഴികൾ, അതുപോലെ പൈപ്പുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലോങ് ലൈനുകൾ. സോ വയാസിന്റെ എന്താണ് വിഡ്ത്ത്, അതുപോലെ തന്നെ അതിന്റെ ഓവറോൾ ഇംപിഡൻസ് പ്രൊഫൈൽ കുറയ്ക്കണം. കാരണം വയാസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എസ് പാരാമീറ്ററുകൾ കാസ്കേഡ് ആണ് ചെയ്യുന്നത്. എസ് പാരാമീറ്ററുകൾ കാസ്കേഡിങ്ങിലൂടെ അവിടെ എന്ത് സംഭവിക്കുന്നു കൂട്ടുകാരെ, ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിന് എഫക്റ്റീവ് ആയിട്ട് ലോസ് ഉണ്ടാവും. സോ എന്ത് ചെയ്യണം, എഫക്റ്റീവ് ആയിട്ട് ഉള്ള വയാസിന്റെ സൈസിനെ മിനിമൈസ് ചെയ്യണം. ഒരിക്കലും നമുക്ക് ഒരു പെർഫെക്റ്റ് മിനിമൈസേഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ചിലപ്പോൾ എന്റെ തലയിൽ ഉദിക്കുന്ന കാര്യമല്ല എന്റെ അടുത്തിരിക്കുന്ന ആളുടെ തലയിൽ ഉദിക്കുന്നത്. സോ ഓരോ ആൾക്കാരും അവരുടെ ഡിസൈൻ അനുസരിച്ച് മാക്സിമം മിനിമൈസേഷൻ ഓഫ് വയാസ് എന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യാം. അടുത്ത കാര്യം, ഷോർട്ട് ട്രേസുകൾ, ഡിസ്റ്റൻസുകൾ തമ്മിൽ ട്രേസ് കുറയ്ക്കുക. കാരണം ഹൈ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ ചെറിയ ലോ ഫ്രീക്വൻസി. ഒരു സെക്കൻഡ്, ഡിയർ പാർട്ടിസിപ്പൻസ്, 11 മണിക്ക് ഗാന്ധിജിയുടെ സമാധിയോടനുബന്ധിച്ച് ഒരു മൗന പ്രാർത്ഥനയുണ്ട്. എല്ലാവരും അതിൽ സഹകരിക്കണം. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് 11 മണിക്ക് ഒരു മൗന പ്രാർത്ഥനയുണ്ട്. 1 മിനിറ്റ് മൗന പ്രാർത്ഥന. എല്ലാ പാർട്ടിസിപ്പൻസും സഹകരിക്കേണ്ടതാണ്. Thank you all. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ PCB റൂട്ടിങ്ങിന്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി RF വരുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. അപ്പൊ RF ഡിസൈനിന്റെ QA/QC വരുമ്പോഴേക്കും നമ്മൾ ലോങ് ലെങ്ത് ഉള്ള ട്രേസുകളൊക്കെ റിജക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇംപിഡൻസുകൾ മിനിമൈസ് ചെയ്തിട്ടുള്ള കമ്പൗണ്ട്സിന്റെ സെലക്ഷൻ ഇല്ലെങ്കിലും അത് റിജക്ട് ആയി പോകും. അപ്പൊ നോക്കുന്ന കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള കമ്പൗണ്ട്സ് ഉണ്ടോ നോക്കണം. നമുക്ക് ഇതേ പെർഫോമൻസ് കിട്ടുകയും അപ്പൊ ആ സമയത്ത് കോപ്ലാനർ റൂട്ടിംഗ് ഇത്തിരി വയലേറ്റ് ആയാലും കുഴപ്പമില്ല. എന്ത് ചെയ്യണം, ഈ RFന് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉള്ള കമ്പൗണ്ട്സ് ഉണ്ടോ നോക്കുക. സോ എല്ലാത്തിനും ഇത് എന്തുണ്ട്, ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. എപ്പോഴും നമ്മൾ ഇതിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും എന്തുണ്ട്, ഒന്നില്ല എങ്കിൽ ഒന്നിന്റെ സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഹിന്ദിക്കാർ പറയുമ്പോൾ കുച്ച് കോനാ ഹേ തോ കുച്ച് പാനാ ഹേ, എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യണം. ആ കോംപ്രമൈസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തടുത്തുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഷോർട്ട് ട്രേസുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള സ്കിൻ എഫക്ട്, പാരസൈറ്റിക് ഇൻഡക്ടൻസ്, അതുപോലെ തന്നെ കപ്പാസിറ്റി എഫക്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒന്നും നില്ലാക്കാൻ പറ്റൂല, നള്ളാക്കാൻ പറ്റൂല. എല്ലാം എന്ത് ചെയ്യാം, ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. കൺട്രോളബിൾ അല്ലാത്ത ഒരു കാര്യവും, ഐ റിപ്പീറ്റ്, കൺട്രോളബിൾ അല്ലാത്ത ഒരു കാര്യവും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല. നമ്മൾ ഡിപ്ലോമക്കാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സ്റ്റുഡൻസുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കൺട്രോളബിൾ അല്ലാത്ത ഒരു കാര്യവും നമുക്ക് മെഷർ ചെയ്യാനും പറ്റൂല, അതിനുശേഷം മോഡിഫിക്കേഷൻസ് വരുത്താനും പറ്റില്ല. അപ്പം ഈ ഷോർട്ട് റേസുകളിലൂടെ നമുക്കെല്ലാം എന്ത് ചെയ്യാം, ഒന്ന് കൺട്രോൾ ചെയ്യാം. ഇതിനെല്ലാം സിമുലേഷൻ ടൂൾസുകൾ ഉണ്ട്, ഇത് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. സോ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള തുള്ളിക്കളിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇമ്പിഡൻസുകൾ അങ്ങോട്ട് ഒരു ട്രെയിൻ പോലെ ഒരു ബോഗിയുടെ വീതിയും നീളവും പൊക്കവും എല്ലാം അടുത്ത ബോഗിയായിട്ട് മാച്ച് ആവണമെങ്കിൽ അവർ തമ്മിലുള്ള ലിങ്കുകളും കറക്റ്റ് ആവത്തുള്ളൂ. സോ ഇമ്പിഡൻസുകൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച്ഡ് ആയിരിക്കണം. ഇനി അടുത്ത് പോകുന്ന ആളിൽ എന്ത് ചെയ്യാം, തട്ടലോ മുട്ടലോ ഒന്നും വരാൻ പാടില്ല. പറയുന്ന കാര്യങ്ങൾ തന്നെ അവിടെ റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല. സോ മിനിമൈസ് ക്രോസ് ടോക്ക് ഉണ്ടാക്കണം. സോ ക്രോസ് ടോക്ക് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സ്പേസിങ്ങും ഇതൊക്കെ വരുന്നത് ഹൈ ഫ്രീക്വൻസി ഹൈ സ്പീഡ് ബോർഡുകളിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ.
ട്രേസുകൾ തമ്മിലുള്ള സ്പേസിങ്ങിന്റെയൊക്കെ മിനിമൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഗ്രൗണ്ട് പ്ലെയിൻ സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഇൻഡക്റ്റൻസ് പാത്ത് ആയിരിക്കണം നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. സോ അതായത് L=μ0 n² A/L എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ ഇൻഡക്റ്റീവ് എഫക്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. സോ ഡൈലക്ട്രിക്കിന്റെ എഫക്ട്, പെർമിബിലിറ്റിയുടെ എഫക്ട്, അവിടെയുള്ള ലോങ് നമ്പർ ഓഫ് ടേൺസ് വരുന്ന ലെങ്ത്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഡിഫറൻഷ്യൽ പേയേഴ്സ് വേണ്ട, ഇപ്പൊ USB, HDMI, എതർനെറ്റ്, ഇവരെയൊക്കെ എന്ത് ചെയ്യണം കൂട്ടുകാരെ, ഒരു സ്പെഷ്യൽ സ്ഥലങ്ങളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വെക്കണം. കാരണം ഇതൊക്കെ ഒരു ബോർഡിന്റെ അറ്റത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് എക്സ്റ്റേണൽ ഇന്റർഫേസിംഗ് വരുന്നതാണ്. ഇനി അതുപോലെ റൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രേസുകൾ തമ്മിലുള്ള ആംഗിളുകൾ, ഒന്നിലധികം ട്രേസുകൾ ഒരേ സമയം ക്ലബ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്കുള്ള മിനിമം സ്പേസിംഗ് കൊടുക്കും. സ്പേസിംഗ് എത്രയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ചാർട്ടായിട്ട് തന്നെ ഒരു സമ്മറി പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അടുത്തിന് ആൾക്കാർ പറഞ്ഞു കൊടുക്കുമ്പോഴും പ്രസന്റ് ചെയ്യുമ്പോഴും എളുപ്പമാവും. സോ ഒരു 45 ഡിഗ്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അതിനെ നോക്കാൻ ശ്രമിക്കുക. എന്നാലും ഒരു വലിയ കർവിംഗ് ഒന്നും വരുത്താതെ ഒരു 45 ഡിഗ്രിയിലൊക്കെ പിടിക്കാൻ നോക്കാം. സോ ജനറൽ പർപ്പസ് ബോർഡുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റും. സോ RF ബോർഡുകളിലൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ കുറച്ച് കോംപ്രമൈസേഷനൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ വയാസിന്റെ യൂസേജ് നമുക്ക് കുറയ്ക്കുന്നതനുസരിച്ച് ഇൻഡക്റ്റീവ് എഫക്റ്റും റെഡ്യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് സ്റ്റാൻഡേർഡ് ആണ്. ഹൈ ഫ്രീക്വൻസി ബോർഡുകളിലാണ് ഇത് ബാധകം. വയയുടെ ഡ്രിൽ സൈസ് മാക്സിമം 0.3 mm, വയയുടെ പാഡ് സൈസ് മാക്സിമം 0.6 mm, പിന്നെ അതുപോലെ തന്നെ പാഡിന്റെ ക്ലിയറൻസ് ആന്റി പാഡ് എന്ന് പറയും. വയയുടെ ആന്റി പാഡ് മാക്സിമം 0.8 mm. പിന്നെ നമുക്ക് ഡ്രിൽ സൈസും PCBയുടെ തിക്നെസ്സും ഒരു 10:1 റേഷ്യോയിലാണ് എടുക്കേണ്ടത്. സോ വയയുടെ PCBയുടെ തിക്നെസ്സും ഡ്രിൽ സൈസും 10:1 റേഷ്യോയിൽ എടുക്കണം. പിന്നെ ബാക്ക് ഡ്രില്ലിംഗ്, എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള കോപ്പർ ഉണ്ടെങ്കിലോ, അതുപോലെ തന്നെ സ്റ്റബുകൾ നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിലോ, റിഫ്ലക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ സ്റ്റബ് മാച്ചിങ് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ബാക്ക് ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇതൊക്കെ RF ബോർഡുകളിലാണ് വേണ്ടി വരുന്നത്. സോ അതൊക്കെ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡിസൈൻ റൂൾ സമയത്ത് ചെക്ക് ചെയ്യണം. RF ബോർഡുകളിൽ അത് ചെക്ക് ചെയ്യണം. സോ അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, പാഡിന്റെ സൈസ് മിനിമൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. RF ഡിസൈനിലാണ് അത് ഡോമിനേറ്റ്. ഇതൊക്കെ ലീക്കേജ് ഉണ്ടാക്കും. ബോർഡ് കുറച്ച് കഴിയുമ്പോൾ കുറച്ചെല്ലാം ഇരുന്ന് കാലകരണപ്പെട്ട് വരുമ്പോൾ ഇത് തന്നെ ഒരു ആന്റിന ആയിട്ടുള്ള ഒരു എഫക്ട് നമുക്ക് വരും. ബോർഡ് ഇറ്റ്സെൽഫ് ആക്ടിങ് ആസ് എ ആന്റിന, റേഡിയേറ്റിംഗ് പാറ്റേൺസ്, കാര്യം ഇലക്ട്രോൺസ് RF ഫ്രീക്വൻസിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്ത് ഡീസിലറേറ്റ് ചെയ്ത് ഈ പാത്തിലൂടെ ഓടി കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഒരു കിങ് എഫക്ട് എന്ന് പറയാം. പറയുന്ന പേരാണ് കിങ് എഫക്ട്. പറ്റുന്നുള്ളവരൊക്കെ നിങ്ങൾ കയ്യിലുള്ള ഫോണിലൊക്കെ വെച്ച് സെർച്ച് ചെയ്ത് നോക്കുക. കിങ് എഫക്ട്, കണ്ടിന്യൂസ് ആക്സിലറേഷൻ ഓഫ് ആൻഡ് ഡീസിലറേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ λ/4 വേവ് ലെങ്ത് ഉള്ള ഒരു ലെങ്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആക്സിലറേഷൻ ഡീസിൽ സംഭവിക്കുമ്പോൾ അവിടെ റേഡിയേഷൻ പാറ്റേൺസ് ഉണ്ടാവും. അതായത് ഇൻഫർമേഷൻസ് ആണ് ഈ എയറിലൂടെ ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അടുത്തെവിടെയെങ്കിലും സ്പെക്ട്രം അനലൈസറെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുകയും ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം RF ബോർഡുകളിൽ വരുമ്പോഴാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഡിസൈനേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ഒരു പ്രിന്റ് എടുത്ത് അവരെ ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവരുടെ ടേബിളിലെല്ലാം ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ട്രേസ് വിത്ത് കുറയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 50 ഓമിലുള്ള ഇംപിഡൻസ് മാച്ചിങ് നോക്കുകയാണ് ട്രൈ ചെയ്യുന്നത്. 50 ഓമിന്റെ ആന്റിനയുടെ ഇംപിഡൻസ് മാച്ചിങ്ങിനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പൊ ട്രേസ് വിത്തും നമ്മൾ 50 ഓമിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം കൂട്ടുക, ഫ്രീക്വൻസി കൂട്ടുകയും വേണം. നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ 50 ഓമിൽ നമ്മൾ ഫിക്സ് ചെയ്ത് നിർത്തുകയും വേണം. 50 ഓമിൽ ഫിക്സ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഫ്രീക്വൻസി കൂട്ടുമ്പോൾ ഉള്ള കോംപ്രമൈസിങ് കാര്യങ്ങൾ എന്നാൽ ഡൈഇലക്ട്രിക്കിന്റെ തിക്നെസ്സിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നത്, ഇൻഡക്റ്റീവ് എഫക്ട് മിനിമൈസ് ആയി, പക്ഷെ കപ്പാസിറ്റി എഫക്ട് കൊണ്ട് ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ PCBയുടെ ഡൈഇലക്ട്രിക്കിൽ തൊട്ട് കളിക്കണം. നോക്കിയേ, നമ്മുടെ ഇലക്ട്രോണിക്സിൽ ഏറ്റവും വലിയൊരു ബ്യൂട്ടി, ഇത് ജീവനുള്ള സബ്ജക്ട് എന്ന് പറയാൻ കാര്യം ഇതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാനുഫാക്ചേഴ്സ് പാരാമീറ്റർ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവും കൂട്ടുകാരെ. സോ പ്രോപ്പർ സെലക്ഷൻ ഓഫ് PCB മെറ്റീരിയൽ വിൽ അവോയ്ഡ് ഓൾ ദ ഹെഡേക്സ്. ഈ ഹൈ ഫ്രീക്വൻസിയുള്ള ഡിസൈനിൽ PCB മെറ്റീരിയൽ സെലക്ഷൻ അത് കൃത്യമായിട്ട് ചെയ്യുന്നത്. റോജേഴ്സ് 5880 അതൊക്കെ വില കൂടിയ സാധനങ്ങളാണ്. അതിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് നമുക്ക് 2.2 ആണ്, ഏറ്റവും കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രീക്വൻസി 10 GHz വരെ നോക്കുക. നമുക്ക് ചാർട്ട് നോക്കിയേ, ട്രേസ് വിഡ്ത്ത് കുറയുന്നു, ഫ്രീക്വൻസി കൂടുന്നു. കോമ്പൻസേറ്റ് ചെയ്യേണ്ടതാണ് കൂട്ടുകാരെ, ഡൈലക്ട്രിക്കും PCB മെറ്റീരിയലിന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റും ഡൈലക്ട്രിക് തിക്നെസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇത് എന്തുണ്ടാവണം, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം ഈ കാര്യത്തിൽ. ഒരു തിയറട്ടിക്കൽ പൊട്ടൻഷ്യൽ സംസാരിക്കുന്ന ഒരു PCB ഡിസൈനർ എപ്പോഴും മെറ്റീരിയലിനെ കുറിച്ച് ചോദിക്കും. ഹൈ ഫ്രീക്വൻസിയിൽ ഏത് മെറ്റീരിയൽ എടുത്തു. അപ്പം അവിടെ ഡിസൈൻ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേവൽ ആർമൻസ് ഡിപ്പാർട്ട്മെന്റിൽ ആളുകൾ ചോദിക്കും, PCBയുടെ മെറ്റീരിയൽ ഏതാണ്. RF ഡിസൈനിലുള്ള സാധനം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ റോജേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ്
അതിന് പല ക്ലാസ്സുകളുണ്ട്. ഡൈലക്ട്രിക് സ്ട്രെങ്ത് മാറുന്ന പല ക്ലാസ്സുകളും പല പേരുകളും ഒക്കെ ഉണ്ട്. സോ അതാ ചോദിക്കും. ഈ FR4 കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ കണ്ടം വഴി ഓടിക്കും. സോ അതുകൊണ്ട് കൂട്ടുകാരെ ഇത് തമ്മിലൊരു കോംപ്രമൈസ് നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, ഇനിയുള്ള കാര്യം ഒരു ചെറിയൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. നിങ്ങൾ പലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പം ISRLൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലികൾ കിട്ടുകയാണെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് വേണ്ട ഇമ്പിഡൻസിൽ എങ്ങനെയാണ് ട്രേസ് വിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതെല്ലാം കൂടെ കൊടുത്ത് സമ്മറൈസ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് W ഈക്വൽ ടു, അത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രേസ് വിട്ട് ഈക്വൽ ടു നിങ്ങൾക്ക് വേണ്ട Z0, നിങ്ങൾക്ക് വേണ്ട ഇമ്പിഡൻസ് Z0 ഇൻറ്റു 0.475 ഡിവൈഡഡ് ബൈ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് അണ്ടർ റൂട്ട് പ്ലസ് 1.41. ഇതൊരു ഫോർമുലയാണ്. അപ്പൊ Z0യും വിട്ടും തമ്മിൽ നോക്കിക്കൂട്ടെ, Z0 കൂടുന്നു, വിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കൂട്ടേണ്ടി വരുന്നു. ഇമ്പിഡൻസ് കൂട്ടാൻ നോക്കുമ്പോൾ വിട്ട് നിങ്ങൾ കോമ്പോ, അപ്പൊ ഇമ്പിഡൻസ് എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്ത് വെച്ചിട്ടായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഡൈലക്ട്രിക്കും വിട്ടും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ലീനിയർ ആണോ? അല്ല, നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആണ് ഇത്. ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ചില ടെക്നിക്കൽ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കൂട്ടുകാരാണ്. ഒന്ന് സിംഗിൾ എൻഡഡ് ആയിട്ടുള്ള ട്രേസുകൾ. ഈ ട്രേസുകൾ ഇങ്ങനെ മാല പോലെ സിംഗിൾ എൻഡഡ് ആയിട്ട് പോകും. ചില സമയങ്ങളിൽ നമുക്ക് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഔട്ടുകളൊക്കെ എടുക്കേണ്ടി വരും. സോ ഡിഫറൻഷ്യൽ പേയേഴ്സ് വരുന്ന സമയത്ത് ഈ 50 കൂടി ചേർന്ന് 100 ഓമിന്റെ ഡിഫറൻഷ്യൽ പേയേഴ്സ് വേണ്ടി വരും. സോ ഹൈ ഫ്രീക്വൻസിയിലാണ് ഇത് രണ്ടും രണ്ട് ചാലഞ്ചേഴ്സ് ആയിട്ട് വരുന്നത്. ആ സമയത്ത് നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് വിട്ട് സെലക്ട് ചെയ്യും. അതിന് ε0 ആണ് നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് കിട്ടുന്ന പാരാമീറ്റർ. സോ ഒരു ജനറൽ തമ്പ് റൂൾ ഉണ്ട്. ഈ ഫോർമുല ഒന്നും അറിഞ്ഞുകൂടാ, ഡിപ്ലോമക്കാരന് ഫോർമുല ഒന്നും തലയിരിക്കുകയൊന്നുമില്ല. അവൻ അറിയേണ്ട കാര്യം സാർ തമ്പ് റൂൾ എന്താണ്? ഒരു മാങ്ങയുടെ വില ഇത്രയാണെങ്കിൽ 10 മാങ്ങയ്ക്ക് എത്ര? സാറേ PCBയുടെ തിക്നെസ് എത്രയാണ് സാറേ? 1.6 mm. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിടിച്ചോ. 1.6/3. അവന് എക്സാക്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞോ, അവൻ പറയും 0.5 mm തിക്നെസിന് താഴെയുള്ളത് സാർ 0.4 കൊണ്ടുവന്നാലും 0.3 കൊണ്ടുവന്നാലും ഞാൻ 0.3 0.4 0.5 ട്രേസുകൾ ഇട്ടുതരാം. ഇതാണ് ഒരു ഡിപ്ലോമക്കാരന്റെ വായിൽ വരുന്ന വാക്ക്. അല്ലാതെ നമ്മളെ വായിൽ വരുന്ന വാക്കുകളാണ് ഈ എപ്സിലോണും അണ്ടർ റൂട്ട് ε0യും 1.41 ഒക്കെ വരുന്നത്. സോ ഒരു തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ 50 ഓമിന് ഇതാണ് ഇത്. അപ്പൊ 50 ഓമിന് ഇത്രയെങ്കിൽ അവൻ എന്ത് ചെയ്യും? 100 ഓമിനുള്ള കാര്യം അവൻ അറിയാം. ഒരു മാങ്ങയ്ക്ക് ഇത്രയെങ്കിൽ മറ്റത് എത്രയായിരിക്കും എന്നുള്ളത്. സോ ട്രേസ് വിഡ്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി 2 to 3 times ഓഫ് ദി ട്രേസ് ഹൈറ്റ് ആയിരിക്കും ഫ്രം ദി ഗ്രൗണ്ട് പ്ലെയിൻ. എല്ലാത്തിന്റെയും കാലം എന്താണ് കൂട്ടുകാരെ? ഗ്രൗണ്ട് പ്ലെയിൻ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, സോ 1.6 mm PCB ആണെങ്കിൽ അയാൾ 0.3 ട്രേസ് വിഡ്തിൽ പോലും ചെയ്തു തരാൻ പറ്റുന്ന രീതിയിലായിരിക്കും അയാൾ ഡിസൈൻ ചെയ്യാൻ പോകും. ഇനി വയയുടെ കാര്യം, കുഴികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കണക്ഷൻ, നമ്മുടെ യൂസേജ് നോക്കുക. സിഗ്നൽ റൂട്ടിംഗ് ആണോ ചെയ്യുന്നത്? പവർ റൂട്ടിംഗ് ആണോ ചെയ്യുന്നത്? ഹൈ ഡെൻസിറ്റി ബോർഡുകളാണോ ചെയ്യുന്നത്? ഇന്നർ ലെയറുകൾ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈ കോണ്ടാക്ട്, ഫാസ്റ്റ് കോണ്ടാക്ട് വേണോ? അതുപോലെ ഔട്ടർ ലെയറും ഇന്നർ ലെയറും തമ്മിൽ ഇടയ്ക്ക് എന്തെങ്കിലും ബോർഡുകൾ കണക്ട് ചെയ്യേണ്ടി വരും. സോ അതിനനുസരിച്ച് വയയുടെ പല ടൈപ്പ് ഉണ്ട് കൂട്ടുകാര്. അതുപോലെ ഹോൾ ഡയമീറ്റർ മാറും, പാഡിന്റെ ഡയമീറ്റർ മാറും. ഇപ്പൊ പ്രധാനപ്പെട്ട വയ ടൈപ്പുകൾ ത്രൂ ഹോൾ കമ്പൗണ്ട്സ് ആണെങ്കിൽ പേര് പോലെ തന്നെ ത്രൂ ഹോൾ. ഇനി അതുപോലെ തന്നെ ഔട്ടറും ഇന്നർ ലെയറും നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ കണ്ണടച്ച വയ വേണം. സോ ബ്ലൈൻഡ് വയ വേണം. ഇനി നമുക്ക് ഇന്നർ ലെയേഴ്സിലൂടെ സിഗ്നൽ പാസ് ചെയ്ത് ഔട്ടർ ലെയറിലുള്ള കമ്പൗണ്ടിനോട് ഇന്റർഫേസ് ചെയ്യണമെങ്കിൽ കുഴി എടുക്കണം, ടണൽ ചെയ്യണം, അല്ലെ? ബറീഡ് വയ. പിന്നെ അത് ലേസർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹൈ ഡെൻസിറ്റി ബോർഡുകളാണെങ്കിൽ മാക്സിമം നമുക്ക് എന്ത് ചെയ്യണം? അവിടുത്തെ ഇന്റഗ്രേഷൻ കൂട്ടണം, കമ്പോണൻസിന്റെ ഹോൾ ഡയമീറ്റർ എല്ലാം കുറയ്ക്കണം. സോ ആ സമയത്ത് മൈക്രോ വയ അല്ലെങ്കിൽ ലേസർ ടൈപ്പ് ഡ്രിൽ ടൈപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് PCB ട്രേസ് വിഡ്ത്തുകൾ, അതായത് നമുക്ക് പല സർക്യൂട്ട് അനലോഗ് വരും, ഡിജിറ്റൽ വരും. ചില സമയത്ത് നമുക്ക് പവർ ഇലക്ട്രിക്കൽ എണ്ണന്മാർ കുറെ കാര്യങ്ങളുണ്ട്. അവർക്ക് ഇത്ര പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം. നമുക്കറിയാവുന്നത് സ്മോൾ സിഗ്നൽ ബോർഡാണ്, അതിലുള്ള കമ്പോണൻസ് മാത്രമേ അറിയത്തുള്ളൂ. സോ പവർ റിക്വയർമെന്റ് കൂടി, സൈസ് കൂടി, തിക്നെസ് കൂടി, അപ്പൊ എന്ത് ചെയ്യും? ഇതിന്റെ പാഡ് വിഡ്ത്തും കാര്യങ്ങളൊക്കെ മാറുമല്ലോ. ക്ഷമിക്കണേ. സോ മാറുമല്ലോ. അപ്പൊ ഈ കാര്യത്തിൽ കോപ്പർ തിക്നെസ്സിലും PCBയുടെ ഇമ്പിഡൻസിലും ഒക്കെ വ്യത്യാസങ്ങൾ വരും. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ട്രേസുകളിലും പലതരത്തിലും മാറ്റിയിട്ടുണ്ട് കൂട്ടുകാരെ. സിഗ്നൽ ട്രേസ്, പവർ ട്രേസ്, ഹൈ കറണ്ട് ട്രേസ്, ഹൈ ഫ്രീക്വൻസി RF ട്രേസ്. സോ ഈ ഹൈ കറണ്ട് ട്രേസ് ആണെങ്കിൽ നമുക്ക് 5 mm മുകളിലും പോകാൻ പറ്റും, 5 mm മുകളിലും പോകാൻ പറ്റും. അതാണ് മാക്സിമം ട്രേസ് വിഡ്ത്ത് കൂടിയത്, ഹൈ കറണ്ട് ട്രേസ്. ഇതൊക്കെ ഒരു സാധാ ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ചോദിക്കാറുണ്ട്. സ്റ്റാൻഡേർഡ് ട്രേസ് ടൈപ്പുകളിൽ ഹൈ വിഡ്ത്ത് ഡയമെൻഷൻ, ഹൈ കറണ്ട്, ഹൈ പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ട്രേസ് ഏതാണ്? ഹൈ കറണ്ട് ട്രേസ് ആണ്. ഇനി അറിയേണ്ടത് ഒരു PCB ട്രേസിന് താങ്ങാൻ പറ്റുന്ന കറണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല, കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന IPC സ്റ്റാൻഡേർഡ് ഉണ്ട്. IPC സ്റ്റാൻഡേർഡിൽ 222 2152 ഇങ്ങനെയുള്ള ഫോർമുല പറയുന്നുണ്ട്. അതായത് PCBയുടെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അത് അസംബ്ലിംഗ് പ്രൊസീജിയർ ഉണ്ട്,
അതുപോലെ കമ്പോണന്റ് സെലക്ഷന്റെ പ്രൊസീജിയർ ഉണ്ട്. ഇനി അതുപോലെ തന്നെ കമ്പോണന്റ് സെലക്ഷൻ പല കാറ്റഗറി ഉണ്ട്. ജനറൽ, മിലിറ്ററീസ്, അതുപോലെ തന്നെ സയന്റിഫിക്, റിസർച്ച്, ഓരോന്നിനും IPC സ്റ്റാൻഡേർഡിലുണ്ട്. സോ ഒരു സാധാ സീതാ ഒരു ബോർഡിനുള്ള ഒരു ബേസിക് ഫോർമുലയാണ് I = കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ട്രേസ് വിഡ്ത്ത് ആൻഡ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ, ടെമ്പറേച്ചറിനെ ഫിക്സ് ചെയ്യണം. നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ട്രേസ് വിഡ്ത്ത് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രസന്റ് ടെമ്പറേച്ചറിൽ നിന്നും നെക്സ്റ്റ് ടെമ്പറേച്ചറിലേക്കുള്ള ഡീവിയേഷൻ 10 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ടാണ്. 10 ഡിഗ്രിയാണ് നമ്മുടെ റെഫറൻസ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 10 വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ KBC എന്നൊക്കെ പറയുന്ന ഡയമെൻഷണൽ പാരാമീറ്റർ ആണ് നമ്മൾ എടുക്കുന്ന കോപ്പറിന്റെ വെയിറ്റ്, അതുപോലെ തന്നെ അതിന്റെ മാസ്, മോളിക്കുലർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള എംപെരിക്കൽ കോൺസ്റ്റന്റുകളാണ്. സോ ഈ ഫോർമുല വെച്ചിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന ട്രേസ് വിഡ്ത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 0.25 നിന്നും 1 mm കൂട്ടുന്നു. ട്രേസ് വിഡ്ത്ത് കൂട്ടി, മാക്സിമം കറണ്ടും കൂടി. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കറണ്ടും ട്രേസ് വിഡ്ത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ആണ്. വെഡ്ത്തും കറണ്ടും ഫ്രീക്വൻസിയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത് തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, ഒരെണ്ണത്തെ ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ചാടി കളിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ഡിസൈൻ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചാടി കളിക്കലില്ല. എന്താണോ ചെയ്തു വെച്ചിട്ടുള്ളത് അത് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ അങ്ങ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റൂല. നമ്മൾ നോക്കിക്കേ, നമ്മൾ സ്വന്തമായിട്ട് PCB ഡിസൈൻ ഒക്കെ ചെയ്ത് വെണ്ടർ അടുത്ത് എന്ത് ചെയ്യാൻ, ഡ്രിൽ ചെയ്യാനും എച്ച് ചെയ്യാനും ഒക്കെ കൊടുത്ത് അവർ ബോർഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ടെക്നിക്കൽ ഡയറക്ടർ വിളിക്കുന്നത്, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഇന്നൊരു കമ്പോണന്റ് പ്രശ്നമുണ്ട്, അതിരുന്ന് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഡിസൈനിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഗെയിൻ ഫാൾ ഇത്ര ഫ്രീക്വൻസിയിൽ കിട്ടൂല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഗെയിൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇന്ന കമ്പോണന്റ് മാറ്റണം. ഓക്കെ, ഇവർക്കൊക്കെ മുകളിലിരുന്ന ആൾക്ക് പറയാൻ എളുപ്പമാണ്. ഇതൊക്കെ പെടുന്ന ആരാണ് കൂട്ടുകാരെ, നമ്മളെ പാവപ്പെട്ട നമ്മുടെ ഡിപ്ലോമക്കാരാണ് പെടുന്നത്. സോ ഫ്രണ്ട്സ്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാർ, ഒരു പ്രാവശ്യം ഈ സാധനങ്ങളൊക്കെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉള്ള ചെറിയ പൊടിക്കൈകളുണ്ട്. നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ അവസരം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളത് കമ്പോണന്റ് എക്സാക്ട് വാല്യൂ ഈ ഡിസൈൻ ചെയ്ത് വെച്ചാൽ 2.22 ആംപിയർ ഫിക്സ് ചെയ്ത് വെച്ചു. 2 ആംപിയറേ അവൈലബിൾ ഉള്ളൂ. എന്ത് ചെയ്യണം, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ മാറ്റി ട്രേസ് വിഡ്ത്തിൽ പിടിക്കാനും പാടില്ല. QA QC കഴിഞ്ഞ് പോകുമ്പോൾ ട്രേസ് വിഡ്ത്ത് പിടിക്കാനും പാടില്ല. എന്തൊക്കെ പൊടിക്കൈകൾ ചെയ്യണം, സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവസരം നമുക്കൊന്ന് നോക്കാം. ഇതെല്ലാം സൊല്യൂഷൻസ് ഉണ്ട്. ഇവരെല്ലാം മാർജിൻ വരച്ച് യൂണിഫോം ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഡിപ്ലോമക്കാരനെ കൊണ്ട് എന്തും പറ്റും, അവനെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രി നിൽക്കുന്ന മൊത്തം അവന്റെ കഴിവിനനുസരിച്ചിട്ടാണ്. ഓക്കെ, മറ്റവർക്കെല്ലാം തിയറട്ടിക്കൽ, ഐ റിപ്പീറ്റ്, എല്ലാവർക്കും തിയറട്ടിക്കൽ പൊട്ടൻഷ്യൽ ആണുള്ളത്. ഇവന്റെ കയ്യിൽ മാത്രമാണ് പ്രാക്ടിക്കൽ പൊട്ടൻഷ്യൽ ഉള്ളത്. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളൊരു കീ കൺസിഡറേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കീ കൺസിഡറേഷന് ട്രേസ് വിഡ്ത്ത് കൂടുന്നു, ഹൈ കറണ്ടിലേക്ക് പോകുന്നു. അതുപോലെ കോപ്പർ സൈസ് മാറുന്നു, അതിനനുസരിച്ച് പവർ ട്രേസ് മാറുന്നു. പിന്നെ അതുപോലെ തന്നെ ലെയേഴ്സ് മാറുന്നതിനനുസരിച്ച് കറണ്ട് റേറ്റിംഗ്, ഓരോ ലെയറിനും താങ്ങാൻ പറ്റുന്ന കറണ്ട് റേറ്റിംഗിനും വ്യത്യാസം വരുന്നു. അതിനെന്താണ് സർഫസ് ട്രേസ്, അതായത് നമ്മൾ എന്ത് പറയും, ഇന്റേണൽ ലെയേഴ്സിലുള്ള കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി സർഫസ് ലെയറിൽ നിന്ന് 20% കുറഞ്ഞ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ ഹീറ്റിംഗ് എഫക്ട് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അടുത്തടുത്തുള്ള കമ്പോണൻസ് തമ്മിലുള്ള ഒരു എന്താണ് EMI ഇന്റർഫറൻസ് കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു ഡിസൈനർ ഫ്രണ്ട്ലിക്ക് വേണ്ടി ചെയ്ത കാര്യമാണ് അതൊക്കെ. ഇത് അതുപോലെ തന്നെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയും വയ സൈസും. ഓക്കെ, സ്റ്റാൻഡേർഡ് വയയുണ്ട്, പവർ വയയുണ്ട്. ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് നമ്മൾ എടുക്കുന്ന പ്ലേറ്റിംഗിന്റെ തിക്നെസ്സിനനുസരിച്ച്. സോ ഇതും കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയും അതുപോലെ പ്ലേറ്റിംഗ് തിക്നെസ് തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രില്ലിന്റെ ഡയമെൻഷൻ കൂട്ടുന്നു, കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയും കൂട്ടുന്നു. ഈ തെർമൽ വയൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 4 ആംപിയർ വരെയുള്ള ഒരു എന്താണ് ബേസിക് മെറ്റീരിയലൊക്കെ 4 ആംപിയർ ഉണ്ട്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് 10 ആംപിയർ വരെയൊക്കെ പിടിക്കാൻ പറ്റും. ഇവിടെയും കീ കൺസിഡറേഷൻ നമ്മൾ മൾട്ടിപ്പിൾ ലെയേഴ്സ് വയ്ക്കുന്നു. മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ പാരലൽ ആയിട്ട് കറണ്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. വരുന്ന കറണ്ടിനെ പാരലൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും ഉള്ള പവർ കിട്ടുകയും വേണം. ആരും പവർ ഇല്ലാതെ വെയിറ്റ് ചെയ്യാനും പാടില്ല. മുകളിൽ ടാങ്ക് കൊണ്ട് ആരെവിടെ തുറന്നാലും വെള്ളം കിട്ടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇൻക്രീസ് വയ പ്ലേറ്റിംഗ് തിക്നെസ്, അത് പവർ ആപ്ലിക്കേഷൻ അനുസരിച്ച് മാറും. ഇനി അതുപോലെ തന്നെ ബാക്ക് ഫിൽഡ് ആയിട്ടുള്ള വയാസ് ഉണ്ട്. സോ അത് കറണ്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും, വയാസ് ആണ്. പിന്നെ ഡിസൈൻ ടിപ്സ് ഫോർ ഹൈ കറണ്ട് PCB ട്രേസസ് ആൻഡ് വയാസ്. സോ ഹൈ കറണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന PCBസിലെ ട്രേസിന്റെയും വയാസിന്റെയും പവർ കൺസിഡറേഷൻ ആണ് പറയാൻ പോകുന്നത്. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പവർ ലൈൻസിൽ എപ്പോഴും ബോർഡിൽ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പവർ ട്രേസിന് എപ്പോഴും വൈഡർ ട്രേസസ് ആയിരിക്കും. കോപ്പറിന്റെ തിക്നെസ് നമുക്ക് 3 ohms വരെ ഉപയോഗിക്കാൻ പറ്റും. സോ ഇതൊക്കെ തിക്നെസ് കൂട്ടുന്നതിലൂടെ യു ക്യാൻ റെഡ്യൂസ് ദി റെസിസ്റ്റൻസ്. പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ വയാസ് വരുന്ന ഉണ്ടെങ്കിൽ അതിനർത്ഥം ഹൈ കറണ്ട് പാത്തുകൾ അവിടെ ഉണ്ട്.
പിന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ട്രേസിന്റെ സൈസിനെ റെഡ്യൂസ് ചെയ്യുക. അപ്പൊ അവിടെ ബോർഡിനകത്തുള്ള ഡ്രോപ്പ് കുറയും. ഇനി അതുപോലെ തെർമൽ വയേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് ഡിസിപ്പേഷനെ കൺട്രോൾ ചെയ്യും. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഐസികൾ മാറുന്നു, പ്രോസസർ ബോർഡുകൾ വരുന്നു, അതിനനുസരിച്ച് ഇതെല്ലാം SOIC ഹൈ സ്പീഡ് ലൈനുകൾ, ഇതിനനുസരിച്ച് ഈ ഡിസൈൻ റൂൾസിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസുകളുടെ സമ്മറിയാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PCB ഡിസൈൻ റൂൾസ് ഫോർ സെൻസറുകൾ. സെൻസറുകൾ വരുമ്പോൾ ഇനി എങ്ങനെയാണ് PCB ഡിസൈൻ റൂൾസിൽ വ്യത്യാസം വരുന്നത്? PCB പ്രത്യേകിച്ചിരിക്കും, അത് സിഗ്നൽ കണ്ടീഷനിങ് ബോർഡായിട്ടിരിക്കും. സെൻസറുകൾ പ്രത്യേകിച്ചുള്ള ഒരു യൂണിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഒരു ഹൗസിംഗ് എപ്പോഴും അതൊരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത്. PCBകൾ എപ്പോഴും ഒരു ഹൗസിംഗിനുള്ളിലായിരിക്കും വരുന്നത്. ഇപ്പൊ നമ്മൾ വെള്ളത്തിനടിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ സെൻസറുകൾ, ഇപ്പം പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകളെല്ലാം വരുന്നത് അതിന്റെ ഷിപ്പിന്റെ ഹള്ളിലാണ് വരുന്നത്. അതായത് ഫ്രണ്ടിലുള്ള ഷിപ്പിന് പല പോർഷൻ ഉണ്ട്, ഹള്ളുണ്ട്, പിച്ചുണ്ട്. സോ അതിന്റെ ഫ്രണ്ട് പോർഷനിലെ റൈറ്റ് സൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഹൾ എന്ന് പറയുന്നത്. സോ ഹള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കൂട്ടുകാരെ, ഈ സെൻസർ വയ്ക്കുന്നത്. അവിടെ ഭയങ്കര വൈബ്രേഷൻസും സ്ട്രെസ് ലെവലും ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഈ സിഗ്നലിനകത്ത്, ഈ വരുന്ന സിഗ്നലിനകത്തും ഇതിന്റെയൊക്കെ വൈബ്രേഷൻ കാരണമുള്ള ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള സിഗ്നൽസും ഉണ്ടാവും. കാരണം പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് ചെറിയൊരു സ്ട്രെസ്സോ സ്ട്രെയിനോ വന്നാൽ മതി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. സോ അപ്പം നമ്മുടെ ആ എൻവയോൺമെന്റൽ ആയിട്ടുള്ള സി കണ്ടീഷൻ അനുസരിച്ചുള്ള സിഗ്നലായിരിക്കും കിട്ടുന്നത്. ഇനി സാറ്റലൈറ്റ് പോകുമ്പോൾ അവിടെയും നോയ്സ് ഉണ്ട്. ഇനി അതുപോലെ എയറോസ്പേസിലോട്ടുള്ള ആണെങ്കിൽ അവിടെ വയ്ക്കുന്ന സെൻസറിലും ഈ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള നോയ്സുകളുണ്ട്. ഇതെല്ലാം നേരെ പോകുന്നത് നമ്മുടെ ബോർഡിനകത്തോട്ടാണ് പോകുന്നത്. എല്ലാവരും കയറി ബോർഡിനകത്തോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, സെൻസറും നമ്മുടെ മാസ്റ്റർ യൂണിറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് സ്ഥലത്ത് എപ്പോഴും എന്തുണ്ടാവണം കൂട്ടുകാരെ, ഒരു പ്രീ ആംപ്ലിഫയർ സ്റ്റേജ് ഉണ്ടാവണം. പ്രീ ആംപ്ലിഫയർ സ്റ്റേജിൽ കൃത്യമായിട്ടുള്ള സിഗ്നൽ കണ്ടീഷനിങ് റൂൾസുകളെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഈ സിഗ്നൽ കണ്ടീഷനിങ് റൂൾസ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊരു പവർ ആംപ്ലിഫയർ സ്റ്റേജുമായിട്ട് കോമ്പാക്റ്റബിൾ ആവുന്ന രീതിയിലായിരിക്കണം ഈ ബോർഡ് വെക്കേണ്ടത്. കാരണം ഈ ബോർഡുകളെല്ലാം കൂടെ അടുക്കി ഒരുമിച്ചാണ് വെക്കുന്നത്. ഒരു ലോ പവർ ഹാൻഡ്ലിംഗ് ബോർഡ്, ഒരു ഹൈ പവർ ഹാൻഡ്ലിംഗ് ബോർഡ്, അടുത്ത് ഡിജിറ്റൽ യൂണിറ്റ് പ്രത്യേകം ഉണ്ടെങ്കിൽ, പ്രോസസർ ബേസ്ഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ പ്രത്യേകം ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ട്രാൻസ്മിറ്റർ റിസീവർ സ്വിച്ചും ഉണ്ടാവും, ഒരു TR സ്വിച്ച് ബോർഡും ഉണ്ടാവും. സോ അത് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യുക. അപ്പൊ നോയ്സുകൾ അകത്തോട്ട് കയറി വരുന്നു. ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഇതേ പാത്തിലൂടെയാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ നോയ്സ് കൺസിഡറേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സെൻസർ വെക്കുമ്പോൾ. നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ലാബിനകത്താണെങ്കിൽ എന്താണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും കുറേയൊക്കെ കൺട്രോൾഡ് ആണ്, കുറെ കാര്യങ്ങൾ കൺട്രോൾഡ് ആണ്. അപ്പൊ പ്രശ്നമില്ല. പക്ഷെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു പ്രാക്ടിക്കൽ സൈറ്റിൽ പോകുമ്പോഴാണ് ഇതൊക്കെ ഉള്ളത്. അപ്പൊ സെൻസറുകൾ നമ്മൾ ഇന്റർഫേസ് ചെയ്യുന്ന സമയത്ത് സെൻസറിന്റെ സ്പെസിഫിക്കേഷൻ, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സെൻസറുകളൊക്കെ ഉണ്ടാക്കുന്നത് പ്രധാനപ്പെട്ട, നമ്മുടെ നാട്ടിൽ കുറ്റിപ്പുറത്ത് കെൽട്രോണിന്റെ ഒരു കുറ്റിപ്പുറം ബ്രാഞ്ച് ഉണ്ട്. അവിടെ നമുക്ക് പ്രധാനപ്പെട്ട സെൻസറുകൾ കിട്ടും. ആ സെൻസറുകൾ നമുക്ക് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാബ് വ്യൂവിൽ സിമുലേറ്റ് ചെയ്ത് നോക്കും. സിമുലേറ്റ് ചെയ്ത് നമ്മൾ കുറെ ടെസ്റ്റ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് എത്രത്തോളം നമുക്ക് നമ്മുടെ പ്രീ ആംപ്ലിഫയറോട് കോമ്പാക്റ്റബിൾ ആവുന്ന രീതിയിൽ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ടെസ്റ്റ് സിഗ്നൽ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ലാബ് വ്യൂ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഇതൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം മാത്രം, അതായത് സെൻസറിന്റെ ഡേറ്റാ ഷീറ്റും നമ്മുടെ പവർ സ്റ്റേജുകളുടെ റിക്വയർമെന്റ് തമ്മിൽ മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു സെലക്ഷൻ ആണ് വേണ്ടത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നോയ്സ് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര തലവേദനയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇലക്ട്രിക് സിഗ്നൽ കൊടുക്കുന്നു, കറസ്പോണ്ടിങ് പ്രഷർ വേവ്സ് ആക്കി മാറ്റുന്നു. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വെള്ളത്തിനടിയിലാകുമ്പോൾ പ്രഷർ വേവ്സ് ആക്കി മാറ്റുന്നു, എയറിൽ വെക്കുമ്പോൾ സൗണ്ട് വേവ്സ്. സോ പ്രഷർ വേവ്സ് ആക്കി മാറ്റി. ഈ പ്രഷർ വേവ്സ് ആണ് നേരെ എന്ത് ചെയ്യുന്നത്, അടുത്ത ട്രാൻസ്ഡ്യൂസറിൽ പോയി അടിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ഇൻഫർമേഷൻ ആ ഫ്രീക്വൻസി ഇപ്പൊ പ്രഷർ വേവ്സ് ആയിട്ടാണ് വെള്ളത്തിൽ കിടക്കുന്നത്. ഓക്കെ, ഇതിനകത്തുണ്ടാവും നമ്മുടെ വെള്ളത്തിനടിയിലുള്ള മത്സ്യങ്ങൾ, അതുപോലെ തന്നെ വേറെ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ എക്വിപ്മെന്റുകൾ ഉണ്ടാവും. ഇനി വെള്ളത്തിനടിയിൽ മുങ്ങാൻ പോകുന്ന ഡൈവർമാരുണ്ടാവും, ഇവർ സംസാരിക്കുന്ന ഫ്രീക്വൻസി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ വെയിൽ, അതിന്റെ ശബ്ദങ്ങൾ, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം പ്രോപ്പർ ആയിട്ട് നമുക്ക് വേണ്ട ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഒരു ഷീൽഡിങ്ങും ഗ്രൗണ്ടിങ്ങും അത്യാവശ്യമാണ്. നമ്മൾ ഗാർഡ് റിങ് ഒരു കോൺസെപ്റ്റ് ഉണ്ട് സെൻസറുകൾ ഡീൽ ചെയ്യുന്ന സ്ഥലത്ത്. സോ ഗാർഡ് റിങ്ങിന്റെ ട്രേസുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ അനലോഗ് ആയിട്ടുള്ള ഈ സെൻസർ ഔട്ട്പുട്ടും നമ്മുടെ പ്രോസസ്സിംഗ് ആയിട്ടുള്ള സ്റ്റേജുകളും തമ്മിൽ കണക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ ഈ ഗ്രൗണ്ടുകളെല്ലാം ഗാർഡ് ട്രേസുകൾ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ആ സെൻസറുകൾ കണക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ സാധാ നോർമൽ ട്രേസ് അല്ല വെക്കുന്നത്, ഗാർഡ് ട്രേസുകളാണ് വെക്കുന്നത്. അതെല്ലാം ഒരു കോമൺ പ്ലെയിൻ സെറ്റ് ചെയ്യും. ഗ്രൗണ്ട് പ്ലെയിൻ അനലോഗിനും ഡിജിറ്റലിനും സെൻസറിനും എല്ലാം കൂടെ ഒരു കോമൺ പ്ലെയിൻ സെറ്റ് ചെയ്യും. അവിടെ നമ്മൾ ഗാർഡ് റിങ്ങുകൾ കൊടുക്കും.
ഇനി അതുപോലെ ഒരു സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് മിനിമൈസേഷൻ ഉണ്ടോന്ന് ഞാൻ നടക്കൂല, പക്ഷെ ഒരു തരത്തിൽ ബാലൻസ് ചെയ്യാം. വരുന്ന നോയ്സുകളെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ ടെക്നിക്കാണ് സ്റ്റാർ ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സ്റ്റാർ ഗ്രൗണ്ടിങ് ടെക്നിക്ക്, അതായത് ഗ്രൗണ്ട് ലൂപ്പും റിട്ടേൺ പാത്തും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഷീൽഡ് എന്തായിരിക്കണം, അനലോഗ് സിഗ്നലുകൾക്ക് സെൻസിറ്റീവ് ആയിരിക്കണം. ഷീൽഡുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അനലോഗ് സിഗ്നൽ റിജക്ട് ചെയ്യാൻ പാടില്ല. അതായത് അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ പോകുന്ന സിഗ്നലാണ്. അതിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഷീൽഡ് സെലക്ട് ചെയ്യണം. ആ ഷീൽഡ് ആയിരിക്കണം നമ്മളെ ബോർഡിലും വരേണ്ടത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പം സെൻസറുകൾ എപ്പോഴും അതിന്റെ ഇംപിഡൻസ് പ്രൊഫൈല് നമുക്ക് ഇതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഇംപിഡൻസ് പ്രൊഫൈൽ ആയിരിക്കണം നമ്മുടെ സെൻസറിന് ഉണ്ടാവണം. അപ്പൊ ഏതൊരു സെൻസർ സെലക്ട് ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ ആ റിക്വയർമെന്റിനുള്ള ഇംപിഡൻസ് നമ്മൾ എന്ത് ചെയ്യണം, സെൻസർ മാനുഫാക്ചറിന് കൊടുക്കണം. നമ്മുടെ നാട്ടിലുണ്ട്, കുറ്റിപ്പുറത്ത് സെൻസർ മാനുഫാക്ചറിങ് ഉണ്ട്. അവിടെ പീസോ ഇലക്ട്രിക്, അതുപോലെ തന്നെ നമ്മുടെ പീസോ ഇലക്ട്രിക് ടൈപ്പ്, തെർമൽ ടൈപ്പ്, ഹ്യൂമിഡിറ്റി ടൈപ്പ്, ലെവലും ഫ്ലോ ഒന്നുമില്ല. സോ ബേസിക് ആയിട്ടുള്ള ഈ അണ്ടർ വാട്ടറും ആപ്ലിക്കേഷനുള്ള സെൻസേഴ്സ് എല്ലാം ഈ കുറ്റിപ്പുറത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. അവർ സെൻസർ കാലിബ്രേറ്റ് ചെയ്യുന്നതും ആ ടാങ്കിനകത്തിട്ടിട്ട് ഓരോ ഫ്രീക്വൻസീസിലുള്ള ഹൈഡ്രോഫോൺ എന്നൊരു സാധനം ഉണ്ട്. ശ്രദ്ധിക്കണം, ഹൈഡ്രോഫോൺ എന്നൊരു സാധനമുണ്ട്. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രീക്വൻസീസും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇലക്ട്രിക് സിഗ്നലായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചുമ്മാ തന്നെ ഫോണിൽ നിങ്ങൾ അടിക്കുക വോയിസ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ സെർച്ച് ചെയ്യുക. ആൻഡ്രോയിഡ് ആപ്പും ഉണ്ട്. അതിൽ 1 kHz ടൈപ്പ് ചെയ്താൽ 1 kHz നോയ്സ് സിഗ്നൽ വരും. 2 kHz സെലക്ട് ചെയ്താൽ അത് വരും. അത് നേരെ ഹൈഡ്രോഫോണിൽ കൊടുക്കും. ഈ ഹൈഡ്രോഫോൺ ആ നോയ്സിനെ എന്ത് ചെയ്യും, വെള്ളത്തിൽ പ്രഷർ വേവ്സ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വെച്ച് എന്ത് ചെയ്യും, നമ്മളത് ക്യാപ്ചർ ചെയ്യും. ഈ ക്യാപ്ചർ ചെയ്ത സിഗ്നൽ നമ്മൾ ആദ്യം വരുന്ന പ്രൈമ ഫേസിയ ബോർഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലായിടും ഒരേ കാര്യമുള്ള പിള്ളേരെ നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, FFT DSO കൊടുക്കുന്നു, FFT എടുക്കുന്നു, കൊടുത്ത സിഗ്നലിന്റെ ഫ്രീക്വൻസി ആണോ കിട്ടിയതെന്ന് നോക്കുന്നു. ഓക്കെ, സോ അപ്പൊ ഇതിനകത്ത് മെറ്റീരിയൽ, സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ഉണ്ടാവും, ഗ്രൗണ്ട് ട്രേസുകൾ, അതുപോലെ സ്റ്റാർ ഗ്രൗണ്ടിങ് മെത്തേഡ്, ഇതിങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യത്തിൽ ഓർമ്മിച്ച് വെക്കണം സെൻസറുകൾ വരുന്ന സ്ഥലത്ത്. ഇനി സെപ്പറേറ്റ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സെക്ഷൻ, ഈ രണ്ട് സെക്ഷനിലും എന്തുണ്ടാവണം, സെപ്പറേറ്റ് ആയിരിക്കണം. അവർ തമ്മിൽ ഗ്രൗണ്ട് പ്ലെയിനുകൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കോമൺ പോയിന്റ് വേണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ കണക്ഷൻ ആയിരിക്കണം അവിടെ വേണ്ടത്. ഓക്കെ, അനലോഗിനും ഡിജിറ്റലും തമ്മിൽ അവിടെ ഉപയോഗിക്കുന്ന ട്രേസ് പവർ ട്രേസ് ആണ്. ഓക്കെ, കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കൂടിയ ട്രേസ് ആണ് നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി പവർ സപ്ലൈ കൺസിഡറേഷൻ. ഇപ്പൊ നമ്മൾ ലീനിയർ ആയിട്ടുള്ള പവർ സപ്ലൈ LDO ടൈപ്പ് റെഗുലേറ്റേഴ്സ് ആണ് നമ്മൾ സെൻസറിന് പവർ നൽകാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ലോ നോയ്സ് ഉള്ള റെഗുലേറ്റർ സെലക്ട് ചെയ്യുക. പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന VCCയുടെ സ്ഥലത്ത് എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു ഡീകപ്ലിംഗ് കപ്പാസിറ്റർ ഇട്ട് കൊടുക്കണം. 0.1 മൈക്രോ ഫാരഡ് തൊട്ട് 1 മൈക്രോ ഫാരഡ് വരെയുള്ള പോയിന്റുകൾ ഇട്ട് കൊടുക്കാം. അവിടെ നിന്നായിരിക്കണം നമ്മുടെ സെൻസറിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. സോ എപ്പോഴും നമുക്ക് ഈ സെൻസർ ഉണ്ടോ, പവർ സപ്ലൈ ലൈനിൽ എന്തുണ്ടാവും, ആ VCC VCC ഇടയിൽ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്, ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം കൂട്ടുകാരെ, ഈ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിവൺ റേഞ്ചിലായിരിക്കും അത് ലീനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ടെമ്പറേച്ചർ ഉണ്ടാവും, ചിലപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാവാം, നമ്മുടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ, ഫ്ലോ. സോ ഇതിനെല്ലാം ഒരു ലീനിയർ റേഞ്ചിലായിരിക്കും ഇതിനെ കാലിബ്രേറ്റ് വെച്ചിട്ടുള്ള സെൻസറുകൾ അവർ വിൽക്കുന്ന സമയത്ത് ലീനിയർ റേഞ്ചിലായിരിക്കും കാലിബ്രേറ്റ് വെച്ചിട്ടുള്ള ഉണ്ടാവുന്നത്, അല്ലെ? ആ ലീനിയർ റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. അതിനൊന്നുണ്ടാവും ഒരു ഫ്രീക്വൻസി കൺസിഡറേഷൻ ഉണ്ടാവും, ഒരു പവർ ലിമിറ്റേഷൻ ഉണ്ടാവും. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അകത്തുള്ള പവർ സെൻസറിലോട്ട് അടിച്ചു കയറാൻ പാടില്ല. അകത്തുള്ള പവർ സെൻസറിലോട്ട് അടിച്ചു കയറാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ കപ്ലിംഗ് എഫക്റ്റുകളും മിനിമൈസ് ചെയ്യണം. സോ അതുകൊണ്ട് കൂട്ടുകാരെ, അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസി സെൻസർ ലൈനുകളിൽ ഇംപിഡൻസ് മിനിമം ആയിട്ടുള്ള ലൈനുകളായിരിക്കും അവിടെ പ്രിഫർ ചെയ്തത്. സോ മിനിമൈസ് പാരസൈറ്റിക് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ്. പിന്നെ അതുപോലെ തന്നെ ട്രേസുകളൊക്കെ നമ്മൾ ഷോർട്ട് ചെയ്യുക, മാക്സിമം റെഡ്യൂസ് ചെയ്യുക, ഇംപിഡൻസിന് റിഡക്ഷൻ അപ്ലൈ ചെയ്യുക, അൺവാണ്ടഡ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ലൈൻസിന്റെ ഇന്റർഫറൻസ് ഈ സെൻസർ ഏരിയയിൽ നിന്ന് ഒഴിവാക്കുക. ഇനി പ്രധാനപ്പെട്ട സെൻസർ ടൈപ്പുകൾ വരുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, ലൈറ്റ്, ഇതെല്ലാം അനലോഗ് ഔട്ട്പുട്ട് നൽകും. പക്ഷെ ഡിജിറ്റൽ ഔട്ട്പുട്ട് ആണെങ്കിൽ I2C, SPI, UART. ഓക്കെ, ഇങ്ങനെയുള്ള പല പ്രോട്ടോകോൾസിൽ അനുസരിച്ചിട്ടുള്ള ഡിജിറ്റൽ സെൻസർ ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. ഈ ഔട്ട്പുട്ട് നേരെ നമ്മുടെ അനലോഗ് ബോർഡിലോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യണം,
ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലാസ് എസ് ലെവലിലുള്ള പവർ ആംപ്ലിഫയേഴ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ ആയിട്ടുള്ള സിഗ്നൽ കണ്ടീഷനിങ് സ്റ്റേജുകൾ നമ്മളവിടെ ആഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സെൻസറിന്റെ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു എന്താണ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ലാബി ഉപയോഗിച്ചിട്ടോ നമുക്ക് വേണ്ട റേഞ്ചിലുള്ള സിമുലേഷൻ ചെയ്ത് ഒരു പവർ ആംപ്ലിഫയറിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സർക്യൂട്ടിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഡിജിറ്റൽ സെൻസറിൽ കൺട്രോളുമായി നമുക്ക് പവർ റെഗുലേറ്റ് ചെയ്യാനും പറ്റും. സോ അങ്ങനെയുള്ള ഹൈവേ അഡ്രസ്സിബിൾ റിമോട്ട് ട്രാൻസ്ഡ്യൂസർ പ്രോട്ടോകോൾസ്, HART പ്രോട്ടോകോൾസും ഉണ്ട് ഈ ഡിജിറ്റൽ സെൻസറിനെ ഡീൽ ചെയ്യുന്ന സമയത്ത്. ഇനി RF വയർലെസ് സെൻസർ, കപ്പാസിറ്റീവ് ടച്ച് സെൻസർ, ഇവരെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഈ ബോർഡുമായിട്ട് നമുക്ക് ഇന്റർഫേസ് ചെയ്യേണ്ടി വരും. ആ സമയത്തെല്ലാം ചെയ്യേണ്ടത് സെൻസറിന്റെ ഇംപെഡൻസിന് മാച്ച് ആവുന്ന രീതിയിലും സെൻസറിൽ നിന്ന് സിഗ്നല് ലൂസ് ആവാത്ത രീതിയിലും നമ്മുടെ ബോർഡിൽ നിന്നുള്ള പവർ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ പ്രൊസീജിയർ വേണം. അത് സെൻസർ ടൈപ്പിനനുസരിച്ച് മാറും. അനലോഗ് ആവും മാറും, ഡിജിറ്റലിനൊന്ന്, അതുപോലെ വയർലെസ് സെൻസേഴ്സ് എടുക്കുമ്പോഴും മാറും. ഓക്കെ, സോ ഞാൻ കുറച്ച് സമ്മറി പറഞ്ഞു തരാം. അനലോഗ് സെൻസർ ആണെങ്കിൽ ഉറപ്പിച്ചോളൂ, അവിടെ ഗാർഡറിങ് വേണം, ലീക്കേജിന്റെ എഫക്ട് റെഡ്യൂസ് ചെയ്യണം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബോർഡിൽ ഒരു ADC സ്റ്റേജ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ADC ഉണ്ടാവും. അപ്പൊ അനലോഗ് സിഗ്നൽ കണ്ടീഷനിങ് കഴിഞ്ഞ് ഡിജിറ്റൽ ബോർഡിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് ഇന്റർഫേസിങ് ADC ഉണ്ടാവും. അപ്പൊ ADCയുടെ ഡിസൈൻ പ്രോട്ടോകോൾസ് ഒബേ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ ട്രേസുകളൊക്കെ നമ്മുടെ വെളിയിൽ നിന്നുള്ള സിഗ്നലുകൾ പിടിച്ചു വലിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം അല്ല കൊടുക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ഒരു കൺഫോമൽ കോട്ടിംഗ് കൊടുത്ത് ഇൻസുലേറ്റ് ചെയ്യേണ്ട റീജിയൻസ് എല്ലാം ഇൻസുലേറ്റ് ചെയ്യണം. ഷീൽഡിങ്ങും റൂട്ടിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സോ സമ്മറി പറയാം, യൂസ് ലോ നോയ്സ് അനലോഗ് ട്രേസസ് വിത്ത് ഷീൽഡഡ് റൂട്ടിംഗ്. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൂടെ സ്റ്റെൻസിൽ സ്പെസിഫൈ ചെയ്യണം. നമ്മുടെ PCBയിൽ സ്പെസിഫൈ ചെയ്യണം ഇത് ലോ നോയ്സ് ട്രേസ് ആണെന്നുള്ള കാര്യം സ്പെഷ്യലി പറയണം. അവിടെ മാനുഫാക്ചറിംഗ് പോകുമ്പോൾ അവനെ അറിയാൻ പറ്റില്ല ഏത് ട്രേസ് ആണ് അവിടെ ഇടണം എന്നുള്ള കാര്യം. സോ ലോ നോയ്സ് ട്രേസ് ഇടണം. അപ്പൊ നമ്മുടെ ബോർഡിന്റെ കോസ്റ്റ് മാറി, റേഞ്ച് മാറി. ഓക്കെ, സോ ADCയും സെൻസറും തമ്മിൽ ഇന്റർഫേസ് ചെയ്യുന്ന സ്ഥലങ്ങൾ അത് സ്പെഷ്യലി നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ സെൻസറിന്റെ ADCയുടെ ഡയമെൻഷൻ മാച്ച് ആവുന്ന ഒരു ADCയുടെ ഡയമെൻഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സെൻസറിനും നമുക്ക് ഒരു ADC പറ്റൂല. അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സിഗ്മ ഡെൽറ്റ ADC ആണ്. ഇവൻ ദോ ഡ്യുവൽ പർപ്പസ് ഉണ്ട്, ഫ്ലാഷ് ADC ഉണ്ട്, സിഗ്മ ഡെൽറ്റ ADC. അത് നമ്മുടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് പല സൈസിലുണ്ട്. അപ്പം ഒരു പ്രാവശ്യം സെൻസർ നോക്കുക, സെൻസറിന്റെ ഔട്ട്പുട്ടിലെ മാക്സിമം ഫ്രീക്വൻസി നോക്കുക, അത് വെച്ചിട്ട് സാമ്പിളിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ആ സാമ്പിളിംഗ് ഫ്രീക്വൻസിക്ക് മാച്ച് ആവുന്ന സൈസ് എല്ലാം പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ വിചാരിക്കും പോലെ പിള്ളേര് കളിയല്ല. ഒരു പ്രാവശ്യം ഇതൊക്കെ നമ്മൾ തോന്നും പോലെയൊക്കെ ചെയ്ത് വെച്ച്, ഞാൻ അതിൽ തുടക്കത്തിൽ പറഞ്ഞത് ഇതെന്താണ്, ഒരു തോന്നിവാസം പോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവില്ല, കമ്പോണന്റ് ഒന്നും മാച്ച് ആവില്ല. കിട്ടുന്ന സോൾഡറിംഗ് സ്റ്റേജിൽ പോകുമ്പോഴായിരിക്കും ഇത് നമുക്ക് ഇത് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈ സ്റ്റേജുകളെല്ലാം ഒരു കെയർഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റുകൾ, എല്ലായിടവും ചെക്ക് ലിസ്റ്റുകളുണ്ട്. ഈ ഓരോ നമുക്ക് ഒരു ബോർഡും കമ്പോണന്റുമായിട്ട് ഒരു സോൾഡറിംഗ് ആളിന്റെ അടുത്ത് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റിൽ നോക്കും ഡയമെൻഷൻസ്, പിൻ സൈസ് ഇതുമായിട്ട് മാച്ച്ഡ് ആണോ, ഇതിന്റെ ട്രേസ് വിഡ്ത്തുമായിട്ട് മാച്ച് ആണോ, അതെല്ലാം ചെക്ക് ലിസ്റ്റുകൾ ചെക്ക് ചെയ്താണ് അവർ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെഷീൻ സോൾഡറിംഗിൽ പോകുമ്പോഴും ഇതെല്ലാം പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്ത് നമ്മുടെ റീഫ്ലോ മെഷീനിൽ പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് റോബോട്ടിക് ആം ഉപയോഗിച്ച് നമുക്കിത് മാസ് പ്രൊഡക്ഷൻ ആണ് നമ്മുടെ ലക്ഷ്യം. 1-2 ബോർഡ് വാങ്ങിച്ച് ചെയ്ത് വെക്കലല്ലോ നമ്മളെ ഉദ്ദേശം. നമുക്ക് മാസ് പ്രൊഡക്ഷൻ ആണ്, നമുക്ക് റവന്യൂ, കാശ് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എന്ത് പഠിച്ചാലും അതിനെ കാശാക്കാനാണ് നമ്മൾ നോക്കുന്നത്. സോ ഫ്രണ്ട്സ്, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ട് നോക്കണം. കാരണം ADCകൾ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് മാറും, സൈസ് മാറും, പുതിയ ഫംഗ്ഷനാലിറ്റീസ് വരും. അപ്പൊ അതിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ഡിസൈൻ നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ എപ്പോഴും ഈ ഡിജിറ്റൽ സിഗ്നൽസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് അത്യാവശ്യമാണ്. പിന്നെ റിഫ്ലക്ഷൻസ് ഒഴിവാക്കാൻ SPI ട്രേസസ് ഉപയോഗിക്കുക, ഷോർട്ട് ആയിട്ടുള്ള SPI ട്രേസസ് ഉപയോഗിക്കുക. പിന്നെ മാക്സിമം സെൻസർ ലൈനുകളെ ഹൈ സ്പീഡ് ട്രേസ് ലൈനുകളിൽ നിന്നൊക്കെ ഒഴിവാക്കുക. സോ ഫ്രണ്ട്സ്, ഇനി RF ലൈൻ വരുമ്പോൾ RF ആയിട്ട് മാച്ച് ആവുന്ന സെൻസേഴ്സ്, ഇപ്പം ലോറ, സിഗ്ബി, വൈഫൈ, ബ്ലൂടൂത്ത് പ്രോട്ടോകോൾസ് ഒക്കെ ആണെങ്കിൽ 50 ohm ഇംപിഡൻസ് ട്രേസിന് അത്യാവശ്യമാണ്. മെയിൻറ്റെയിൻ 50 ohm ഇംപിഡൻസ് ട്രേസ് ഫോർ RF സിഗ്നൽ. പിന്നെ അതുപോലെ തന്നെ RF ആന്റിന ട്രേസിന് എന്ത് ചെയ്യണം, മെറ്റൽ കമ്പൗണ്ട്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണം. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് പ്ലെയിനും RF ട്രേസും തമ്മിൽ
ആന്റിനയായിട്ട് ഇന്റർഫെയർ ചെയ്യാൻ പാടില്ല. സോ യൂസ് ഗ്രൗണ്ട് പ്ലെയിൻസ് ബിനീത് RF ട്രേസസ് ബട്ട് അവോയ്ഡ് പ്ലേസിംഗ് ദം അണ്ടർ ആന്റിന. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് കപ്പാസിറ്റി വേണ്ടി ടച്ച് സെൻസേഴ്സ് വരുമ്പോൾ സിഗ്നലിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് പ്ലെയിൻ പ്രിഫർ ചെയ്യണം, ലോങ് ട്രേസുകൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡൈലക്ട്രിക് എഫക്റ്റുകൾ ഒഴിവാക്കണം. സോ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ഗ്രൗണ്ടിങ്, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ആയിട്ടുള്ള ഗ്രൗണ്ടിങ് എഫക്ട്, അനലോഗിന്റെ ഗ്രൗണ്ടിങ്ങും ഡിജിറ്റലിന്റെ ഗ്രൗണ്ടിങ്ങും കറക്റ്റ് ആയിട്ട്, അനലോഗിന് അനലോഗും ഡിജിറ്റലായിട്ടുള്ള ഓവർലാപ്പിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം. ഇനി EMI EMC റിഡക്ഷൻ ടെക്നിക്സ്, അതിന് ആദ്യം തുടങ്ങേണ്ടത് നമ്മളെ കമ്പോണന്റ് സെലക്ഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഫെറൈറ്റ് ബീഡുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫെറൈറ്റ് ബീഡുകൾ സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഫിൽറ്റർ ഡിസൈൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ അനലോഗിൽ അത് പോസിബിൾ അല്ല. എന്നിരുന്നാൽ പോലും ഒരു ബട്ടർ വർത്തിന്റെ ഒരു സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ എങ്കിലും നമുക്ക് എന്തിട്ടുണ്ടാവണം, നമ്മുടെ ഇന്റർഫേസിംഗ് സ്റ്റേജുകൾ ഉണ്ടാവണം. നമ്മുടെ ലോവർ കട്ട് ഓഫും അപ്പർ കട്ട് ഓഫും ഉൾക്കൊള്ളുന്ന ഒരു സെക്കൻഡ് ഓർഡർ ബട്ടർ വർത്ത് ഫിൽറ്റർ എങ്കിലും നമ്മളോട് ഉപയോഗിക്കുക. പിന്നെ EMI EMC റിഡക്ഷൻ ടെക്നിക്കിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ട്രേസുകൾ ഒരിക്കലും 90 ഡിഗ്രി ബെൻഡുകൾ വരാതെ നോക്കുക. മാക്സിമം 45 ഡിഗ്രിയിലോട്ട് വരിക. ഈ 90 ഡിഗ്രി ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു ഷാർപ്പ് പോയിന്റുകളിലൊക്കെ നോയ്സ് ഇന്റർഫിയർ ചെയ്യുന്നിട്ട് പ്രാക്ടിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാക്ടിക്കൽ റിസൾട്ടുകളാണ്. പിന്നെ EMI EMC റിഡക്ഷൻ ടെക്നിക്സ് പറയുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവർ പിന്നുകളുടെ അടുത്തേക്ക് ഒരു മൈക്രോ ഫാരഡ് റേഞ്ചിലുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ 0.01 മൈക്രോ ഫാരഡ് 10 മൈക്രോ ഫാരഡ് അതിന് ക്ലോസ് ആയിട്ടുള്ള ഒരു ഡീകപ്ലിംഗ് കപ്പാസിറ്റീസ് ഉപയോഗിക്കാം. ഇനി PCBയുടെ ട്രേസ് വിഡ്ത്തും സ്പേസിംഗ് ലൈൻസും സെൻസറുകൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. PCBയുടെ ട്രേസ് വിഡ്ത്തിന്റെ കാര്യത്തിൽ സിഗ്നൽ ട്രേസ് വിഡ്ത്ത് മിനിമം എന്താണ് 6 മില്ലെങ്കിലും ഉണ്ടാവണം. മിലിറ്ററി റേഞ്ച് ആണ്, ഈക്വലൻ ടു 0.15 mm. പിന്നെ പവർ ട്രേസ് വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 0.5 mm ആയിരിക്കണം. ഇനി പവർ ആംപ്ലിഫയർ സ്റ്റേജിൽ പവർ റിക്വയർമെന്റ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ വാല്യൂവും കൂടിക്കൊണ്ടിരിക്കും. ഇനി ഗ്രൗണ്ട് പ്ലെയിൻ തിക്നെസ് മിനിമം 1 oz കോപ്പർ വേണം, അല്ലെങ്കിൽ മിനിമം ഒരു 35 മൈക്രോമീറ്റർ എങ്കിലും ഉണ്ടാവണം. മിനിമം വയർ സൈസ് 0.3 mm ആയിരിക്കണം. പാഡ് സൈസ് 0.6 mm ആയിരിക്കണം. ഇതെല്ലാം എന്താണ് കറണ്ട് റേറ്റിംഗിനും അതുപോലെ തന്നെ സ്പീഡ് റേറ്റ് ഫ്രീക്വൻസിക്കും അനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇനി അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഗ്രൗണ്ട് സെപ്പറേഷൻ എന്തുണ്ടാവണം, ഒരു മിനിമം 2 mm വേണം. ഇത് വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് EMI ഇന്റർഫറൻസിന്റെ എഫക്ട് കൂടും. സോ ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം പവർ സപ്ലൈ മോഡ്യൂൾസ്. സോ പവർ സപ്ലൈ മോഡ്യൂൾസ് എന്ന് പറയുമ്പം നമ്മൾ ഒരിക്കലും ബോർഡിനകത്ത് പവർ സപ്ലൈയുടെ മോഡ്യൂൾ ഡയറക്റ്റ് ആയിട്ട് വെക്കാറില്ല. പവർ സപ്ലൈക്ക് നമ്മൾ ഒരു ടോപ്പ് കാർഡ് കേജോ ബോട്ടം കാർഡ് കേജോ ഉണ്ടാക്കണം. ശ്രദ്ധിക്കണം കൂട്ടുകാരെ, നമ്മുടെ PCBകൾ വയ്ക്കാൻ ഒരു റാക്ക് ഉണ്ടാക്കണം. നമ്മൾ ഈ ബുക്കിനകത്ത് പേജുകൾ ഇരിക്കും പോലെ PCBകൾ നമ്മൾ എന്ത് ചെയ്യണം, റാക്കുകളിലോട്ടാണ് വരുന്നത്. ഈ റാക്കുകൾ നേരെ പോയിട്ട് ഒരു കണക്ടറിലേക്കാണ് പോയി മുട്ടുന്നത്. ഈ കണക്ടറുകളുടെ കണക്ഷൻ എന്ത് ചെയ്യുന്നു കൂട്ടുകാരെ, കാണുമ്പോൾ ഈ കണക്ടറുകളുടെ കണക്ഷൻ എന്ത് ചെയ്യും, നമ്മുടെ പവർ സപ്ലൈ ബോർഡിൽ പോകും. ഇപ്പൊ ലാംഡയുടെയോ പവർ സപ്ലൈ ആണെങ്കിൽ അതെന്ത് ചെയ്യും, മെയിൻ പവർ സപ്ലൈയുടെ കണക്ഷൻ ഉണ്ടാവും. നമുക്ക് വേണ്ട 24 വോൾട്ടോ 12 വോൾട്ടിന്റെ ഒക്കെയോ പവർ സപ്ലൈ ലൈൻസ് ഉണ്ടാവും. ഈ പവർ ലൈൻസ് ആയിരിക്കും നമ്മുടെ റാക്കിലേക്ക് കണക്ട് ആവുന്നത്. ഒരിക്കലും പവർ സപ്ലൈ മോഡ്യൂൾസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ PCB ബോർഡുകളിൽ ഇപ്പൊ പ്രിഫർ ചെയ്യാറില്ല, കാരണം സൈസ് വലുതാക്കും. ഇനി അതുപോലെ തന്നെ പവർ സപ്ലൈ റിക്വയർമെന്റ് മാറുമ്പോൾ ബോർഡ് മൊത്തം അഴിച്ചു പണിയുന്ന കാര്യം അത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഹെക്ടിക് പ്രൊസീജിയർ ആണ്. അതുകൊണ്ട് PCB ഡിസൈൻ റൂളിൽ പവർ സപ്ലൈ മോഡ്യൂൾസ് മാക്സിമം ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഈ പവർ സപ്ലൈ ലൈൻസ് കയറി വരുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഹൈ കറണ്ട് വേണ്ടി വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ കോപ്പറിന്റെ സൈസ് മാറ്റേണ്ടി വരും. നമുക്ക് ലീക്കേജ് ഒഴിവാക്കണം, അതുപോലെ തന്നെ ഹീറ്റിംഗ് എഫക്റ്റ് ഒഴിവാക്കണം. സോ അപ്പൊ ഇങ്ങനെയുള്ള കണക്ഷൻസ് വരുന്ന സ്ഥലത്തെല്ലാം എന്തുണ്ടാവണം, പ്രോപ്പർ ആയിട്ടുള്ള ഹീറ്റ് സിങ്കുകൾ ഉണ്ടാവണം. സോ പവർ സപ്ലൈ സൈഡ് ഉണ്ടോ, അതിന് ടോപ്പായിട്ട് ഒരു ഫാൻ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. ടോപ്പിലൊരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ നമ്മുടെ QA/QC ചെക്കിനനുസരിച്ച് ഈ ഫാനിന്റെ സ്പീഡ് ശ്രദ്ധിക്കണം മക്കളെ, ഈ ഫാനിന്റെ സ്പീഡും പവർ വലിക്കുന്നതും തമ്മിൽ ഒരു കൺട്രോൾ ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ ഉണ്ടാവും. സോ അപ്പൊ പവർ റിക്വയർമെന്റ് കൂടുന്നെങ്കിൽ ഈ ഫാനിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് മനസ്സിലാവും നമ്മളെ ബോർഡ് ഹൈ പവർ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫാൻ ആണ് നമ്മളെ ഇൻഡിക്കേഷൻ. ഫാനിന്റെ സൗണ്ട് കേൾക്കുന്നില്ല, പവർ റിക്വയർമെന്റ് കുറവാണ്. ഫാനിന്റെ ശബ്ദം കൂടുന്നുണ്ട്, പവർ റിക്വയർമെന്റ് കൂടുന്നുണ്ട്. സോ അപ്പൊ ഇവര് തമ്മിൽ ആ കറണ്ട് വലിക്കുന്ന പാത്തില് നമ്മുടെ ഒരു
സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻസർ മോഡ്യൂൾ വെച്ചിട്ടാണ് നമ്മളത് നോർമൽ ആയിട്ടുള്ള ഡിവൈസുകൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഇത് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഈ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാറുണ്ട്. ചില സമയത്ത് പവർ എന്തെങ്കിലും ഹാങ് ആവുന്നു, എല്ലാ പ്രോസസ്സും കൂടെ സ്റ്റക്ക് ആവുന്ന സമയത്തൊക്കെ പവർ റിക്വയർമെന്റ് കൂടുന്നതും ബാറ്ററി ചൂടാവുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ ഫ്രണ്ട്സ്, അപ്പൊ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കീപ് ട്രേസുകൾ എന്ത് ചെയ്യണം, വൈഡ് ആക്കണം, ഷോർട്ട് ആക്കണം. സോ പവർ റിക്വയർമെന്റ്, പവർ കണക്ഷൻസ് വരുന്ന സ്ഥലത്തെല്ലാം ട്രേസുകൾ വീതി കൂടുതലായിരിക്കും, ഷോർട്ട് ആക്കും. സോ അങ്ങനെ ഹൈ കറണ്ട് പാത്തുകൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. സോ അതിനോട് തിക്കർ കോപ്പർ വരെ സെലക്ട് ചെയ്യാം. പിന്നെ കീപ് ഹൈ കറണ്ട് ട്രേസസ് ആസ് ഷോർട്ട് ആസ് പോസിബിൾ ടു മിനിമൈസ് റെസിസ്റ്റൻസ് ആൻഡ് ഹീറ്റ്. സോ ഇത് ഒരു ലോങ് റണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെ. ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മിനിമം ഒരു 3 days വർക്ക് സൈക്കിളിൽ അത് ഓൺ ആക്കിയിട്ടിരിക്കണം. സോ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഓവർ ഹീറ്റിംഗ് എഫക്ട് വരാൻ പാടില്ല. നമ്മുടെ പവർ ബഡ്ജറ്റിന് മുകളിലുള്ള ഒരു എനർജി ഡിസിപ്പേഷൻ വരാൻ പാടില്ല. ഐ റിപ്പീറ്റ്, ഒരു പവർ ബഡ്ജറ്റിന് മുകളിലുള്ള ഒരു എനർജി ഡിസിപ്പേഷൻ അവിടെ വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത് ഈ ട്രേസ് വിട്ട് നിങ്ങൾ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് ആണെങ്കിലും സംഭവിക്കും, ട്രേസ് ഷോർട്ട് ആൻഡ് വൈഡ് ആണെങ്കിലും സംഭവിക്കും. പെട്ടെന്ന് തന്നെ ആ പാഡ് കേടായ ബോർഡ് കേടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹൈ പവർ സപ്ലൈ സൈഡും ലോ പവർ സപ്ലൈയും സെപ്പറേറ്റ് ചെയ്യുക. കാരണം ഹൈ പവർ സൈഡ് വരുന്നത് എപ്പോഴും നമ്മുടെ ഫ്രണ്ട് എൻഡ് ഇലക്ട്രോണിക്സിലായിരിക്കും. ലോ പവർ സൈഡ് വരുന്ന എപ്പോഴും പ്രോസസിങ് സ്റ്റേജിലായിരിക്കും, ഡിജിറ്റൽ സ്റ്റേജുകളിലായിരിക്കും. അപ്പം 2 സെപ്പറേറ്റ് ലൊക്കേഷൻസ് ഉണ്ടാക്കുക. ഒരു ടോപ്പ് കാർഡ് കേജിന് ഒരു പവർ സൈഡ്, ടോപ്പ് കാർഡ് കേജിലായിരിക്കും അനലോഗ് ബോർഡുകളെല്ലാം നമ്മൾ റാക്കിൽ നിങ്ങൾ ബുക്ക് ഫിക്സ് ചെയ്യും പോലെ ഈ കാർഡുകൾ ഫിക്സ് ചെയ്യുന്നത്. ബോട്ടം കാർഡ് കേജിലായിരിക്കും നമ്മുടെ സിഗ്നൽ പ്രോസസ്. നമുക്ക് 2 കാര്യങ്ങൾ കൂട്ടുകാർ ചെയ്യണം. സിഗ്നൽ പ്രോസസിംഗ് ചെയ്യണം, സിഗ്നൽ കണ്ടീഷനിങ് ചെയ്യണം. സെൻസർ വരുന്നു, സെൻസറിൽ നിന്നുള്ള ഡേറ്റയെ സിഗ്നൽ കണ്ടീഷനിങ് ചെയ്യണം. ഡിജിറ്റലിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സിഗ്നൽ പ്രോസസിംഗും ചെയ്യണം. 2 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 2നും 2 തരത്തിലുള്ള സ്റ്റാൻഡേർഡുകളാണ്. ഒന്ന് സിഗ്നൽ കണ്ടീഷനിങ് ഈസ് റഫ് സ്റ്റാൻഡേർഡ്, മറ്റേതാണ് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റെപ്പ്. സിഗ്നൽ പ്രോസസിംഗ് ഈസ് മോർ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈ കറണ്ട് പാത്തുകളൊക്കെ ലോ പവർ സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുക, അത് ബോർഡ് കേടാക്കും. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലായിരിക്കണം, 2 ഡിസൈനിലായിരിക്കണം അത് ചെയ്യേണ്ടത്. ഓക്കെ, കീപ് പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട് സെപ്പറേറ്റ് ടു അവോയ്ഡ് ഇന്റർഫറൻസ്. പ്ലേസ് ഫീഡ്ബാക്ക് ആൻഡ് കൺട്രോൾ സിഗ്നൽ അവേ ഫ്രം ഹൈ കറണ്ട് പാത്ത്. അപ്പം നമ്മുടെ ഹൈ പവർ സെക്ഷൻ ആക്റ്റീവ് ആവണോ ലോ പവർ സെക്ഷൻ ആക്റ്റീവ് ആവണോ തീരുമാനിക്കുന്നത് ഒരു കൺട്രോൾ സിസ്റ്റത്തിലൂടെ, ഒരു PID കൺട്രോൾ സിസ്റ്റത്തിലൂടെ ആയിരിക്കും നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഗുഡ് ഗ്രൗണ്ടിങ് പ്രാക്ടീസ്. ഈ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് അനലോഗ് ഗ്രൗണ്ട് അതുപോലെ പവർ ഗ്രൗണ്ട് രണ്ടും സെപ്പറേറ്റ് പോയിന്റുകളാണ് കിടക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ 2 പോയിന്റുകളും കൂടെ ഒരു സിംഗിൾ പോയിന്റിൽ നമ്മൾ ബാലൻസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സോളിഡ് ആയിട്ടുള്ള മാർക്കിംഗ് വേണം. സോ യൂസ് എ സോളിഡ് ഗ്രൗണ്ട് പ്ലെയിൻ ടു റെഡ്യൂസ് നോയ്സ് ആൻഡ് ഇംപ്രൂവ് പവർ ഡിസിപ്പേഷൻ. പിന്നെ എന്ത് വേണം, ഈ നമ്മുടെ ലൂപ്പുകളെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർ ഗ്രൗണ്ടിങ് മെത്തേഡ് ഉപയോഗിക്കണം. പിന്നെ ഈ 3 നമ്മൾ പറയുന്ന അവസാനത്തെ പോയിന്റ് ഫോർ SMPS ശ്രദ്ധിക്കണേ. SMPS for minimize loop areas for high frequency current to reduce. For SMPS use separate analog and power ground planes connected at a single point. പവർ സപ്ലൈയുടെ കാറ്റഗറി മാറുന്നതിനനുസരിച്ച് റൂൾസിലും വ്യത്യാസമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് അത്രയും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. സോ ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് H ബ്രിഡ്ജ് എന്നൊരു കൺസെപ്റ്റ്, മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പവർ കൺട്രോളിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു H ബ്രിഡ്ജ് ആയിട്ടാണ് മോസ്ഫെറ്റ് വരുന്നത്. മോസ്ഫെറ്റ് വെച്ചും ചെയ്യും, IGBT വെച്ച് ചെയ്യും. സോ ഇവരെല്ലാം ഭയങ്കരമായിട്ടുള്ള പവർ റിക്വയർമെന്റ് ഉള്ള കമ്പോണൻസ് ആണ്. അതുപോലെ തന്നെ അടുത്തടുത്തുള്ള കമ്പോണൻസിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഇൻഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള കമ്പോണൻസും കൂടിയാണ്. അവരും സെൽഫ് നോയ്സ് ഇമ്മ്യൂൺ ആണെങ്കിൽ പോലും അവർ വർക്കിങ്ങിലൂടെ അടുത്തുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടും, ഈ പ്രശ്നങ്ങളൊക്കെ EMI എഫക്റ്റുകൾ, ലീക്കേജ് എഫക്റ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇവരെയൊക്കെ എന്ത് ചെയ്യണം കൂട്ടുകാർ, ഈ പെട്ടെന്ന് ഹീറ്റ് ആവുന്ന, പെട്ടെന്ന് പവർ റിക്വയർമെന്റ് കൂടിയ ആൾക്കാർ, ഇവരെയൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലത്. വിത്തൗട്ട് ലൂസിങ് ദ ഇംപിഡൻസ്. നമ്മുടെ ട്രാക്കിലെ ഇംപിഡൻസ് ആവാതെ തന്നെ, ഈ മിസ്മാച്ച് ആവാതെ തന്നെ ഇവരെയൊക്കെ ഒന്ന് ഐസൊലേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. കീപ് ഇൻപുട്ട് കപ്പാസിറ്റർ ക്ലോസ് ടു വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഓർ സ്വിച്ചിങ് ICs നമ്മൾ പറഞ്ഞു. മിനിമൈസ് ലൂപ്പ് ഏരിയാസ് ഫോർ ഹൈ ഫ്രീക്വൻസി കറണ്ട് ടു റെഡ്യൂസ് EMI. സോ ഇവരൊക്കെ ഹൈ ഫ്രീക്വൻസി പാത്തുകളിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ മിനിമൈസ് നമ്മുടെ ലൂപ്പ് ഏരിയ, ഇവരിയ്ക്കുന്ന ലൂപ്പ് ഏരിയ റെഡ്യൂസ് ചെയ്യും.
ഇനി തെർമൽ മാനേജ്മെന്റ്, ഇവരുടെ ബോഡിയിലെല്ലാം ഒരു ഹീറ്റ് സിങ്ക് ഉണ്ടാവും. ഈ ഹീറ്റ് സിങ്കുകളെല്ലാം നമ്മുടെ ഓട്ടോ CAD ടൂൾ ഉപയോഗിച്ച് അവിടെ നിന്ന് ഒരു ഫാൻ റൺ ചെയ്യുമ്പോൾ മിനിമം ടൈമിൽ ഇവർ കൂൾ ആവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇതെല്ലാം നമുക്ക് സിമുലേഷൻ ടൂൾസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തെർമൽ വയാസ്, ഇവരെ കണക്ട് ചെയ്യാൻ തെർമൽ വയാസ് ഉപയോഗിക്കണം. സോ അത് കാരണം നമുക്ക് ഹീറ്റ് ഡിസിപ്പേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് ചൂടാവുന്നത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിലേക്ക് നോൺ ലീനിയർ എഫക്റ്റുകൾ പെട്ടെന്ന് വരും. കാരണം സെമി കണ്ടക്ടർ ഡിവൈസിലെ ആദ്യത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞത് തന്നെ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ബിഹേവിയർ മനസ്സിലാക്കുന്നത്. സോ ഈ തെർമൽ എഫക്ട് എല്ലായിടവും ഉണ്ട്. ചില സമയത്ത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്, ചില സമയത്ത് നമുക്കത് ഒരു നോയിസ് ജനറേഷൻ കൂടിയാണ്. സോ ഒരു നോൺ ലീനിയർ എഫക്ട് കൂടിയാണ്. സോ അതുപോലെ തന്നെ ഹീറ്റ് ഡിസിപ്പേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറിന്റെ തിക്നെസ് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ലാർജ് ആക്കി വെക്കുന്നത് നല്ലതാണ്. ഇവർ വെക്കുന്ന ഈ മോസ്ഫെറ്റ് വരുന്ന സ്ഥലങ്ങളിൽ. So keep heat sink, power components and high current traces away from sensitive analog circuits. Use large copper pores for heat dissipation. നേരത്തെ പറഞ്ഞ കാര്യമാണ് 90 ഡിഗ്രി ആംഗിൾസ് നമുക്ക് ഇവിടെ വേണ്ട. പവർ ലൈൻ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് 9 ഡിഗ്രി വേണ്ട, 45 ഡിഗ്രിയോ അതിനടുത്തുള്ള ഒരു ലോവസ്റ്റ് പോസിബിൾ ആംഗിളിലോട്ട് നിങ്ങൾ മാറ്റുക. പിന്നെ ലീനിയർ പവർ സപ്ലൈ LDO ലീനിയർ റെഗുലേറ്റേഴ്സ് വരുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ടത് വൈഡ് ട്രേസ് ഇൻപുട്ടിലും ഔട്ട്പുട്ട് കണക്ഷനിലും വേണം. ബോർഡിലേക്ക് വരുന്ന ഇൻപുട്ട് കണക്ഷനിലും ബോർഡിൽ നിന്ന് പോകുന്ന കണക്ഷനിലും വേണം. സോ പ്ലേസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കപ്പാസിറ്റേഴ്സ് ക്ലോസ് ടു ദ റെഗുലേറ്റർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂളിംഗ് സിസ്റ്റം, ഹീറ്റ് സിങ്ക് അല്ലെങ്കിൽ കോപ്പർ പോർ ഉപയോഗിച്ച് ഒരു പ്രോപ്പർ കൂളിംഗ് അറേഞ്ച്മെന്റ് ഈ ലീഡ്സിന് കിട്ടണം. ഓക്കെ, ഇനി സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, പ്രത്യേകിച്ച് ബക്ക്, ബൂസ്റ്റ് ഇങ്ങനെയുള്ള മോഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന SMPS ഇവർക്കൊക്കെ വർക്ക് ചെയ്യും. ഇവരിലൊക്കെ സ്വിച്ച് നോഡുകളുണ്ട്. ഇവർ കണക്ട് ചെയ്യുന്ന നോഡുകളിൽ എന്താണ് ട്രേസുകളൊക്കെ ഷോർട്ട് ചെയ്യുക. ഹൈ കറണ്ട് പാത്തുകൾ നമ്മൾ പ്രിഫർ ചെയ്യുക. പിന്നെ ഹൈ കറണ്ട് പാത്തുകളിൽ നിന്ന് ഇവരുടെ ലൈൻസിനെ അവോയ്ഡ് ചെയ്യുക. ഹൈ ഫ്രീക്വൻസി കപ്ലിംഗ് ഇവിടെ നിന്ന് ഒഴിവാക്കുക. സോ മിനിമൈസ് ലൂപ്പ് ഏരിയ ഫോർ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് പാത്ത്. എവിടെ ഇരിപ്പുണ്ട് നമ്മുടെ DR സ്വിച്ച് മൊത്തം, ട്രാൻസ്മിറ്റർ റിസീവർ സ്വിച്ച് മൊത്തം ഹൈ ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെയും പവർ ലൈൻസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് അവിടെയുള്ള ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏരിയാസ് ഒക്കെ മിനിമൈസ് ചെയ്യുക. So place input capacitors close to switching ICs to reduce noise. അതുപോലെ keep switching node traces short to reduce EMI. Route high current paths on one layer to avoid unnecessary wires. ഇനി AC DC പവർ സപ്ലൈ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഫെറൈറ്റ് ബെഡുകൾ ഉപയോഗിക്കണം. മെറ്റീരിയൽസിന് ഫെറൈറ്റ് ബെഡുകൾ ഉപയോഗിക്കണം. പിന്നെ അതുപോലെ തന്നെ ലോ വോൾട്ടേജിനും ഹൈ വോൾട്ടേജിനും സെപ്പറേറ്റ് ആയിട്ട് ട്രേസുകൾ വേണം. AC വരുന്ന പോയിന്റ് ഹൈ വോൾട്ടേജ് റെക്ടിഫൈ ചെയ്ത് പോകുന്ന സ്ഥലം ലോ വോൾട്ടേജ് സൈഡ്. സോ ഹൈ വോൾട്ടേജ് സൈഡും ലോ വോൾട്ടേജ് സൈഡിലും രണ്ട് ഹൈ ഒരിടത്ത് ഹൈ ടെമ്പറേച്ചർ, ഒരിടത്ത് ലോ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ മെറ്റീരിയലിനുള്ളിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ലീക്കേജ് എഫക്റ്റുകൾ ഉണ്ടാവും. സോ അതിനെ പറയുന്ന പേരാണ് നമ്മുടെ ക്രീപ്പിംഗ് എഫക്ട്. സോ മെയിൻറ്റെയിൻ സഫിഷ്യന്റ് ക്രീപ്പേജ് ആൻഡ് ക്ലിയറൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജ് ട്രേസസ്. പിന്നെ അതുപോലെ പ്രൈമറി സർക്യൂട്ടും, അതായത് നമുക്ക് മെയിൻ പവറിൽ നിന്ന് വരുന്ന പ്രൈമറി സർക്യൂട്ടും നമുക്ക് വേണ്ട സ്റ്റേജും, അതായത് പവർ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിനെയാണ് സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത്. രണ്ടുപേരും തമ്മിൽ ഐസൊലേഷൻ വേണം, പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഫെറൈറ്റ് ബീഡുകൾ സെലക്ട് ചെയ്യണം. പിന്നെ അതുപോലെ EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്യാനുള്ള ഫിൽറ്ററുകൾ നമ്മൾ ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും ഒക്കെ സെറ്റ് ചെയ്താൽ നല്ലത്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈ കറണ്ട് ട്രേസ് ആണെങ്കിൽ കോപ്പർ തിക്നെസ് 1 മില്ലിമീറ്ററിന് മുകളിലായിരിക്കണം. ഇനി അതുപോലെ പവർ ഗ്രൗണ്ട് ആണെങ്കിൽ അവിടെയുള്ള കോപ്പറിന്റെ തിക്നെസ് 35 മൈക്രോമീറ്റർ. ഹൈ വോൾട്ടേജ് ആണെങ്കിൽ മിനിമം ക്ലിയറൻസ് 1.5 mm വേണം. ഇനി അതുപോലെ തന്നെ ഹൈ കറണ്ടിലാണെങ്കിൽ പാഡ് സൈസ് മിനിമം 1 mm ഓർ എബോവ് ആവാം. ഹോൾഡർ സൈസ് 0.5 mm ഓർ എബോവ് ആവാം. ഇനി പവർ സപ്ലൈയിലുള്ള പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻ ആണ് EMI EMC കോമ്പാക്റ്റബിൾ. സോ നമ്മുടെ പവർ സപ്ലൈ വാങ്ങിക്കുമ്പോൾ ഇപ്പൊ EMI EMC എല്ലാ പവർ സപ്ലൈയിലും എന്താണ് അതിനകത്തിരിക്കുന്ന ബോർഡുകളാണ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. സോ കൃത്യമായിട്ട് ഇൻഡക്ടേഴ്സ് ചിലപ്പോൾ അകത്തുണ്ടാവാം, കപ്പാസിറ്റേഴ്സ് ഉണ്ടാവാം. മാക്സിമം കമ്പോണൻസുകളെ പവർ ട്രാൻസ്ഫറിങ് കമ്പോണൻസുകളെ മാക്സിമം എന്ത് ചെയ്യുക, ഷീൽഡ് ചെയ്യുക. യൂസ് ഷീൽഡഡ് ഇൻഡക്ടേഴ്സ് in SMPS design. Place ferrite beads on power input and output lines. Keep switching traces. നമ്മൾ നേരത്തെ പറഞ്ഞു സ്വിച്ചിങ് ട്രേസിന്റെ കാര്യം, away from sensitive ആയിട്ടുള്ള അനലോഗ് സർക്യൂട്ട്സ്. സോ സ്വിച്ചിങ് ട്രേസ് സർക്യൂട്ടിലൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, നോയ്സിനെ കപ്പിൾ ആവും.
പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് പ്ലെയിനും അതുപോലെ തന്നെ കോപ്പർ ലൈനും തമ്മിൽ എന്ത് ചെയ്യണം, ഷീൽഡിങ് ഉണ്ടാവണം. പിന്നെ EMI EMC റിഡക്ഷൻ ടെക്നിക്കിന് നമ്മളെ ബോർഡിൽ വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ തിക്നെസ് 1 മില്ലിമീറ്ററിന് മുകളിലാവണം, പവർ ഗ്രൗണ്ട് പ്ലെയിൻ തിക്നെസ് 35 മൈക്രോമീറ്ററിന് മുകളിലാവണം, മിനിമം ക്ലിയറൻസ് 1.5 mm. ഇതെല്ലാം നമ്മൾ നോക്കുന്ന എവിടെയാണ്ടാ, നമ്മുടെ QA/QC ചെക്കിലാണ് നോക്കുന്നത്. നമ്മുടെ ഡിസൈൻ ഷീറ്റും നമ്മുടെ കയ്യിലിരിക്കുന്ന ഷീറ്റും തമ്മിലുള്ള ഒരു എന്താണ് ഒരു മാച്ചിങ് ആണ് നമ്മളവിടെ വെരിഫൈ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് മാനുഫാക്ചറിങ് ടെക്നിക്കാണ്. സോ ഫ്രണ്ട്സ്, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഡിസൈൻ റൂൾസിനെ കുറിച്ചാണ്. ഇനി പോസ്റ്റ് മാനുഫാക്ചർ, ഇപ്പൊ നമ്മളൊരു ബോർഡ് ഉണ്ടാക്കി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ സന്തോഷിച്ചു. പക്ഷെ നമുക്ക് വേണ്ടതെന്താണ്, ഒരു മാസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് മാർക്കറ്റിൽ ഇറങ്ങേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCB ഡിസൈൻ സ്റ്റെപ്പ് വെച്ച് കുറെ സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടു കൂടി നമ്മൾ അതിനെന്ത് ചെയ്തു, സിമുലേറ്റ് ചെയ്തു, അനാലിസ് ചെയ്തു, ഓരോന്നിന്റെയും ബിൽ ഓഫ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ കോസ്റ്റിംഗ്, എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റാക്കി, ഗർബർ ഫയലും അതുപോലെ തന്നെ ഡ്രിൽ ഫയലും എല്ലാം സെറ്റാക്കി വെച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്ത കാര്യങ്ങളാണ്. ഇനി കിടക്കുന്ന സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹാർഡ്വെയർ സൈഡ് ഉണ്ട്. ഇതിന് ആക്ച്വൽ ആയിട്ട് എച്ച് ചെയ്ത് ഡ്രിൽ ചെയ്ത് ക്ലാഡിംഗ് ഒക്കെ ചെയ്ത് നമ്മളെ കയ്യിൽ എന്ത് ചെയ്യണം, നമ്മുടെ ആക്ച്വൽ ഡയമെൻഷനിൽ സ്ട്രെങ്തോടുകൂടി നമുക്ക് വേണ്ട സ്ട്രെങ്തോടുകൂടി പെട്ടെന്നൊന്നും ഓടിക്കാൻ പറ്റരുത്. നമ്മൾ സാധാ ബോർഡുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒടിഞ്ഞു പോകും. പക്ഷെ വലിയ സ്ട്രെങ്ത് താങ്ങാൻ പറ്റണം. ഹൈ സ്ട്രെസ്സിലും സ്ട്രെയിനിലും ഒന്നും കമ്പോണൻസ് ഇളകി പോകാൻ പാടില്ല. സോ ആ രീതിയിലുള്ള ഒരു നല്ലൊരു മാനുഫാക്ചർ വേണം. നമ്മുടെ നാട്ടിലുള്ള ഇല്ല എന്ന് തന്നെ പറയാം. തമിഴ്നാട് അതുപോലെ തന്നെ ബാംഗ്ലൂരുടെ കുടിൽ വ്യവസായം പോലെ PCB മാനുഫാക്ചറിങ് യൂണിറ്റ്സുകളുണ്ട്. അവർ പറയുന്ന സ്റ്റാൻഡേർഡിൽ നമുക്ക് വേണ്ട തിക്നെസ്സിൽ നമ്മൾ പറയുന്ന മിൽ സ്റ്റാൻഡേർഡിലൊക്കെ അവർ ചെയ്തു തരും. സോ അതിനുള്ള പ്രൊസീജിയേഴ്സ് ആണ് കൂട്ടുകാരന് പറയുന്നത്. പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഡിസൈൻ നമ്മൾ പോസ്റ്റ് മാനുഫാക്ചറിങ് സ്റ്റെപ്പ് കൊടുക്കുന്നതിന് മുമ്പ് ഡിസൈൻ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഡിസൈൻ വാലിഡേഷൻ ചെയ്ത് ടെക്നിക്കൽ ഡയറക്ടർ സൈൻ ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വന്തം റിസ്കിൽ ഈ സാധനം മാനുഫാക്ചറിങ് കൊടുക്കാൻ പാടില്ല. മാനുഫാക്ചറിങ്ങിന് പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും മാറ്റാൻ പറ്റില്ല. സോ ഡിസൈൻ വാലിഡേഷൻ പക്ക ആയിരിക്കണം. 1-2 ലെവലിലുള്ള ഒരു ഡിസൈൻ ടീം ഉണ്ടാവും, ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ടീം എല്ലാ കമ്പനികളിലും ഉണ്ടാവും. സോ R&D സെക്ഷൻ ഉണ്ടാവും. R&D സെക്ഷൻ ആയിരിക്കും നമുക്ക് ഡിസൈൻ തരുന്നത്. ഈ ഡിസൈനെ സിമുലേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ D&D സെക്ഷൻ ആയിരിക്കും. ഇവർ ചെയ്ത സാധനത്തിനെ നമുക്ക് വാലിഡേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ ഡയറക്ടർ ആയിരിക്കും. ഈ ടെക്നിക്കൽ ഡയറക്ടർ ഡിസൈൻ വാലിഡേറ്റ് ചെയ്ത് സൈൻ ചെയ്യാത്തിടത്തോളം കാലം ഒരിക്കലും പോസ്റ്റ് പ്രൊഡക്ഷന് പോകാൻ പാടില്ല. അതൊരു അയാളെടുക്കുന്ന റിസ്ക് ആണ്. ഓക്കെ, നമുക്ക് ഇത് പക്കാണ്, നമ്മൾ വെരിഫൈ ചെയ്തു, പക്ഷെ ടെക്നിക്കൽ ടീം ഡയറക്ടർ വെരിഫൈ ചെയ്തില്ലെങ്കിൽ ഡിസൈൻ വാലിഡേഷൻ ചെയ്യാൻ പറ്റില്ല. ഈ എടുക്കുന്ന കമ്പോണന്റുകളുടെ സ്റ്റാൻഡേർഡ്, പാക്കേജ് ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. നമുക്ക് ജനറൽ പർപ്പസ് ബോർഡുകളാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡും പാക്കേജിന്റെ കാര്യങ്ങളും തിരക്കേണ്ട ആവശ്യമില്ല. മിലിറ്ററി ഗ്രേഡും അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള സയന്റിഫിക് റിസർച്ച് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡിവൈസുകളിൽ ഇങ്ങനെ തോന്നിയ ദിവസം കാണിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, പിന്നെ കോസ്റ്റിംഗ് ഷീറ്റ് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റിംഗ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് ഫംഗ്ഷനാലിറ്റി കൂട്ടി ഷൈൻ ചെയ്യാൻ വേണ്ടി കോസ്റ്റിംഗ് എഫക്ട് കൂട്ടിയാലും നമ്മുടെ ഇൻഡസ്ട്രി അത് ബാധിക്കും. നിങ്ങൾ കൂട്ടുന്ന 2 രൂപ 1 മില്യൺ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഒരു വലിയ ലോസ് ആണ്. സോ കോസ്റ്റിംഗ് ഷീറ്റിലും ബിൽ ഓഫ് മെറ്റീരിയൽസിന്റെ കൺസ്ട്രെയിനിലും ഒതുങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവണം. അപ്പൊ നിങ്ങളിൽ എന്തുണ്ടാവും, ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഡിസൈൻ വാലിഡേറ്റ് ചെയ്യേണ്ട പേപ്പർ ഉണ്ടാവണം. ഇനി നിങ്ങൾ എടുത്തുള്ള കമ്പൗണ്ട്സുകളെല്ലാം ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിന് കോമ്പാക്റ്റബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന പേപ്പർ ഉണ്ടാവണം. 3 കോസ്റ്റിംഗ് ഷീറ്റ് ഉണ്ടാവണം. നമ്മുടെ സിലബസിൽ ഈ 3 കാര്യവും ദൈവത്തിന്റെ സഹായം കൊണ്ട് പറയുന്നില്ല. പറയുന്ന കാര്യങ്ങൾ എച്ചിങ്ങും ഡ്രില്ലിങ്ങും മാസ്കിങ്ങും ആർട്ട് വർക്കും ആണ്. ഒരു ഡിപ്ലോമക്കാരന്റെ കയ്യിൽ ഈ 3 പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ കൂട്ടുകാരെ, അടുത്ത സ്റ്റേജിലോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ എച്ചിങ്, ഡ്രില്ലിങ്, കൺഫോമൽ കോട്ടിങ്, മാസ്കിങ്, ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡയോഡ് ആണെങ്കിൽ ഇച്ചിരി ഡയോഡിന്റെ സിമ്പിള്, ഇനി നമ്മളെ കമ്പനിക്ക് ഒരു എംബ്ലവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് പിന്നെ ഡിസൈൻ വെരിഫിക്കേഷൻ ചെയ്ത ആൾക്കാരുടെ ഒരു സീരിയൽ നമ്പർ കാണും. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സ്റ്റാമ്പിങ്, നമ്മൾ ചെയ്ത ആളിന്റെ ഒരു ടീമിന്റെ ഒരു സ്റ്റാമ്പിങ്. സോ അതാണ് നമ്മൾ ആർട്ട് വർക്കിൽ ചെയ്യുന്നത്. എച്ചിങ് എന്ന പ്രോസസ്സ്, ഡ്രില്ലിംഗ് എന്ന പ്രോസസ്സ്, മാസ്കിങ്, ആർട്ട് വർക്ക്, ഇതൊക്കെയാണ് നിങ്ങൾ സിലബസിൽ പറയുന്നത്. അപ്പൊ ഞാൻ ആ 4 പ്രോസസ്സുകളുടെയും പ്രൊസീജിയർ നിങ്ങൾ ലാബിൽ പോയി നമ്മുടെ പിള്ളേർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പം അവരെന്ത് ചെയ്യും, ഇതായിരിക്കും പഠിക്കുന്നത്. അവർ നാളെ ഒരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് എന്താണോ അവർ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ഇത് തന്നെയായിരിക്കും അവിടെ പോയിട്ട് അവർ ചെയ്യുന്നത്. സോ അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ എച്ചിങ്, ഡ്രില്ലിങ്, മാസ്കിങ്, ആർട്ട് വർക്ക്. ചിലപ്പം നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചു വന്ന പയ്യൻ ചിലപ്പോൾ ഡിസൈൻ ടീമിലോട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ടാണ് പോകുന്നത്. അവൻ എവിടെ കൊണ്ടിട്ടാലും അവൻ അവിടുത്തെ കാര്യങ്ങൾ
എന്താണ് ഒരു പരിചിതമാവുന്ന രീതിയിലുള്ള ഒരു പ്രൊസീജിയറാണ് നമ്മളിനി അടുത്ത് അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും ഏറ്റുമുട്ടാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. Thank you, Unni sir. Dear participants, now it's time for lunch break. We will gather again at 1 p.m. Thank you.